good evening. എല്ലാവർക്കും good evening. നമ്മളുടെ വിന്നസ് കോച്ചിങ് സെന്ററിന്റെ കൊട്ടിക്കലാശം ലൈവിന്റെ 12th Cbse ലൈവ് പോകുന്നതിന്റെ സെക്കൻഡ് ഡേയിലാണ് വന്നിരിക്കുന്നത്. ഇത് വിന്നസ് ഷീതു മിസ് ആണ്. ഇന്ന് ഞാനായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സെഷനിൽ എൻറ്റയർ സമയം ഉണ്ടായിരിക്കേണ്ടവ. ആൻഡ് നമ്മൾ ഇന്ന് ബയോളജിയിൽ ഇന്നലെ പഠിച്ചിട്ട് ബാക്കി മിച്ചം വെച്ചിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക. ആ ചാപ്റ്റേഴ്സ് ഒരു 7 എണ്ണം ഉണ്ട്. ആ 7 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിച്ച് തീർത്തിട്ട് സെറ്റായിട്ട് ട്യൂസ്ഡേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈവ് കാണാനിരിക്കുന്ന എല്ലാ പിള്ളേരും മിസ്സിന് കുറച്ച് പർപ്പിൾ ഹാർട്ട്സ് ഒക്കെ ഒന്ന് ഇട്ടേടാ. പർപ്പിൾ ഹാർട്ട്സ് ഒക്കെ ഒന്നിട്ടെ. മിസ്സിന്റെ ചാറ്റ് ബോക്സ് മിസ്സിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ പർപ്പിളിഷ് ആവട്ടെ, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ വെയിറ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ടുഡേയ്സ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്താണ് ആ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ തൊട്ട് സൈഡിൽ 7 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് പറയൂ, എന്താണ് ആ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പവിത്ര, ഏഞ്ചൽ, അഭിഷേക്, അലീന, ഒരുപാട് പേരുണ്ട് നമ്മുടെ ലൈവില്. അപ്പൊ എല്ലാവരും ഒന്ന് ഗസ് ചെയ്തേ, വാട്ട് ഈസ് ദാറ്റ് 7? ആ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയൂ, പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? യെസ്, ഓരോ ചാപ്റ്ററിനും ഓരോ വെയിറ്റേജ് ഉണ്ട് അല്ലേ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് വരിക ഓൾമോസ്റ്റ് 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് വൺ മിസ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദാറ്റ് ഇസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആണ് അതല്ലേ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നിങ്ങൾ ഇന്നലെ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? യെസ്, അപ്പോൾ ഇന്നിപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കും. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ അതിൽ നിന്ന് വരുന്നുണ്ടാവുക. ആൻഡ് പിന്നീട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു വലിയ ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്നത്. 4th ചാപ്റ്റർ എന്ന് പറയുന്നത് മിസ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദാറ്റ് ഇസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. 9 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്. മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ കൂടി ഉണ്ടല്ലേ അതിന്റെ കൂട്ടത്തിൽ കൂടെ, അത് ഇന്നലെ പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് പഠിക്കും. പിന്നെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും നമ്മൾ അടുത്തത് പഠിക്കുന്നുണ്ടായിരിക്കുക. 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനിയുള്ളത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് മിസ് നോക്കുന്നുണ്ടായിരിക്കുക ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചാപ്റ്റർ, 3 മാർക്കിനായിരിക്കും ഇക്കോ സിസ്റ്റത്തിൽ നിന്ന് എന്ത് വരിക, ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 7 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കണം, വേഗത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പൊ എല്ലാ മക്കളും ഉഷാറായിട്ട് ഇരിക്കുക. ആൻഡ് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല, പക്ഷേ എഴുതിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇട്ടുകൊണ്ടിരിക്കുക. ആൻഡ് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ വേണമെന്നുണ്ടെങ്കിലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. മിസ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് യൂഷ്വലി വരാറുള്ള ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് മിസ് കൊടുത്തേക്കുന്നത്. അപ്പം ഏറ്റവും ആദ്യം പോളിനേഷനും അതിന്റെ ടൈപ്സും ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സും. ഇപ്പൊ വാലിസ്നേറിയ ഏത് ടൈപ്പ് ഓഫ് പോളിനേഷൻ നടത്തുന്നു, അപ്പൊ അതിന്റെ പോളിനേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സൺഫ്ലവർ എങ്ങനെയാണ്, റൈസ് എങ്ങനെയാണ്, അങ്ങനെ ഓരോന്നിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ആ ഒരു പാട്ടിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോഗമി, ജെറ്റ്നോഗമി, സീനോഗമി, ഇത് 3 ടൈപ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു പാട്ടിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, നമ്മുടെ ഇമാസ്കുലേഷനും അതുപോലെ തന്നെ ബാഗിങ്ങും, ഈ 2 പ്രോസസ്സുകളെ പറ്റിയിട്ട് പ്രോസസ്സിന്റെ ഡെഫിനിഷനും എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്, വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഡെഫിനിഷൻ സഹിതം പഠിച്ചു വെച്ചിരിക്കുക. ഡെഫിനിഷൻ വേണം. അതുപോലെ തന്നെ അതിനകത്ത് ഓരോന്നിലും ഓരോരോ ന്യൂക്ലിയസ്, ഇത്ര ന്യൂക്ലിയേറ്റ് ആണ്, ഇത്ര പ്ലോയിഡി ഉണ്ട്, അതുപോലെ ഇത്രയാണ് അതിന്റെ ഒരു നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് 7 സെൽഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പാർത്തനോകാർപ്പി എന്താണ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിന് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് എംബ്രിയോ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് മോണോകോട്ട് ഡൈക്കോട്ടിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, ഹൗ ഇറ്റ് ഡിഫേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കണം. ഡെവലപ്മെന്റ് ഓഫ് എൻ എംബ്രിയോ, അത്
ഒരു സീക്വൻഷ്യൽ പാറ്റേണിലാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അല്ലേ, ഒരു സീക്വൻഷ്യൽ പാറ്റേണിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ പാറ്റേൺ കൃത്യമായിട്ട് പഠിക്കുക. ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത് മൈക്രോസ്പൊറാഞ്ചിയം അതുപോലെ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. മൈക്രോസ്പൊറാഞ്ചിയം മെഗാസ്പൊറാഞ്ചിയം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡയഗ്രാം, അതിൻ്റെ ലേബലിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിനെ. നമുക്ക് അധികം വൈകാതെ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഇടാമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് ഇൻ ആൻ ആൻജിയോസ്പെർമിക് എംബ്രിയോ സാക്ക്? ആൻജിയോസ്പെർമിക് എംബ്രിയോ സാക്കിനകത്ത് ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ brings out opening of the pollen tube. Option B guides the pollen tube into synergid. Option C prevents entry of more than one pollen tube into a synergid. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് പെട്ടെന്നൊന്ന് കമന്റ് ബോക്സിൽ ഇടൂ. ഏത് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? പെട്ടെന്ന് കമന്റ് ബോക്സിൽ നിറയെ മിസ്സിൽ ആൻസർ കാണണം. ഓപ്ഷന്റെ ABCD ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് പെട്ടെന്ന് പറയണം. പെട്ടെന്നായിക്കോട്ടെ, ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ അറിയാമെങ്കിൽ അലീന പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാവരും ശ്രേയ പറയുന്നത് ഓപ്ഷൻ ബി ആണെന്നാണ്. ശരി, ഓപ്ഷൻ ബി തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോളൻ ട്യൂബിനെ സിനർജിഡിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി എന്ന് ആൻസർ പറഞ്ഞിട്ടുള്ള അലീന, ശ്രേയ, പവിത്ര, സന്ദ്ര ഇത്രയും പേരാണ് മിസ്സിന്റെ ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ആൻസറുമായിട്ട് വന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് എ ടിപ്പിക്കൽ ഡൈക്കോട്ട് അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ഈസ് ഡാഷ്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ആ ഒരു എത്ര സെൽഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഡൈക്കോട്ടിനകത്ത് ഉള്ളത് കാര്യമാണ് ചോദിക്കുന്നത്. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അത് 8 സെൽഡ് ആണോ, 7 സെൽഡ് ആണോ, 6 സെൽഡ് ആണോ, 5 സെൽഡ് ആണോ, എത്ര സെൽഡ് ആയിരിക്കും എന്നുള്ളത് ആർക്ക് പറയാൻ പറ്റും? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് പറയൂ. അഗെയിൻ ബി ആണോ? ഓപ്ഷൻ ബി ആണോ ആൻസർ? നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. 7 സെൽഡ് ആയിരിക്കും അല്ലെ. 7 സെൽഡ് ആണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഓർത്ത് വെച്ചിരിക്കുക, 7 സെൽഡ് ആണ് ഡൈക്കോട്ടിലെ. അതുപോലെ തന്നെ ഡൈക്കോട്ടിൽ ഫീമെയിൽ ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് ഒരു ഡൈക്കോട്ട് ചെടിയിൽ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഇറ്റ് വിൽ ബി 7 സെൽഡ്. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സഞ്ജന, ശ്രേയ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഓൺ ഡിഫറെന്റ് പ്ലാന്റ്സ് ഡൈഷ്യസ് ടു എൻഷ്യൂർ സീനോഗമി ഇൻ. ഏത് പ്ലാന്റ്സിലാണ്? കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. പപ്പായ, ബോട്ടിൽ ഗാർഡ്, മെയ്സ്, ഓൾ ഓഫ് ദിസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രസന്റ് ആണ് ഡിഫറെന്റ് പ്ലാന്റ്സിലായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? സീനോഗമി എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് പ്ലാന്റിലാണ് ഇത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു കോമ്പോസിഷൻ, ഒരു അറേഞ്ച്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുക? പപ്പായ, ബോട്ടിൽ ഗാർഡ്, മെയ്സ് ആൻഡ് ഓൾ ഓഫ് ദിസ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയൂ. ഏതാണ് കറക്റ്റ് ആൻസർ? പപ്പായ ആണ്. ഉറപ്പാണോ? പപ്പായ എന്നാണ് ആൻസർ വരുന്നത്. യെസ്, ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് പപ്പായ ആണ്. പപ്പായയിലാണ് ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് ഇൻ ദ ഗിവൻ അനാട്രോപ്പസ് ഒവ്യൂൾ. ഒരു ഒവ്യൂളിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ABCD എന്ന് അവിടെ ലേബലിംഗ്സ് ഉണ്ട്. പാർട്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കൃത്യമായിട്ട് ABCDകൾ ലേബൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക്. അപ്പൊ എന്താണ് ഈ ABCD എന്നുള്ള ഭാഗത്ത് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ABCD എന്നുള്ള ഭാഗത്ത് എന്ത് വരും? പെട്ടെന്ന് പറയൂ. ABCDയുടെ ഭാഗത്ത് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? യെസ്, എയിൽ വരുന്നത് ദാറ്റ് ഈസ് മൈക്രോപൈലാണ്. ആ എ എന്ന് പറഞ്ഞ ഭാഗം കാണുന്നത് മൈക്രോപൈലാണ്. ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഔട്ടർ ഇൻടെക്യുമെന്റ്. സി എന്ന് പറയുന്നത് ഇന്നർ ഇൻടെക്യുമെന്റും. ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ എംബ്രിയോ സാക്ക്. ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെച്ചിരിക്കുക. ഡയഗ്രാം വരയ്ക്കാനോ അല്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ട് ഇതുപോലെ പാർട്സ് ലേബൽ ചെയ്യാനോ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പോളൻ പെസ്റ്റിൽ ഇന്ററാക്ഷൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് മീഡിയേറ്റഡ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ് പോളൻ പെസ്റ്റിൽ ഇന്ററാക്ഷൻ, എങ്ങനെയാണ് അത് മീഡിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയൂ, എന്താണ് പോളൻ പെസ്റ്റിൽ ഇന്ററാക്ഷൻ? എന്നുള്ളത് നമുക്ക് നോക്കാം. പോളൻ പെസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ചെയിൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് ഫ്രം ദ falling of pollen over the stigma to the formation of pollen tube and its entry into the ovule. It is mediated by chemical components of pollen grains interacting with that pistil.
പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സ് ആണ് അല്ലെ, കുറച്ചധികം കാര്യങ്ങളുണ്ട്. എപ്പോ നടക്കുന്ന ഇവന്റ്സ് ആണ് ഈ പറഞ്ഞ പോളൻ സ്റ്റിഗ്മയിലേക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന, പോളൻ ട്യൂബ് ഫോർമേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള സമയത്ത് നടക്കുന്ന, അത് ഓവ്യൂളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സ് ആണ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. മീഡിയേറ്റ് ചെയ്യുന്നത് കുറെ അധികം കെമിക്കൽസ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതും അഗൈൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സീനോഗമി ആൻഡ് ജെയ്റ്റനോഗമി. സീനോഗമിയും ജെയ്റ്റനോഗമിയും എന്താണെന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ, ഒന്ന് കമന്റ് ബോക്സിൽ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ടെ. എന്താണ് ജെയ്റ്റനോഗമി, എന്താണ് സീനോഗമി? 2 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്, ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് ഡെഫിനിഷൻ മാതിരി എഴുതാം, അല്ലെങ്കിൽ ടേബിളർ ഫോമിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ജെയ്റ്റനോഗമിയും അതുപോലെ സീനോഗമിയും എന്താന്ന് ഉള്ളത് കൃത്യമായിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഇടൂ. യെസ്, കമന്റ് ബോക്സ് അനങ്ങുന്നില്ല. കമന്റ് ബോക്സ് കൃത്യമായിട്ട് ആൻസർ വരണോട്ടോ. ആ ക്ലാസ് കേട്ടിരുന്നാൽ മാത്രം പോരാ, ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ സീനോഗമി എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സീനോഗമി ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് എ ഡിഫറെന്റ് പ്ലാന്റ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റിൽ, പല ഡിഫറെന്റ് പ്ലാന്റ്സിൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ്, ആന്തറിൽ നിന്നിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ നമ്മൾ മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് സീനോഗമി. ജെയ്റ്റനോഗമി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ to the stigma of another flower on the same plant. നേരത്തെ ഡിഫറെന്റ് പ്ലാന്റ് ആയിരുന്നു അല്ലേ, ഇവിടെ സെയിം പ്ലാന്റ് തന്നെ, പക്ഷെ ഒരു ഫ്ലവറിൽ നിന്ന് നമ്മൾ പോളൻ എടുക്കുന്നു, അതിന്റെ ആന്തറിൽ നിന്ന് പോളൻ എടുക്കുന്നു, എന്നിട്ട് മറ്റൊരു ഫ്ലവർ അതേ സെയിം പ്ലാന്റിൽ മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് നമ്മൾ പോളൻ ഇട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് വാട്ട് വി കോൾ ആസ് ജെയ്റ്റനോഗമി. സ്ഥിരമായിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സീനോഗമിയും ജെയ്റ്റനോഗമിയും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ദ പോളൻ ഗ്രെയിൻസ് ഓഫ് വാലിസ്നേറിയ, തുടക്കത്തിൽ പറഞ്ഞായിരുന്നു വാലിസ്നേറിയ അല്ലെ, how do the pollen grains of Vallisneria protect themselves? അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, why do the pollen grains of Vallisneria have a mucilaginous covering? എന്തുകൊണ്ടാണ് മ്യൂസിലേജിനസ് കവറിംഗ് ഉള്ളത്? ആർക്ക്? വാലിസ്നേറിയക്ക് ഉള്ളത്. അല്ലെങ്കിൽ വാലിസ്നേറിയ എങ്ങനെയാണ് അവർ തമ്മിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, തമ്മിലുള്ള ആ ഒരു പോളൻ ഗ്രെയിനെ അവർ അങ്ങനെ തന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ആ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് അല്ലെ. യെസ്, എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. പോളിനേഷൻ വാലിസ്നേറിയയിൽ നടക്കുന്നത് വാട്ടർ മുഖാന്തരമാണ്, വാട്ടർ വഴിയായിട്ടാണ്, ബൈ ദ മീൻസ് ഓഫ് വാട്ടർ ആണ് പോളിനേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. സോ ഈ പോളൻ ഗ്രെയിൻസിന് ചുറ്റും നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് കാണാനായിട്ട് സാധിക്കും. ഡെസിക്കേഷനും ഡാമേജും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് എന്തുള്ളത്, ഇത്തരത്തിലുള്ള ഒരു കവറിംഗ് നമുക്ക് ആരിൽ കാണാൻ പറ്റുന്നത്, പറഞ്ഞ പോളൻ ഗ്രെയിൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് അവരവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂസിലേജിനസ് കോട്ടിങ്ങിന്റെ കാര്യം എഴുതുക. എന്തിനാണ് മ്യൂസിലേജിനസ് കോട്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം ഡാമേജ് ആൻഡ് ഡെസിക്കേഷൻ എന്ന് എഴുതി വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. 2 ക്വസ്റ്റ്യൻസിന് ഒറ്റ സെന്റൻസിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ കണ്ടക്ടിങ് artificial hybridization on papaya and potato. Okay, which one of them would require the step of emasculation and why? നിങ്ങൾ പപ്പായയിലും അതുപോലെ തന്നെ പൊട്ടേറ്റോയിലും എന്ത് നടത്തുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 2 പേരിൽ ആർക്കായിരിക്കും ഇമാസ്കുലേഷൻ വേണ്ടി വരിക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് ആവശ്യമായിട്ട് വരുന്നത്? ആൻഡ് however for both you will use the process of bagging. Justify giving one reason. ഇതിപ്പോ നിങ്ങൾ ഏതോ ഒരെണ്ണത്തിൽ മാത്രമേ ഇമാസ്കുലേഷൻ നടത്തുന്നുള്ളൂ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2ലും ബാഗിങ് നടത്തുന്നുണ്ട്. അപ്പൊ 2ലും ബാഗിങ് നടത്താനുള്ള കാരണം എന്താണെന്നും അതുപോലെ ഒരെണ്ണത്തിൽ മാത്രം ഇമാസ്കുലേഷൻ നടത്താനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ശ്രേയാശാച്ചും പവിത്രയൊക്കെ പറയുന്നത്, അലീന പറയുന്നത് പൊട്ടേറ്റോ എന്നാണ്. അതുൽ ആൻസറും കൂടി ടൈപ്പ് ചെയ്തിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഏതിലാണ് നമ്മൾ ഇമാസ്കുലേഷൻ നടത്തുന്നുണ്ടാവുക എന്നുള്ളത് നോക്കാം. പപ്പായ യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. പൊട്ടേറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇമാസ്കുലേഷൻ സ്റ്റെപ്പ് നടത്തുന്നത് ഏത് പ്ലാന്റിലായിരിക്കും? പൊട്ടേറ്റോയിലായിരിക്കും. കാരണം emasculation is done on bisexual flowers to avoid എന്ത്? self pollination അല്ലേ. yes, bagging is done to prevent fertilization by unwanted pollen. ശ്രേയ ഷാജു അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഇമാസ്കുലേഷൻ നമ്മൾ നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തുന്നത്. ഓക്കെ,
ആൻഡ് ബാഗിങ് നമ്മൾ എന്തുകൊണ്ട് ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ടു ഡസ്റ്റ് suitable pollen grains on the stigma when the stigma turns receptive and the flowers are rebagged. Stigma എപ്പോഴാണോ റിസെപ്റ്റീവ് റിസീവ് ചെയ്യാൻ കേപ്പബിൾ ആകുന്നത് ആ സമയത്ത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് അതിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാനും എന്നിട്ട് അതിനെ തിരിച്ച് റീബാഗ് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിലും എന്ത് ചെയ്യാറുണ്ട്, ബാഗിങ് ചെയ്യാറുണ്ട്. രണ്ടിടത്തും കാണാനായിട്ട് സാധിക്കും. രണ്ടിടത്തും രണ്ട് ലൈക്ക് ഫ്ലവേഴ്സിലും നമുക്ക് ബാഗിങ് കാണാനായിട്ട് സാധിക്കും. Okay, the next question is here. Write the differences between wind pollinated and insect pollinated flowers. Give an example of each type. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എക്സാമ്പിൾ പറയുക, എന്നിട്ട് മിസ് ഇതിന്റെ വിൻഡ് പോളിനേഷന്റെ പ്രത്യേകതകളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും അതുപോലെ ഇൻസെക്ട് പോളിനേറ്റഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. എക്സാമ്പിൾ പറയൂ. വിൻഡ് പോളിനേറ്റഡിന് ഒരു എക്സാമ്പിളും അതുപോലെ തന്നെ ഇൻസെക്ട് പോളിനേറ്റഡ്, വാട്ടർ അല്ല, ഇൻസെക്ട് പോളിനേറ്റഡിന് ഒരു എക്സാമ്പിളും എന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറയൂ, എന്തായിരിക്കും? കമന്റ് ബോക്സ് അനങ്ങുന്നില്ലല്ലോ. എന്താണ് വിൻഡ് പോളിനേറ്റഡ് ഒരു എക്സാമ്പിൾ, എന്താണ് ഇൻസെക്ട് പോളിനേറ്റഡ് ഒരു എക്സാമ്പിൾ? പെട്ടെന്നായിക്കോട്ടെ. ആൻസർ ഉണ്ടോ? എക്സാമ്പിൾ ഉണ്ടോ? എക്സാമ്പിൾ ഇല്ലേ? ഓക്കെ, ഞാൻ തന്നെ എന്തായാലും എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമുക്ക് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകൾ നോക്കാം കേട്ടോ. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ സ്മോൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ കളർ ഒന്നും ഉണ്ടാവില്ല, ഡൾ കളേഴ്സ് ആയിരിക്കും. അവർക്ക് ഓർഡർ ഉണ്ടാവത്തില്ല. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് അല്ലെ, ഓർഡർ ഉണ്ടാവത്തില്ല, നെക്ടർ ഉണ്ടാവത്തില്ല, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. വിശാൽ, ദേവിക, ഹൈ ആൻസേഴ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ക്ലാസ് കൂടെ പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ പോളൻസ് പൊതുവെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ഉണ്ടാക്കപ്പെടുന്ന പോളൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരിക്കും അല്ലെ, ഹ്യൂജ് നമ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞതാണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകൾ. എക്സാമ്പിൾ ആയിട്ട് മെയ്സ്, പാർത്തീനിയം ഏതെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിലേക്ക് വരുമ്പം അവരെ ഭയങ്കര ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഫ്ലവേഴ്സ് ആണ് ഇൻസെക്ട് പോളിനേറ്റഡിലുള്ളത്. ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രൈറ്റ് കളേഴ്സ് ഉള്ളത്. ഭയങ്കര അരോമ ഉണ്ടായിരിക്കും, സ്മെൽ അല്ലെങ്കിൽ ഓർഡറും കൂടുതലായിരിക്കും. അതുപോലെ നെക്ടർ ഉണ്ടായിരിക്കും, പോളൻ എഡിബിൾ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതുപോലെ അവരുണ്ടാക്കുന്ന പോളന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ചുണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞത് കുറേ പോളൻസ് ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ, അങ്ങനെ വലിയ എമൗണ്ടിലൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാമ്പിൾ തന്നിരിക്കുന്നത് റോസ്, സ്നാപ് ഡ്രാഗൺ, കാലോട്രോപ്പിസ് ഒക്കെയാണ്. ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ടാബുലേറ്റ് ചെയ്യുക. വിൻഡ് പോളിനേറ്റഡ് ആരൊക്കെയാണ്, ഇൻസെക്ട് പോളിനേറ്റഡ് ആരൊക്കെയാണെന്നുള്ള രീതിയിൽ ടാബുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഇൻസെക്റ്റും വിൻഡും വാട്ടറും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് യൂഷ്വലി ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും എക്സാമ്പിളും കൂടെ കാര്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈകാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് ദ മിയോസൈറ്റ് ഓഫ് എ മെയ്സ് പ്ലാന്റ് കണ്ടെയ്ൻസ് 20 chromosomes, write the number of chromosomes in the endosperm of an embryo of the maize grain and give reasons to support your answer. മെയ്സ് പ്ലാന്റിന്റെ മിയോസൈറ്റിൽ 20 ക്രോമസോം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡോസ്പേമിലും അതുപോലെ തന്നെ എംബ്രയോയിലും എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആൻസർ, ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര ക്രോമസോം ഉണ്ടാകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് കമന്റ് ബോക്സിലിട്ട് എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കും? രണ്ടിലും എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കും? പറയൂ. ക്രോമസോംസ് എത്ര ഉണ്ടായിരിക്കും? രണ്ടെണ്ണത്തിലും ക്രോമസോം ഉണ്ടാവില്ലേ? അതാണോ കമന്റ് ബോക്സിൽ കാണാത്തത്? ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ഈ പറഞ്ഞ മെയ്സ് പ്ലാന്റിന്റെ മിയോസൈറ്റിൽ 20 ക്രോമസോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ എൻഡോസ്പേമിലും അതുപോലെ തന്നെ എംബ്രയോയിലും എത്ര ക്രോമസോം ഉണ്ടായിരിക്കുന്നതായിരുന്നു ചോദ്യം. എൻഡോസ്പേമിൽ 30 ക്രോമസോമും എംബ്രയോയിൽ എത്ര ക്രോമസോം ഉണ്ടായിരിക്കും? 20 ക്രോമസോമും ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. 3N ഉം 2N ഉം അങ്ങനെ ഓർത്താൽ മതി. ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടാനായിട്ടൊന്ന് ആലോചിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, N 3N 2N ആ ഒരു നമ്പറിൽ ഓർത്താൽ മതിയായിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് മിസ് കൊടുത്തേക്കണേ. ആ ഒരു എന്താ പറയുക, എങ്ങനെയാണ് ഇത് 13 20 കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് മിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞത് കൊണ്ടിട്ട് മിസ് അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എൻഡോസ്പേമിനകത്ത് 3N ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 10 × 3 30 എന്നുള്ളത് കിട്ടിയത്. എംബ്രിയോയിൽ 2N ആണ്, സോ 2 × 10 that is 20. ഓക്കെ, പിന്നെ
മിയോസൈറ്റ് ആണ് തന്നിരുന്നത്. മിയോസൈറ്റ് ഡിപ്ലോയിഡ് ആണെന്നുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇതിന് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മളെപ്പോഴും N എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ അല്ലേ. മിയോസൈറ്റ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. ഡിപ്ലോയിഡിൽ 20 ക്രോമസോം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹാപ്ലോയിഡ് കണ്ടീഷനിൽ 10 ആയിരിക്കും. അതുകൊണ്ടാണ് 10 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, മാറിപ്പോകരുത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് apomixis can be compared with asexual reproduction? Support your answer giving one reason. How apomixis is beneficial to farmers? Explain. അപ്പോമിക്സിസ് നമ്മൾക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? എങ്ങനെയാണ് ഫാമേഴ്സിന് അത് ബെനിഫിഷ്യൽ ആകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഫാമേഴ്സിന് അത് ബെനിഫിഷ്യൽ ആണോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടൂ. യെസ് ഓർ നോ എന്താണ് കമന്റ് ബോക്സിൽ ആൻസർ വരുന്നത് എന്നുള്ളത് നോക്കട്ടെ. ബെനിഫിഷ്യൽ ആണോ, ബെനിഫിഷ്യൽ ആണോ, ബെനിഫിഷ്യൽ ആണോ? നമുക്ക് എന്തായാലും നോക്കിക്കളയാം ബെനിഫിഷ്യൽ ആണോ അല്ലയോ, അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എപ്പോമിക്സിനെ നമുക്ക് എന്തായാലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മെത്തഡ് ആണ് ഈ പറഞ്ഞ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഒരു ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോമിക്സിസിനകത്ത് സീഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൊതുവെ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഗാമെറ്റിക് ഫ്യൂഷനും സൈഗോട്ട് ഫോർമേഷനും ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിലമയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾക്ക് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വിളിക്കാൻ പറ്റും. ഫെർട്ടിലൈസേഷൻ ഇല്ല. സോ ദർ ഈസ് നമുക്ക് അപ്പം തന്നെ അതിനെ പറയാൻ പറ്റും ദാറ്റ് ഈസ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഫെർട്ടിലൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സെക്ഷൽ മോഡ് അല്ലേ. പിന്നെ അപ്പോമിക്റ്റിക് സീഡ്സിന് അല്ലെങ്കിൽ അപ്പോമിക്സിന് രണ്ട് അഡ്വാൻറ്റേജസ്, ഫാമേഴ്സിന് അത് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്നുള്ളതിന് 2 പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എവറി ഇയർ ഈ പറഞ്ഞ അപ്പോമിക്റ്റിക് ആയിട്ടുള്ള സീഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അഗെയിൻ ഒരു അപ്പോമിക്സിസ് കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ്പ്ലെയിൻ ഇൻ 2 ways by which apomictic seeds can be developed. അപ്പോമിക്റ്റിക് ആയിട്ടുള്ള സീഡ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന 2 ways എന്തൊക്കെയാണ് എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ അപ്പോമിക്റ്റിക് ക്രോപ്പിന്റെ 1 advantage and 1 disadvantage എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. And third question is like, why do farmers find production of hybrid seeds costly? എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് സീഡ്സിന് കോസ്റ്റ്ലി ആയിട്ട് ഫാമേഴ്സ് കരുതുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ABC എന്ന് പറഞ്ഞ 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾക്കാണ് ആൻസർ കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും ആൻസർ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ 2 മെത്തേഡ്സ് ആണ്, 2 വേസ് ആണ് ത്രൂ വിച്ച് അപ്പോമിക്റ്റിക് സീഡ്സ് ക്യാൻ ബി ഡെവലപ്ഡ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ അപ്പോമിക്റ്റിക് സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആണ് എന്നുള്ളതാണ്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സെഗ്മെന്റ്സ് ഓഫ് ദ ഫ്രൂട്ട്. മാംഗോസ്റ്റം പോലെയുള്ള ഏതെങ്കിലും സെഗ്മെന്റ്സ് വഴിയായിട്ടാണ്. മെയിൽ ഗാമറ്റിക് കണ്ടന്റ് ഓഫ് പോളൻ ആൻഡ് അതർ വെജിറ്റേറ്റീവ് പാർട്സ്. വെജിറ്റേറ്റീവ് പാർട്സ് എന്താണെന്ന് അറിയാലോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലാതെയുള്ള മറ്റ് പാർട്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കാത്ത പാർട്സ് ആണ് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ. അതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. In some species, the diploid axil is formed without reduction division and develops into embryo without fertilization. അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ അപ്പോമിക്റ്റിക് സീഡ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജും ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് പോളിനേറ്റേഴ്സോ അങ്ങനെയൊന്നുള്ളതൊന്നും ആവശ്യം വരുന്നില്ല. അവർ ആ പോളിനേറ്റേഴ്സിനൊക്കെ ആബ്സെൻസിലാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരിക്കുക. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് അപ്പോമിക്റ്റിക് ക്രോപ്പ് ദർ ഇസ് നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഹൈബ്രിഡ് പ്രോജനി. പ്രോജനി ഉണ്ടാവുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്തു പോകുന്ന പരിപാടികളൊന്നുമില്ല. സെഗ്രിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുക സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സെഗ്രിഗേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് അതിനുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഫാമേഴ്സ് ഹൈബ്രിഡ് വെറൈറ്റീസ് കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോമിക്സിസ് പ്രൊഡ്യൂസസ് ഹൈബ്രിഡ് സീഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി പ്രോസസ്. Since hybrid seeds do not maintain hybrid characters, the apomictic seeds are to be produced every year after year. This is the reason why farmers are finding it is like more costly. Hybrid seeds ne namalku oro year കഴിയുമ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അതിനെ കോസ്റ്റ്ലി ആണ് എന്നുള്ള തരത്തിൽ അവർ കരുതുന്നത്. ഓക്കെ, സോ അപ്പോമിക്സിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. A flower of tomato plant following the process of sexual reproduction produces 240 viable seeds. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ടൊമാറ്റോ പ്ലാന്റിൽ നിന്ന് 240 വയബിൾ ആയിട്ടുള്ള സീഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എങ്കിൽ ലൈക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഗിവൺ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. What would have been the minimum number of ovules present in per pollinated pistil?
ഓരോ പിസ്റ്റലിനകത്തും എത്ര മിനിമം നമ്പർ ഓഫ് ഒവ്യൂൾസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒവ്യൂൾസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. നമ്പർ എത്രയായിരിക്കും എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടൂ. പെട്ടെന്നാകട്ടെ, പെട്ടെന്ന്. എത്ര നമ്പർ ആയിരിക്കും ഒവ്യൂൾസ് ഉണ്ടാവുക? ഓരോ പോളിനേറ്റഡ് ആയിട്ടുള്ള പിസ്റ്റലിലും എത്ര നമ്പർ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ട്. ഗസ് ചെയ്യാൻ ആരുമില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ അതിൻ്റെ സമയം കൊണ്ട് വായിക്കാം. ഹൗ മെനി മൈക്രോസ്പോർ മദർ സെൽസ് വുഡ് മിനിമലി ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് റിക്വസിറ്റ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്? എത്ര ഈ പറഞ്ഞ മൈക്രോസ്പോർ മദർ സെൽസ് ആണ് ഈ പറഞ്ഞ രീതിയിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മിനിമം നമ്പർ ഓഫ് ഓവ്യൂൾസ് എന്ന് പറയുന്നത് 240 ആണ്. കാരണം 240 വയബിൾ സീഡ്സ് ഉണ്ട് എന്നുള്ളത് അവിടെ ക്വസ്റ്റിനിൽ ഓൾറെഡി ഗിവൺ ആണ്, മെൻഷൻഡ് ആണ്. സോ ഓവ്യൂൾസിന്റെ നമ്പർ ദാറ്റ് വിൽ ബി 240. മിനിമം നമ്പർ ഓഫ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 60 സെൽസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. കാരണം ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും 4 മൈക്രോസ്പോർസിനെ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ നമ്മൾക്ക് 240 ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് എത്ര സെൽസ് ആവശ്യമായിട്ട് വരും? 60 സെൽസ് ആവശ്യമായിട്ട് വരും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പോളൻ ഗ്രെയിൻസ് മസ്റ്റ് ഹാവ് മിനിമലി പോളിനേറ്റഡ് ദ കാർപ്പൽ? എത്ര പോളൻ ഗ്രെയിൻസ് ആയിരിക്കും നമ്മളുടെ ഓരോ കാർപ്പലിനെയും പോളിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ഹൗ മെനി മെയിൽ ഗാമേറ്റ്സ് വുഡ് ഹാവ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദീസ് 200 വയബിൾ സീഡ്സ്? ഈ പറഞ്ഞ 200 വയബിൾ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെയിൽ ഗാമേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ആൻഡ് ഹൗ മെനി മെഗാസ്പോർ മദർ സെൽ വെർ റിക്വയർഡ് ഇൻ ദിസ് പ്രോസസ്? എത്ര മെഗാസ്പോർ? ഇത്ര നേരം മൈക്രോസ്പോറിന്റെ കാര്യം പറഞ്ഞത് അല്ലേ? ഇനി മെഗാസ്പോർ മദർ സെൽസ് എത്ര ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. മിനിമം നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് 240 ആണ്. സോറി, ഇതല്ലല്ലോ തേർഡ് വണ്ണിന്റെ ആൻസർ. അപ്പോൾ മിനിമം നമ്പർ ഓഫ് ഈ പറഞ്ഞ പോലെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് 240 ആണ്. അതിൽ നിന്ന് 240 വയബിൾ സീഡ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ബിക്കോസ് ഈച്ച് പോളൻ ഗ്രെയിൻ എത്ര മെയിൽ ഗാമേറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? 2 മെയിൽ ഗാമേറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതും അത് പിന്നീട് സൈഗോട്ടായിട്ട് ഫോം ചെയ്യുന്നതും അത് പിന്നീട് സീഡായിട്ട് മാറുന്നതും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ എത്ര മെയിൽ ഗാമേറ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഫ്യൂസ് ചെയ്യാൻ ഓരോരോ മെയിൽ ഗാമേറ്റ് വേണം. സോ അഗെയിൻ ഇറ്റ് വിൽ ബി എത്ര? 240. ഓരോ സീഡിനെയും വേണ്ടിയിട്ട് ഓരോരോ മെയിൽ ഗാമേറ്റ് എന്നുള്ള കണക്കിൽ 240 ഉണ്ടായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, എത്ര മെഗാസ്പോർ മദർ സെൽ വേണം എന്നുള്ളതാണ്. എത്ര മെഗാസ്പോർ മദർ സെൽ വേണം? 240 മെഗാസ്പോർ മദർ സെൽസ് ഇൻവോൾവ് ആണ്. അവര് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഫങ്ഷണൽ ആയിട്ട് ഉണ്ടായിരിക്കുക. ബാക്കി 3 എണ്ണം ഓരോന്നിൽ നിന്നുണ്ടാവുന്ന 4 മെഗാസ്പോർസിൽ ഒരെണ്ണം ഫങ്ഷണൽ ആയിരിക്കും, ബാക്കി 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ ആൻഡ് റീസണും exine of a pollen grain is made up of sporopollenins which are resistant to high temperatures, strong acids or alkali as well as ഈ പറഞ്ഞ enzymatic degradation. Reason given is like sporopollenins are absent in the region of germ pores. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? പറയൂ. ആൻസർ എന്തായിരിക്കും? ഏത് ഓപ്ഷൻ ആയിരിക്കും? 4 ഓപ്ഷൻസ് അറിയില്ലേ? അസേർഷനും റീസണിന്റെ 4 ഓപ്ഷൻസ് അറിയാമല്ലോ ഇല്ലേ? അപ്പോൾ ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ അസേർഷനും റീസണും ട്രൂ ആണ്. ആൻഡ് അസേർഷനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് റീസൺ. രണ്ടാമത്തേതിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം അസേർഷനും റീസണും ട്രൂ ആണ്, പക്ഷെ റീസൺ എന്ത് ചെയ്യുന്നില്ല? കൃത്യമായിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്പോറോപോളിനെ പറ്റിയിട്ടാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്, സ്പോറോപോളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? യെസ്, ഈ ക്വസ്റ്റ്യനോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അസേർഷൻ അടുത്തത് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഹൈഡ്രോഫിലി is a major mode of pollination in most of the aquatic plants in angiosperms. Reason കൊടുത്തിരിക്കുന്നത് എന്താണ്? Almost all aquatic dicot and monocot plants require water for the transport of male gametes and for fertilization. ഇങ്ങനെ ഒരു റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അസേർഷനും റീസണും വായിച്ചു നോക്കിയിട്ട് ഏത് ഓപ്ഷൻ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. ഹൈഡ്രോഫിലിനെ പറ്റിയിട്ടാണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ റീസൺ പറഞ്ഞിരിക്കുന്നത് അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സിന് വാട്ടറിന്റെ ആവശ്യകതയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മെയിൽ ഗാമേറ്റ്സിനെ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അസേർഷനും റീസണും ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക അറിയാമോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അസേർഷനും റീസണും എങ്ങനെയുള്ളതാണ്? ഫോൾസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു രണ്ടും ഫോൾസ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അസേർഷൻ റീസൺ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ഒന്ന് ഇടാമോ സാർ? അടുത്ത ചാപ്റ്റർ നോക്കാം നമുക്ക്. സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് മിസ് കുറച്ച് സ്പീഡിൽ പോവാണേ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ കോൺട്രാസെപ്റ്റീവ്സും അതിൻ്റെ ടൈപ്സും, എല്ലാ കോൺട്രാസെപ്റ്റീവ്സും പഠിക്കണം. എല്ലാ കോൺട്രാസെപ്റ്റീവ്സും അതിന് ഓരോന്നിനെ യൂസ് ചെയ്ത എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എം ടി പി എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. STD എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. STD എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് അല്ലെ. അപ്പൊ STDയെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കണം, ഓർത്തു വെച്ച് വേണം പഠിക്കാനായിട്ട്. STD എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ആർട്ടും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആർ എഫക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്തിൻ 72 hours of coitus, 72 hours of ovulation, 72 hours of menstruation, 72 hours of implantation. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ABCD എന്നുള്ളതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കമന്റ് ബോക്സിൽ പറയൂ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? പറയൂ. കമന്റ് ബോക്സ് ആനങ്ങുന്നേ ഇല്ല കുറേ നേരമായിട്ട്. 72 hours. അതുൽ ഓപ്ഷൻ ഡി വരെ ഉള്ളൂ, ഓപ്ഷൻ ഇ ഇല്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ ഓപ്ഷൻ ഇ? ശ്രേയ പറയുന്ന ഓപ്ഷൻ എ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ ആരെങ്കിലും ആൻസർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമുക്ക് ആരെങ്കിലും ആൻസർ ഇടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ ഈസ് ലൈക്ക് ഓപ്ഷൻ എ 72 hours of coitus അല്ലേ. യെസ്, കറക്റ്റ് ആണ്. ദേവിക, ശ്രേയ, അതിലിപ്പോൾ കറക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. 72 hours of coitus ആണ്. കോയിറ്റസ് ചെയ്തതിന് ശേഷം 72 hours നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഓക്കെ, ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പർ അയോൺസ് റിലീസ്ഡ് ഫ്രം കോപ്പർ റിലീസിംഗ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് IUDs are helpful for എന്തൊക്കെയോ റീസൺസ് ആണ്. ഓപ്ഷൻ എ is like prevent ovulation, option B make uterus unsuitable for implantation, option C decrease phagocytosis of sperms, and option D is suppress sperm motility. എന്താണ് ആൻസർ വരുന്നത്? ദേവിക ആൻസർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് സപ്രസ് സ്പേം മോട്ടിലിറ്റി എന്നുള്ള രീതിയിലാണ്. വേറെ ആർക്കെങ്കിലും ആൻസർ പറയാനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അലീനയും പറയുന്നു ഡി ആണ് എന്നുള്ളത്, ശ്രേയയും പറയുന്നു ഡി ആണ്. സോ സ്പേം മോട്ടിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ റിലീസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ IUDസിൽ നിന്ന്, ഇൻട്രായൂട്രൈൻ ഡിവൈസസിൽ നിന്ന് കോപ്പർ റിലീസ് ചെയ്യുമ്പോൾ അവർ പൊതുവെ സ്പേമിന്റെ മോട്ടിലിറ്റി ആയിരിക്കും കുറയ്ക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് പവിത്രയും കൂടി പറഞ്ഞു. സൂപ്പർ. നെക്സ്റ്റ് അസർഷൻ റീസൺ നമുക്ക് നോക്കാം. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഈസ് ഫോർ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയാസ്. ഓക്കെ, അതാണ് അസർഷൻ പറഞ്ഞിരിക്കുന്നത്. റീസൺ ഇസ് ലൈക്ക് ഇറ്റ് ഡീൽസ് വിത്ത് ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്. എന്തായിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കാം? അസർഷനും അതുപോലെ തന്നെ റീസൺ വായിച്ചു നോക്കുക. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. അതിൽ ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് എന്നൊന്ന് ആലോചിച്ച് പറയും. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? നിങ്ങൾക്ക് ഈ അസർഷൻ റീസണിന്റെ ഓപ്ഷൻസ് അറിയാത്തത് കൊണ്ടിട്ടാണോ അസർഷൻ റീസൺ നിങ്ങൾ ആൻസർ ചെയ്യാതെ വിടുന്നത്? അസർഷൻ റീസൺ ആൻസർ ചെയ്യാതെ വിടുന്നത് അതുകൊണ്ടിട്ടാണോ? അസർഷൻ റീസൺ എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് പഠിക്കണം. ഓക്കെ, മിസ് തന്നെ ആൻസർ പറയാം. ആൻസർ ഈസ് ഓപ്ഷൻ എ. അസർഷനും റീസണും ട്രൂ ആണ്. ആൻഡ് റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ അസർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എ ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് അസർഷൻ റീസൺ നോക്കാം. ദർ ഇസ് എ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഡ്യൂറിംഗ് 10 to 17 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 to 17 days ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ റീസൺ ഈസ് ലൈക്ക് ഓവുലേഷൻ ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റീസൺ. അപ്പോൾ റീസണും അസർഷനും വായിച്ച് നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്?
ഏത് ഓപ്ഷൻ ആയിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ചാറ്റ് ബോക്സിൽ നിറയെ വരുന്ന ആൻസർ. വെരി ഗുഡ്. ശ്രേയ, ദേവിക, അലീന, പവിത്ര എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അസേർഷനും റീസണും ട്രൂ ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അസേർഷൻ റീസണും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ 2 മാർക്ക് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് ആംനിയോസെന്റസിസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് മിസ്യൂസ്ഡ് എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ മറ്റൊരു രീതിയിൽ മീൻസ് മിസ് ഇങ്ങനെ ഓറായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഈ ക്വസ്റ്റ്യൻ ഈ സെയിം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. Why there is a statutory ban on amniocentesis and why is this technique so named? അങ്ങനെ ആ ഒരു പേര് വരാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. അതിനൊരു ബാനും കൂടി ഉണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് കൂടെ എഴുതണം. ആൻഡ് ഒരു മറ്റു ക്വസ്റ്റൻ അതിൻ്റെ ഒപ്പം തന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ആംനിയോസെന്റസിസ് മെൻഷൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും പറയണം. അപ്പോൾ എന്ത് വരും? അപ്പോൾ ആംനിയോസെന്റസിസ് എന്താണെന്നുള്ളത് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാം. ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അതങ്ങനെ പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മയുടെ ആ ഒരു വൂമ്പിനകത്തുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ടാണ്, ഫീറ്റസിന് ചുറ്റുമുള്ള ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമ്മൾക്ക് അതിനെ ആംനിയോസെന്റസിസ് എന്നുള്ള പേരിൽ വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് അതിന് നമ്മൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഒക്കെ അതിൽ കൊണ്ടുവന്നിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മിസ്യൂസ്ഡ്. എന്തിനു വേണ്ടിയിട്ട്? പലപ്പോഴും കുട്ടി ജനിക്കുന്നതിന് മുന്നേ കുട്ടിയുടെ സെക്സ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും, അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫീമെയിൽ ഫിറ്റിസൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ആംനിയോസെന്റസിസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഉള്ളത് എന്നുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആപ്ലിക്കേഷൻ നോക്കാം. പോസിറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രോമസോം അബ്നോർമാലിറ്റിയോ അല്ലെങ്കിൽ ജെനറ്റിക് ഡിസോർഡറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നെഗറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ സെക്സ് കുട്ടി ജനിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കിയിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ് ഒക്കെ നടത്താനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടിട്ട് അതൊരു നെഗറ്റീവ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു ഓറൽ പിൽസ് കണ്ടെയ്ൻ ആൻഡ് ഹൗ ഡു ദേ ആക്ട് ആസ് ഇഫക്റ്റീവ് കോൺട്രാസെപ്റ്റീവ്സ്? എന്താണ് ഓറൽ പിൽസിനകത്ത് ഉള്ളതെന്നൊക്കെയാണ് ചോദ്യം. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ആൻ ഓറൽ പിൽ യൂസ്ഡ് ആസ് എ കോൺട്രാസെപ്റ്റീവ് ബൈ ഹ്യൂമൻ ഫീമെയിൽസ്. എക്സ്പ്ലെയിൻ ഹൗ ഡസ് ഇറ്റ് പ്രിവെന്റ് പ്രഗ്നൻസി. അതല്ലാന്നുണ്ടെങ്കിൽ വൈ ഈസ് സഹേലി എ വെൽ ആക്സെപ്റ്റഡ് കോൺട്രാസെപ്റ്റീവ് പിൽ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആ മുകളിലത്തെ ചോദ്യത്തിന് നെയിം ആൻ ഓറൽ പില്ലിനുള്ള എക്സാമ്പിൾ ആയിട്ട് സഹേലി എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടി. എന്തായാലും ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓറൽ പിൽസിനകത്ത് എന്തൊക്കെയുള്ളത്, എങ്ങനെയാണ് അത് ആ ഒരു കൈൻഡ് ഓഫ് ഒരു കോൺട്രാസെപ്റ്റീവ് ഇഫക്റ്റീവ് ആക്കുന്നതിന് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവരെങ്ങനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ പ്രഗ്നൻസി ഒന്നും ഇല്ലാതെ എങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ അവർ ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ ഇംപ്ലാന്റേഷൻ അവർ ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഓൾട്ടറിംഗ് ദ ക്വാളിറ്റി ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് ദ മോട്ടിലിറ്റി ഓഫ് സ്പേം ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ സ്പേം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല സെർവൈക്കൽ മ്യൂക്കസ് ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ ക്വാളിറ്റി ഒക്കെ ചേഞ്ച് ചെയ്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കൂടെ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ സ്പേംസിന് മൂവ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. അങ്ങനെയും കൂടെ അവർ ചെയ്യാറുണ്ട്. ഇനി സഹേലിയെ പറ്റിയിട്ട് പറയുമ്പോൾ, സഹേലി ഒരു നോൺ സ്റ്റെറോയിഡൽ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. യൂഷ്വലി ഫീമെയിൽസിന് ആണ് അത് യൂസ് ചെയ്യുന്നത്. എല്ലാവരും കോൺട്രാസെപ്റ്റീവ് പിൽസ് പൊതുവെ ഫീമെയിൽസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഓവുലേഷൻ ഇംപ്ലാന്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇൻഹിബിറ്റ് ചെയ്ത് മോളി പറഞ്ഞ എന്ത് മെത്തേഡാണോ അതേ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ് എന്ത് സഹേലി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡു കോപ്പർ ആൻഡ് ഹോർമോൺ റിലീസിങ് IUDs ആക്ട് ആസ് എ കോൺട്രാസെപ്റ്റീവ്സ്? എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് കോപ്പർ റിലീസിങ് IUDയും അതുപോലെ ഹോർമോൺ റിലീസിങ് IUDസും കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആൻസർ വരിക? കോപ്പർ റിലീസിങ് IUDസും അതുപോലെ ഹോർമോൺ റിലീസിങ് IUDസും എങ്ങനെയാണ് കൃത്യമായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പറയൂ, കമന്റ് ബോക്സിൽ പറയൂ. എങ്ങനെയാണ് അവർ കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? അറിയാമോ? പറഞ്ഞു തരാം. കോപ്പർ റിലീസിങ് IUDs എന്ന് പറയുന്നത് CUT, CU7 പോലുള്ളവരൊക്കെയാണ്. അവർ കോപ്പർ റിലീസ് ചെയ്യും. അതെന്താ ചെയ്യുന്നത്? സ്പേമിന്റെ മോട്ടിലിറ്റി സപ്രസ് ചെയ്യാനും ആ ഒരു കൈൻഡ് ഓഫ് ഫെർട്ടിലൈസിങ് എബിലിറ്റി ഉണ്ടല്ലോ സ്പേംസിന്, അത് നഷ്ടപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹോർമോൺ റിലീസിങ് IUDക്ക് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ പഠിച്ചുകൊണ്ട് പിള്ളേരെ എക്സാമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ മിസ്സാൻ്റെ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു പോയതാണ്. വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എക്സാമ്പിൾ അതിൻ്റെ ഒപ്പം എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എക്സാമ്പിളും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പ്രൊജസ്റ്റാസേർട്ട്, അതുപോലെ തന്നെ
LNG-20 പോലെയുള്ളതൊക്കെയാണ് ഹോർമോൺ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു, സെർവിക്സിന് ഈ പറഞ്ഞ സ്പേമിനെ റിസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുന്നു, അതുപോലെ യൂട്രസിനെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുന്നതാണ് ഹോർമോൺ റിലീസിങ് IUD ചെയ്യുന്ന ഒരു ജോലി. അങ്ങനെയാണ് അവർ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവർ രണ്ടാളും എന്ത് ചെയ്യുന്ന അറിയാമോ, ഫാഗോസൈറ്റോസിസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടും അവർ ശ്രമിക്കാറുണ്ട്. രണ്ടും കോപ്പർ റിലീസിങ്ങും അതുപോലെ ഹോർമോൺ റിലീസിങ് IUDസും ഫാഗോസൈറ്റോസിസ് കൂട്ടാൻ വേണ്ടിയിട്ടും ശ്രമിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ സർജിക്കൽ മെത്തേഡ് അഡ്വൈസ്ഡ് ടു ഹ്യൂമൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആസ് എ മീൻ ഓഫ് ബർത്ത് കൺട്രോൾ. മെൻഷൻ ഇറ്റ്സ് വൺ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. സർജിക്കൽ മെത്തേഡാണ് നമ്മൾ പൊതുവെ ഹ്യൂമൻ മെയിൽ ആൻഡ് ഫീമെയിൽസ് ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് പറയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ പറഞ്ഞ സർജിക്കൽ മെത്തേഡിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് എനിക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയേണ്ടത്. ഏതൊക്കെയാണ് നമ്മളുടെ ചുറ്റുമുള്ള യൂഷ്വലി നമ്മൾ ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറയും? സർജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? രണ്ട് സർജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് സർജിക്കൽ മെത്തേഡ്സ്? യെസ്, വെരി ഗുഡ് പവിത്ര, വെരി ഗുഡ് അലീന. വെസക്ടോമി ഉണ്ട്, ട്യൂബെക്ടോമി ഉണ്ട്. വെസക്ടോമി ആരിൽ ചെയ്യുന്നതാണ്? It is done in males and tubectomy it is done in females അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. വെസക്ടോമി മെയിൽസിൽ ചെയ്യുന്നതാണ്. ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. നമ്മളവിടെ എന്ത് ചെയ്യും? വോസ് ഡിഫറൻസിനെ കട്ട് ചെയ്തിട്ട് നമ്മളതിനെ കെട്ടിവെക്കും അല്ലെ, ടൈ ചെയ്ത് നമ്മൾ വെക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ വെസക്ടോമി എന്ന് പറയുന്നത്. അപ്പോൾ സ്പേംസിനെ ടെസ്റ്റിസിൽ നിന്ന് കോപ്പുലേറ്ററി ഓർഗനിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ബാൻ ആണ് അല്ലെങ്കിൽ ഒരു ഹിൻഡ്രൻസ് ആണ് വെസക്ടോമിയിൽ നടക്കുന്നുണ്ടായിരിക്കുക. ട്യൂബെക്ടോമിയിലേക്ക് വരുമ്പം ട്യൂബെക്ടോമി ഇൻ ഫീമെയിൽസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് അതൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് പൊതുവെ ഫീമെയിൽസിൽ നടക്കുമ്പോൾ ഫീമെയിലിൻ്റെ ഫാലോപ്പിയൻ ട്യൂബാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ ടൈ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ഓവറിയിൽ നിന്ന് ഫെർട്ടിലൈസേഷൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് അതൊരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു വെരി ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ലൈക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 100% പ്രഗ്നൻസി ഉണ്ടാവില്ല, ദാറ്റ് ഇസ് ഷുവർ. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് നമ്മളിത് ചെയ്തു ആൻഡ് നമുക്കത് റിവേഴ്സ് ചെയ്യണം, നൗ ഐ ഡു വോണ്ട് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരാണ്, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ റിവേഴ്സ് ചെയ്യാനോ തിരിച്ച് അതിനെ വീണ്ടും മുറിച്ചിട്ട് കെട്ടി വെച്ചിരിക്കാനല്ലോ, കെട്ടിയതിനെ തിരിച്ച് കെട്ടിവെച്ചതിനെ അഴിച്ചിട്ട് തിരിച്ച് യോജിപ്പിക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. റിവേഴ്സ് ചെയ്യുന്നത് പോസിബിൾ അല്ലാത്തത് കൊണ്ടിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അതിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Next question is like, an infertile couple is advised to adopt test tube baby program. Describe two principal procedures adopted for such technologies. രണ്ട് procedures adopt ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രണ്ട് പ്രൊസീജിയേഴ്സ് അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഈസ് സിഫ്റ്റ് അല്ലേ, സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. അതൊരു ടെക്നിക്കാണ്. എന്ത് ചെയ്യും? സൈഗോട്ട് അല്ലെങ്കിൽ 8 ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള ഒരു ഏർലി എംബ്രിയോനെ നമ്മൾ ഫീമെയിലിൻ്റെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയാസിനെ നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IUT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കുക. A couple where both husband and wife are producing functional gametes but the wife is still unable to conceive is seeking medical aid. Describe any one method that you can suggest to this couple to become happy parents. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഫങ്ഷണൽ ആയിട്ടുള്ള ഗാമെറ്റ്സിനെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ആ ഫീമെയിലിന് ലേഡിക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഏത് മെത്തേഡായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കട്ടെ, ചാറ്റ് കമൻറ്റ് ബോക്സിൽ ഇടൂ. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? കറക്റ്റ് ആൻസർ എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഈസ് ലൈക്ക് ഗാമേറ്റ്സ് രണ്ട് പേരുടെ കയ്യിൽ നിന്നും, ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ വൈഫിൽ നിന്നിട്ടുള്ള ഗാമേറ്റ്സിനെ നമ്മൾ കളക്ട് ചെയ്യും, ദാറ്റ് സ്പേമും ഓവും. എന്നിട്ട് അത് ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ ലബോറട്ടറി കണ്ടീഷൻസിൽ അതിൽ നിന്നൊരു സൈഗോട്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഫെർട്ടിലൈസേഷൻ പുറത്ത് വെച്ച് നടക്കുന്നത് കൊണ്ട് നമ്മളിതിനെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഈ സൈഗോട്ടിനെയോ അല്ലെങ്കിൽ എംബ്രയോനെയോ നമ്മൾ ഫീമെയിലിൻ്റെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിഫ്റ്റ് വഴിയായിട്ട് നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. 8 ബ്ലാസ്റ്റോമിയേഴ്സിൽ കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ യൂട്രസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കാം, ദാറ്റ് ഈസ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. സിമിലർ ആയിട്ടുള്ള ആൻസർ വരുന്ന രീതിയിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A 23-year-old Sahil has been diagnosed with an infection of reproductive tract caused by bacteria.
He complains about burning sensation during urination, pus containing discharge and pain around the genitalia. This infection has incubation period of 2 to 5 days but can be cured. ഒരു കൈൻഡ് ഓഫ് ഒരു കേസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രം വിച്ച് ഡിസീസ് സഹീൽ ഈസ് സഫറിങ്? സഹീലിന് ഏത് ഡിസീസ് ഉള്ളത്? ക്ലാമിഡിയാസിസ്, ഹെർപ്പസ്, ഗൊണോറിയ, സൈഫിലിസ്. ഏതാണ് സഹീലിനുള്ള അസുഖം? പെട്ടെന്ന് പറയൂ. സഹീലിന്റെ അസുഖം എന്തായിരിക്കും? ക്ലാമിഡിയാസിസ്, ഹെർപ്പസ്, ഗൊണോറിയ, സിഫിലിസ്. ഓപ്ഷൻസ് ഇടുന്നില്ലേ? സിഫിലിസ് ആണെന്നാണ് കമന്റ് ബോക്സിൽ വരുന്ന ആൻസർ. സിഫിലിസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. സിഫിലിസ് അല്ല, സഹീലിനുള്ളത് ഗൊണോറിയ ആണ് കേട്ടോ. ഗൊണോറിയ ആണ് നമ്മുടെ സഹീലിനുള്ള അസുഖം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. അവിടെ തന്നിരിക്കുന്ന ആ ഒരു ഈ പറഞ്ഞ എന്താ നമ്മുടെ കുറച്ച് സിംറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, ആ സിംറ്റംസ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് among the following reproductive tract infections is transmitted by bacteria? ബാക്ടീരിയ വഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്? ട്രൈക്കോമോണിയാസിസ്, കാൻകറോയിഡ്, ജെനിറ്റൽ വാർട്സ് ആൻഡ് ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ബാക്ടീരിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും ആൻസർ? നോക്കാം. ദാറ്റ് ഈസ് കാൻകറോയിഡ്. കാൻകറോയിഡ് ആണ് ബാക്ടീരിയ വഴി ഉണ്ടാകുന്നത്. ട്രൈക്കോമോണിയാസിസ് ഉണ്ടാക്കുന്നത് ആരാണ്? ട്രൈക്കോമോണിയാസിസ് ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നും ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ സഹീൽ? സഹീലിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഓപ്ഷൻ എ ഇസ് ലൈക്ക് ക്രയോ സർജറി, യൂസ് ഓഫ് പോഡോഫൈലം പ്രിപ്പറേഷൻ, യൂസ് ഓഫ് ആന്റിബയോട്ടിക് ആംപിസിലിൻ ആൻഡ് ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ്, ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. നമുക്കതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി എന്തായാലും അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ആൻസർ എന്ത് വരും? ആൻസർ എന്താ വരാന്നുള്ളത് നമുക്ക് നോക്കാം. ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ആംപിസിലിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടെക്നിക് വാസ് യൂസ്ഡ് ടു ഡയഗ്നോസ് സഹീൽസ് ഡിസീസ്? സഹീലിന്റെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇസ് ലൈക്ക് gram staining of discharge in culture. Option B is like ELISA test. Option C antibody detection. Option D antigen test. എന്തായിരിക്കും, ഏത് മെത്തേഡ് ആയിരിക്കും നമ്മൾ നമ്മുടെ സഹീലിൻ്റെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? പറയൂ. സഹീലിൻ്റെ ഡിസീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ, ട്രീറ്റ് ചെയ്യാനല്ല ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ ആണെന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വരുന്നത്. ഓപ്ഷൻ എ ആണോ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുക, നമ്മളുടെ ആ ഒരു ഡിസ്ചാർജിൻ്റെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് നമ്മളതിനെ കൾച്ചർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആണ് ട്രെപ്പോനിമ പല്ലിഡം, നീസേറിയ ഗൊണോറിയെ, ഹെമോഫിലസ് ഡുക്രയി ആൻഡ് ട്രൈക്കോമോണാസ് വെജൈനാലിസ്. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓഡ് വൺ ഔട്ട് ഡി ആണോ, ട്രൈക്കോമോണസ് വെജൈനാലിസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. യെസ്, കറക്റ്റ് ആൻസർ ദേവിക. ട്രൈക്കോമോണാസ് വെജൈനാലിസ് ആണ്. ശ്രേയയുടെയും കറക്റ്റ് ആൻസർ ആണ്. ട്രൈക്കോമോണാസ് വെജൈനാലിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ആ ഒരു ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററെ അസോസിയേറ്റ് ചെയ്തിട്ട് മിസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം വലിയ ഒരു ചാപ്റ്ററാണ് കേട്ടോ. അത് 8 മാർക്സിന് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് മെൻഡൽസ് എക്സ്പെരിമെന്റ്സ്. മെൻഡലിൻ്റെ എല്ലാ എക്സ്പെരിമെന്റ്സും പഠിക്കണം. മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ്, ടെസ്റ്റ് ക്രോസ്, ബാക്ക് ക്രോസ്, സകല എക്സ്പെരിമെന്റ്സും പഠിക്കണം. എക്സ്പെരിമെന്റ് ലൈക്ക് എങ്ങനെയാണ് ആ ക്രോസ് ചെയ്യുന്നത്, ആ ക്രോസ് ചെയ്യുന്ന മെത്തേഡ്, ആ ക്രോസിൽ എങ്ങനെ നമുക്ക് ഗാമെറ്റ്സ് എഴുതുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, സകല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ എക്സ്പെരിമെന്റ് അസോസിയേറ്റഡ് ആയിട്ട് മെൻഡൽ ഒരു 3 ലോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 3 ലോസും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. പെഡിഗ്രി എന്താണെന്നുള്ളതും, പെഡിഗ്രിയിൽ കുറേ സിമ്പിൾസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇല്ലേ. അപ്പോൾ ആ സിമ്പിൾസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. പിന്നെ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 3 ടൈപ്പ് ഉണ്ട് അല്ലേ. മെയിൽ ഹെട്രോഗാമൈറ്റി, അതുപോലെ ഫീമെയിൽ ഹെട്രോഗാമൈറ്റി. അതിനകത്ത് XXXY, XXXO, ZZZW എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ 3 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ പഠിക്കേണ്ടത് മെന്റലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും ആണ്. ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ. ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ഫീനൈൽകീറ്റോണൂറിയ, തലാസീമിയ,
ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സിൻഡ്രോംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സിൻഡ്രോംസ് എല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ZZ-ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് സീൻ ഇൻ ഡാഷ്. ആരിലാണ് ZZ-ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുക? ഓപ്ഷൻ എ ഇസ് ലൈക്ക് പ്ലാറ്റിപ്പസ്, ഓപ്ഷൻ ബി സ്നെയിൽസ്, കോക്രോച്ച്, പീകോക്ക്. ഏതിലായിരിക്കും ZZ-ZW വരുന്നുണ്ടാവുക? ഏതിലായിരിക്കും ZZ-ZW വരിക? പറയൂ, കമന്റ് ബോക്സിൽ പറയൂ. ZZ-ZW ബേർഡ്സിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ആയക്കൊരു ബേർഡ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിട്ടുള്ള പീകോക്ക് ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആയിട്ടുള്ള പീകോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒക്കേഷണലി എ സിംഗിൾ ജീൻ മേ എക്സ്പ്രസ് മോർ ദാൻ വൺ ഇഫക്റ്റ് ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ആസ് ഡാഷ്. ചില സമയത്ത് ഒരു സിംഗിൾ ജീൻ എന്ത് സംഭവിക്കാറുണ്ട്? ഒന്നിൽ കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഓപ്ഷൻ എ മൾട്ടിപ്പിൾ അല്ലീലിസം, മൊസൈക്കിസം, പ്ലിയോട്രോപ്പി ആൻഡ് പോളിജെനി. എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക? കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണെന്നാണ് എല്ലാവരും ചാറ്റ് ബോക്സിൽ പറയുന്നത്. ദേവികയും ശ്രേയയും ഒക്കെ പറയുന്നത് ഓപ്ഷൻ സി ആണെന്നാണ്. ഒബ്വിയസ്ലി ഓപ്ഷൻ സി പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ രീതിയിൽ എക്സ്പ്രസ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. സോ വെരി ഗുഡ് ശ്രേയ, ദേവിക, പവിത്ര, ഗൗതം എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് എ കപ്പിൾ ഹാസ് 6 daughters. വാട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ് ദെയർ ഹാവിങ് എ ഗേൾ നെക്സ്റ്റ് ടൈം? ഒരു കപ്പിളിന് 6 കുട്ടികളുണ്ട്. അടുത്ത തവണ ഒരു പെൺകുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളതാണ്. 10%, 50%, 90%, 100%. എന്തായിരിക്കും അതിൻ്റെ ഒരു പോസിബിലിറ്റി? പറയൂ, പോസിബിലിറ്റി എന്തായിരിക്കും? ഓക്കെ, ആൻസേഴ്സ് വരുന്നത് ഓപ്ഷൻ ബി എന്നാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി ഇന്ന് എത്ര കുട്ടികളുണ്ടെങ്കിലും നെക്സ്റ്റ് കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഒരു മാറ്റമില്ല. ആൺകുട്ടി ഉണ്ടാവാനും പെൺകുട്ടി ഉണ്ടാവാനുള്ള ചാൻസസ് ലൈക്ക് ഒബ്വിയസ്ലി ദാറ്റ് ഇസ് 50-50 അല്ലേ? അപ്പോൾ 50% ചാൻസ് ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഇൻ മൈസ് വൈ ഇസ് ദ ഡോമിനന്റ് അലീൽ. ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ മൈസ് വൈ ഇസ് ദ ഡോമിനന്റ് അലീൽ ഫോർ യെല്ലോ ഫർ ആൻഡ് സ്മോൾ വൈ ഇസ് ദ റെസസീവ് അലീൽ ഫോർ ദ ഗ്രേ ഫർ. ക്യാപിറ്റൽ വൈ ഡോമിനന്റ് അലീലാണ് യെല്ലോ ഫറിന് വേണ്ടിയിട്ട്, സ്മോൾ വൈ റെസസീവ് അലീലാണ് ഗ്രേ ഫറിന് വേണ്ടിയിട്ട്. സിൻസ് വൈ ഈസ് ലീതൽ, ക്യാപിറ്റൽ വൈ ഈസ് ലീതൽ ഇൻ എ ഹോമോസൈഗസ് കണ്ടീഷൻ, the result of the cross between capital Y small y and capital Y small y will be dash. എന്തായിരിക്കും ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറഞ്ഞൊരു ക്രോസ് നമ്മൾ ചെയ്താൽ, അങ്ങനെ ഒരു ക്രോസ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് ആയിട്ട് കിട്ടുക? യൂഷ്വലി നമ്മൾ അത്തരത്തിലുള്ളൊരു ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 4 എണ്ണമായിരിക്കും നമുക്ക് പ്രോജനി ആയിട്ട് കിട്ടുന്നത്. 3:1 ആണ് റേഷ്യോ. പക്ഷെ ഇവിടെ എല്ലാവരും ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസറും ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആയി? 2:1 വരാനുള്ള റീസൺ എന്താണ്? 3:1 എന്നല്ല യൂഷ്വലി റേഷ്യോ വരുന്നത്, പക്ഷെ അല്ല 2:1 എന്നാണ് ഇപ്പൊ ആൻസർ വന്നേക്കുന്നത്. വൈ ലീതലാണ് എന്ന് പറഞ്ഞു. വൈ ലീതലാവുന്നത് എപ്പോ? ക്യാപിറ്റൽ വൈ ലീതലാവുന്നത് എപ്പോ? ഹോമോസൈഗസിൽ വന്നാൽ. ആൻഡ് നമ്മൾ ഇത്തരത്തിലൊരു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ വൈ എന്ന് ഒരു കുട്ടി ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് ജീനോടൈപ്പ് ഉള്ള 2 കുട്ടികളും, സ്മോൾ വൈ എന്ന് ജീനോടൈപ്പ് ഉള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കും. അപ്പൊ ക്യാപിറ്റൽ വൈ ഉള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്, ലീതലാണ്, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഡൈ. അപ്പൊ ബാക്കി വരുന്നത് 3 കുട്ടികളേ ഉള്ളൂ. അപ്പൊ 2 യെല്ലോയും 1 ഗ്രേയും കിട്ടും. അങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം കേട്ടോ. Assertion reason നോക്കാം. In a monohybrid cross, F1 generation indicate dominant characters and reason is like dominance occurs only in heterozygous state. ഇങ്ങനെയാണ് assertion reason തന്നിരിക്കുന്നത്. assertion reason വായിച്ചു നോക്കുക. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ABCD യിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം? ചിന്തിച്ചു നോക്കൂ. ഓപ്ഷൻ സി ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ്, നമുക്ക് നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ സി. അസേർഷൻ ട്രൂ ആണ്, പക്ഷേ റീസൺ എന്തല്ല? ഫോൾസ് അല്ല. ഹെട്രോസൈഗസിൽ മാത്രമല്ല ഡോമിനൻസ് നടക്കുന്നത് അല്ലേ? മറ്റേ ഹോമോസൈഗസിലും എന്ത് നടക്കാറുണ്ട്? ഡോമിനൻസ് നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് അസേർഷൻ റീസൺ കൊടുത്തിട്ടുണ്ട് നോക്കുക. ക്രോസ് ഓഫ് F1 ഇൻഡിവിജ്വൽ വിത്ത് റെസസീവ് ഹോമോസൈഗസ് പാരന്റ് ഈസ് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസിന്റെ ഡെഫിനിഷൻ ആണോ അത്? ആലോചിച്ച് നോക്കാം കേട്ടോ. റീസൺ ഈസ് ലൈക്ക് നോ റെസസീവ് ഇൻഡിവിജ്വൽ ആർ ഒബ്റ്റൈൻഡ് ഇൻ ദ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് പ്രോജനി. 2 തന്നിട്ടുണ്ട്, അസേർഷൻ തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് പറയാം കേട്ടോ. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? അതും ഓപ്ഷൻ സി ആണോ കറക്റ്റ് ആയിട്ട് വരുന്നത്? യെസ്, നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് അല്ലേ? അസേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ക്രോസിന്റെ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്.
പക്ഷെ ടെസ്റ്റ് ക്രോസിന്റെ ഡെഫിനിഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള റീസൺ അല്ല അത് അല്ലേ. അപ്പൊ അതുകൊണ്ട് റീസൺ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റീസൺ ഫാൾസ് ആണ്, അസർഷൻ ട്രൂ ആണ് എന്നുള്ള ഓപ്ഷൻ സി ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് നെയിം ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് വേർ F1 phenotype resembles only one of the two parents. രണ്ട് പാരന്റ്സിൽ ഒരാളെ റിസംബിൾ ചെയ്യുന്ന പാറ്റേണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഡസ് നോട്ട് റിസംബിൾ either of the two parents and is in between the two. രണ്ടുപേരെ റിസംബിൾ ചെയ്യുന്നില്ല, രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസംബ്ലൻസ് ആണ് ഉള്ളത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? രണ്ട് പാറ്റേണിനെ എന്തായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആൻസേഴ്സ് വരുന്നത് ഏതെങ്കിലും ഒരു പാരന്റിനെ റിസംബിൾ ചെയ്യുന്നതിന്, എക്സാക്ട്ലി റിസംബിൾ ചെയ്യുന്നതിന് നമ്മൾ ഡോമിനൻസ് എന്ന് പറഞ്ഞ് വിളിക്കും. രണ്ടുപേരെയും റിസംബിൾ ചെയ്യുന്നില്ല, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസംബ്ലൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ് ഫ്രൂട്ട് ഫ്ലൈ. Why did Morgan prefer to work with fruit flies for his experiments? State any 3 reasons. 3 റീസൺസ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മോർഗൻ, TH മോർഗനെ ഓർമ്മയില്ലേ? TH മോർഗൻ എന്തുകൊണ്ട് ഫ്രൂട്ട് ഫ്ലൈസിനെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് എഴുതേണ്ടത്. ഫ്രൂട്ട് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം കൂടെ എഴുതണം. എന്താണ് ഫ്രൂട്ട് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം എന്ന് ഒന്ന് പറഞ്ഞേ. എന്താണ് ഫ്രൂട്ട് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം എന്നൊന്ന് പറയൂ, ചാറ്റ് ബോക്സിൽ പറയൂ. എന്താണ് ഫ്രൂട്ട് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം? എന്തായിരിക്കും സയന്റിഫിക് നെയിം ആയിട്ട് വരുന്നുണ്ടാവുക? എന്തെങ്കിലും ഉണ്ടോ സയന്റിഫിക് നെയിം ആയിട്ട് വരുന്നത്? ഇല്ല, സയന്റിഫിക് നെയിമേ ഇല്ല. അങ്ങനെയാണോ? സയന്റിഫിക് നെയിം അറിയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സയന്റിഫിക് നെയിം എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഫ്രൂട്ട് ഫ്ലൈയുടെ മാത്രമല്ല, എന്തൊക്കെ നമ്മൾ സയന്റിഫിക് നെയിം പഠിക്കുന്നുണ്ടോ എല്ലാത്തിനും സയന്റിഫിക് നെയിം പഠിക്കണം. ഈ പറഞ്ഞ ഫ്രൂട്ട് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആണ്. TH മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വർക്കിന് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം അല്ലേ. അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ആണ്. 4 pairs ഓഫ് ക്രോമസോംസ് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്രോമസോമൽ സ്റ്റഡീസ് ഒക്കെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര റാപ്പിഡ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടും കൂടിയിട്ടാണ് ഫ്രൂട്ട് ഫ്ലൈനെ TH മോർഗൻ ഈ പറഞ്ഞ പരിപാടിക്ക് ചൂസ് ചെയ്തത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്നാപ്ഡ്രാഗൺ a cross between true breeding red flowered RR plants, capitular plants, and true breeding white flowered smaller plants showed a progeny of plants with all pink flowers. Okay, question നോക്കുക. The appearance of pink flowers is not known as blending. Why? എന്തുകൊണ്ട് ആ pink flowers ഉണ്ടാവുന്നതിനെ blending എന്ന് വിളിക്കാറില്ല? എന്തുകൊണ്ട്? Second one is like, what is the phenomenon known as? ഫിനോമിനനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ വരിക? ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റെഡ് ഫ്ലവർ ഉണ്ടായിരുന്നു, ക്യാപിച്ചുലാർ. ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നു, സ്മോളാർ. പ്രോജനി വന്നത് പിങ്ക് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് കേട്ടോ. ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. പിങ്ക് ഫ്ലവർ വരുന്നതിനെ ബ്ലെൻഡിങ് എന്ന് വിളിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ബ്ലെൻഡിങ് എന്ന് വിളിക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡിങ് ഇസ് ആക്ച്വലി മിക്സിംഗ് അപ്പ് ഓഫ് 2 കളേഴ്സ്. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൽ റെഡ് ആൻഡ് വൈറ്റ് കളേഴ്സ് അപ്പിയർ ഇൻഡിപെൻഡൻ്റ്ലി അറ്റ് സെല്ലുലാർ ലെവൽ. അതുകൊണ്ട് ബ്ലെൻഡിങ് നടക്കുന്നില്ല. റെഡ് ആൻഡ് വൈറ്റ് കളേഴ്സ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? F2 ജനറേഷനിൽ റീഅപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ആൻഡ് ഈ എൻറ്റയർ പ്രോസസ്സിനെയാണ് വാട്ട് വി കോൾ ആസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളതിനെ വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റഡി ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ക്രോസ് എ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാണ്ട് എന്താണ് ആ ഫിഗറിന്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഐഡന്റിഫൈ ഇൻ വിച്ച് ഓഫ് ദ ക്രോസസ് ദ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ ദ ജീൻസ് ഈസ് ഹയർ. ഗീവ് റീസൺസ് ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. ഈ പറഞ്ഞ ക്രോസസിൽ പല ക്രോസ് ഉണ്ട്. ദാറ്റ് വൺ ഈസ് ക്രോസ് എ. നെക്സ്റ്റ് സെക്കൻഡ് ഈ താഴെയുള്ളതാണ് മിസ് ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നതാണ് ക്രോസ് ബി എന്ന് പറയുന്നത്. അവരുടെ ലിങ്കേജ് ഏറ്റവും കൂടുതൽ ഏത് ജീന് ലിങ്കേജ് കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ആ ലിങ്കേജിന്റെ സ്ട്രെങ്ത് കൂടുതലായിട്ട് കാണുന്നത് ഏത് ക്രോസിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് അതിനുള്ള റീസണും കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറയൂ, ഏതിലായിരിക്കും? ക്രോസ് എയിലാണോ ക്രോസ് ബിയിലാണോ ഈ പറഞ്ഞ ലിങ്കേജിന്റെ സ്ട്രെങ്ത് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കാം? ഏതിലായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം? ഗെസ്, വൈൽഡ് ആയിട്ടുള്ള ഗെസ് എന്താണ്? നമുക്ക് ആൻസർ നോക്കിക്കളയാം. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ലിങ്കേജിന്റെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നത് ക്രോസ് എയിലാണ് ദാൻ ക്രോസ് ബി. കാരണം ലിങ്കേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹയർ വെൻ 2 ജീൻസ് ആർ പ്രസന്റ് ക്ലോസ്ലി ഓൺ ദ സെയിം ക്രോമസോം.
ഒരേ ക്രോമസോമിന് 2 ജീനും വളരെ അടുത്തടുത്ത് വരുമ്പോഴാണ് ആ ലിങ്കേജിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുന്നത് അല്ലേ. ഭയങ്കര ദൂരെ ഇരിക്കുമ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ക്രോസ് ബിയിലേക്ക് വരുമ്പം ഈ പറഞ്ഞ ക്രോസിംഗ് ഓവറിന്റെ അല്ലെങ്കിൽ റീകോമ്പിനേഷന്റെ ചാൻസസ് എന്ന് പറയുന്നത് ഹയർ ആണ്. ബിക്കോസ് ജീൻസ് എന്ന് പറയുന്നത് വളരെ ലൂസ് ആയിട്ടാണ് ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഓഫ് ദ ലിങ്കേജ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക എ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസിലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. When a tall pea plant was selfed, it produced 1/4 of its progeny as dwarf. Explained with the help of a cross. Simple question, direct question ആണ്. ടോൾ പീ പ്ലാന്റിനെ സെൽഫ് ചെയ്തപ്പോൾ 1/4 പ്രോജനി ഡ്വാർഫ് ആയിരുന്നു എന്ന് വെച്ചാൽ കിട്ടിയതിൽ 4 എണ്ണത്തിൽ ഒരെണ്ണം ഡ്വാർഫ് ആയിരുന്നെങ്കിൽ അതിനൊരു ക്രോസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക? ക്രോസ് വരച്ചൊക്കെ കാണിക്കണം. അപ്പോൾ അത് വരയ്ക്കാനുള്ള ഒരു സാഹചര്യം എന്തായാലും ചാറ്റ് ബോക്സിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് മിസ് തന്നെ കാണിച്ചു തരാം കേട്ടോ. എക്സ്പ്ലനേഷൻ ആദ്യം നമുക്ക് നോക്കാം. Explanation is like tall plant എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ജീനോടൈപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ either capital T ആവാം അല്ലെങ്കിൽ capital T small t ആകാം. And 2 tall pea plants that produce some dwarf plant among their progenies must be heterozygous with the genotype capital T small t. എന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണം എന്തായാലും ഡ്വാർഫ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ what happens is like genotype എങ്ങനെയുള്ളതായിരിക്കണം? capital T small t എന്നുള്ളതായിരിക്കണം. കാരണം capital T എടുത്തു കഴിഞ്ഞാൽ ഡ്വാർഫ് ഓഫ്സ്പ്രിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് that is എന്താണ് പോസിബിൾ അല്ല. കാരണം ഡ്വാർഫ്നെസ്സിനെ കാണിക്കുന്നത് സ്മോൾ ലെറ്റർ ടി ആണ്. ഇത് ഹോമോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ്ഡ് ആവേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ടി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. വി ക്യാൻ ഐദർ ചൂസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്രോസ് വെച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രോസ് വെച്ച് നമുക്ക് എങ്ങനെ കാണിക്കാം? വി ക്യാൻ ഷോ ദാറ്റ്. നമ്മൾ ക്രോസ് കാണിച്ചു തരാം കേട്ടോ. ക്രോസ് ഇതായി ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. പണ്ണറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രോസ് വരയ്ക്കണം. ഗാമേറ്റ്സിനെ വരയ്ക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 3 എണ്ണം ടോൾ ആയിട്ടുള്ള സ്പീഷീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരെണ്ണം ഡ്വാർഫ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആ ഡ്വാർഫ് ഒരെണ്ണം കിട്ടിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അത് തന്നെയല്ലേ. നിങ്ങൾക്ക് ഒരെണ്ണം ഡ്വാർഫ് ആയിട്ടുള്ളതാണ് കിട്ടിയേക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 25% എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എന്ത് ഡ്വാർഫ് ആയിട്ടുള്ളത്. 75% എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ടോൾ ആയിട്ടുള്ളത് എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് സ്മോൾ ടി ആണ് ഡ്വാർഫ് കണ്ടീഷൻ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ് white-eyed yellow-bodied female Drosophila crossed with red-eyed brown-bodied male Drosophila. Male ne female features on ortho vechirikada. And this produced a F2 generation with 1.3% recombinance and 98.7% progeny with parental type combination. അങ്ങനെ മെയിലും ഫീമെയിലും എടുത്ത് നമ്മൾ അതിനെ ക്രോസ് ചെയ്തപ്പം അതിൽ നിന്നുണ്ടായ കുട്ടികളിൽ 1.3% റീകോമ്പിനൻസ് ആയിരുന്നു. 98.7% പ്രോജനി എന്ന് പറയുന്നത് പാരന്റൽ കോമ്പിനേഷൻസ് ഉള്ളവരായിരുന്നു. This observation of Morgan deviated from Mendelian F2 phenotypic dihybrid ratio. Explain giving reasons Morgan's observation. ഈ പറഞ്ഞ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെൻഡലിന്റെ റേഷ്യോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് അല്ലേ. 1.3 98.7 ഇസ് ലൈക്ക് ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് മോർഗൻസ് ഒബ്സർവേഷനോട് റീസൺസ് വെച്ചിട്ടാണ് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് റീസൺസ് എന്തൊക്കെയാണ്, എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. Okay, result obtained were due to what process? The process is called as linkage. It is a phenomenon in which 2 or more linked genes are inherited together and the frequency of recombination in a test cross progeny is less than the expected 50%. ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 or 3 ജീൻസ് അല്ലെങ്കിൽ 2 കൂടുതൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസിനെ ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ആൻഡ് അവരുടെ റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ക്രോസിൽ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 50% കുറവായിരിക്കും. മോർഗൻ പൊതുവെ ഈ എക്സ്പെരിമെന്റ് നടത്തിയത് നമ്മുടെ ഡ്രോസോഫിലയ്ക്കകത്തായിരുന്നു. ദ ജീൻസ് ഫോർ ഐ കളർ ആൻഡ് ബോഡി കളർ ഷോ ലിങ്കേജ് ആൻഡ് ഡു നോട്ട് അലൗ ക്രോസിംഗ് ഓവർ ഡ്യൂറിംഗ് ഗാമേറ്റ് ഫോർമേഷൻ. അദ്ദേഹം എടുത്തിട്ടുള്ള ഡ്രോസോഫിലയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ഐ കളറും ബോഡി കളറും ഒക്കെ ലിങ്കേജ് കാണിക്കുന്നുണ്ട്, പക്ഷെ ക്രോസിംഗ് ഓവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പാരന്റൽ പ്രോജനി എന്ന് പറയുന്നത് കൂടുതൽ റേഷ്യോയിൽ കാണാൻ സാധിക്കും കമ്പയർഡ് ടു റീകോമ്പിനൻസ്. അതുകൊണ്ടാണ് റീകോമ്പിനൻസ് വളരെ കുറച്ച് എമൗണ്ടിലും ആ ക്രോസിംഗ് ഓവർ നടന്നാൽ മാത്രമേ റീകോമ്പിനേഷൻ സംഭവിക്കുള്ളൂ അല്ലെ. ക്രോസിംഗ് ഓവർ നടന്നില്ല, ലിങ്കേജ് ആണ് സംഭവിച്ചത്. സോ ക്രോസിംഗ് ഓവർ ഇല്ലാതിരുന്നത് കൊണ്ട് റീകോമ്പിനൻസിന്റെ അളവ് കുറവും പാരന്റൽ ടൈപ്പിന്റെ പ്രോജനി കൂടുതലുമായിട്ടുള്ള ഒരു റേഷ്യോയിൽ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ പെർസെന്റേജിൽ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണ്
ആൻസർ വരുന്നത്. കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ആൻസർ ആണ്, പക്ഷെ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് കുറച്ച് എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് മിസ് കമൻറ്റ് ബോക്സിൽ ഇതൊന്നും ചോദിക്കാത്തത്. പക്ഷേ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, വർക്ക് ഔട്ട് എ ടിപ്പിക്കൽ മെന്റീലിയൻ ഡൈഹൈബ്രിഡ് ക്രോസ് ആൻഡ് സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. ഒന്നും പറഞ്ഞിട്ടില്ല. മെന്റീലിയൻ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ക്യാരക്ടർ വേണമെന്നോ എന്ത് ട്രെയിറ്റ് വേണമെന്നോ ദാറ്റ് ഇസ് അപ് ടു യു. ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ളതുപോലെ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യാം. 16 എണ്ണം കിട്ടണം, ഓഫ് സ്പ്രിങ്സ് ആയിട്ട് 16 എണ്ണം. 9:3:3:1 എന്നുള്ളൊരു പ്രോജനി നിങ്ങൾക്ക് കിട്ടണം. അത്ര മാത്രം കിട്ടേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. അവസാന ലോ ഏതാണ്, ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാണെന്നും കൂടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് എഴുതി വെച്ചാൽ മതിയായിരിക്കും അല്ലേ. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് പൊതുവേ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏത് ക്യാരക്ടേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ഒന്ന് പറഞ്ഞു, ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. ഏത് ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് പൊതുവേ നമ്മൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കുന്നുണ്ടല്ലോ, ആ ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസ് ഏത് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഏത് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? റൗണ്ട്, യെല്ലോ, ഓർക്കുന്നുണ്ടോ? ആ കളർ വെച്ചിട്ടാണോ? പെൻഗ്വിൻ നമ്മളത് കളർ വെച്ചിട്ടാണോ ചെയ്തിരിക്കണേ? എന്തിൻ്റെ കളറാണ്? ഫ്ലവറിൻ്റെ കളറാണോ? സീഡിൻ്റെ കളറാണോ? സീഡ് പോഡിൻ്റെ കളറാണോ? ഏത് കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്? അല്ല, ഏത് ക്യാരക്ടർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്? കളർന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഓർമ്മയില്ല മിസ്, ഓർമ്മയില്ലെങ്കിൽ വേണ്ട, ചൊവ്വാഴ്ച എക്സാം എഴുതാൻ പോകുന്നവരാണ്. ഓർമ്മയില്ലാതെ അങ്ങോട്ട് പോയാൽ മതി, എന്നിട്ട് അവിടെ ആൻസർ ആയിട്ട് അത് എഴുതിയാൽ മതി കേട്ടോ. സീഡിൻ്റെ, യെസ്, വെരി ഗുഡ്. പെൻഗ്വിൻ്റെ ഒറിജിനൽ പേരെന്താ കുട്ടി? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് ലോ വരുന്നത്. അതിനുശേഷം ഞാൻ ക്രോസ് കാണിച്ചു തരാം കേട്ടോ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് മെൻഡലിന്റെ 3rd ലോ ആണ്. That is based on the inheritance of 2 genes, that is dihybrid cross, which states that when 2 pairs of contrasting characters or contrasting traits are combined in a hybrid, segregation of one pair of characters independent on the pair of the other pair of characters എന്നുള്ളതാണ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 പേര് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡ് ഉണ്ടാകുന്നത്. ആൻഡ് ഈ പറഞ്ഞതിനകത്ത് നിന്ന് ഒരു പെയറിൻ്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് മറ്റേ പെയറിൻ്റെ സെഗ്രിഗേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ളത് പറയുന്നതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ലോ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ബാക്കി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ക്രോസ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. ക്രോസ് മിസ് ഇവിടെ കാണിച്ചു തരാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ 3 മാർക്കായിരിക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ എന്നുള്ള രീതിയിലുള്ള ഒരു 2 ക്യാരക്ടേഴ്സ് എടുക്കുക. ഇതുപോലെ ഗ്യാമെറ്റ്സിനെ ഫൈൻഡ് ചെയ്യുക. ഗ്യാമെറ്റ്സിൽ നിന്ന് നമുക്ക് F1 ജനറേഷൻ കിട്ടും. സെൽഫ് ചെയ്യുന്നു, 16 എണ്ണം കുട്ടികൾ കിട്ടുന്നു. ആ 16 എണ്ണത്തിനെ നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു റേഷ്യോയിലെത്തുന്നു. ദാറ്റ് ഈസ് 9:3:3:1. ഈ ക്രോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടൂ. ക്രോസ് ചെയ്യാൻ അറിയാവോ? മിസ്സപ്പി ചെയ്തേക്കുന്ന ക്രോസിനകത്ത് ജീനോ ടൈപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ താഴെ സ്ഥലം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും കൂടെ എഴുതണം. ലൈക്ക് റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡൗട്ട് ചോദിക്കുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പേരും കൂടെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടുകൂടാ, മിസ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A woman with blood group A marries a man with blood group O. Discuss the possibilities of the inheritance of the blood group in the following, starting with yes or no with each, for each. Okay, ഓപ്ഷൻ ഏതാ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഏത് നോക്കാം. ദേ പ്രൊഡ്യൂസ് ചിൽഡ്രൻ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ ഓൺലി ആണോ? യെസ് ഓർ നോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. പിന്നെ അതിന് എക്സ്പ്ലെയിൻ കൂടെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഒരു വുമൺ ഉണ്ടായിരുന്നു, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. അവർ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ആളെന്ന് പറയുന്നത് ആ പുരുഷൻ O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്ക് A ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ്? യെസ് ഓർ നോ പറയൂ. യെസ് ഓർ നോ ആണ്. എക്ക് എന്തായിരിക്കും വരിക? യെസ് ആണോ നോ ആണോ? ബി നോക്കുക. ദേ പ്രൊഡ്യൂസ് ചിൽഡ്രൻ സം വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് സം വിത്ത് A ബ്ലഡ് ഗ്രൂപ്പ്. ചില കുട്ടികൾക്ക് O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ചില കുട്ടികൾക്ക് A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Oയും ഉണ്ടാകാം, Aയും ഉണ്ടായിരിക്കാം. ഇതിൽ ഏതാണ് യെസ്, ഏതാണ് നോ? A ആണോ യെസ്, B ആണോ യെസ്? പറയൂ. A ആണോ യെസ്, B ആണോ യെസ്? നമുക്ക് നോക്കാം എന്തായാലും കേട്ടോ. ആൻസർ നമുക്ക് നോക്കാം. എന്തായാലും
എ മാത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അല്ലേ? എ മാത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല. ബി ആണ് യെസ് ആയിട്ട് വരുന്നത്. വെരി ഗുഡ് ആരോമൽ. നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജീനോടൈപ്പ് എന്ന് പറയുന്നത് മദറിൻ്റെ IA അല്ലെങ്കിൽ IA സ്മോൾ I എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ഒന്നുമില്ലെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകാം അല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകാം. എ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമുള്ള കുട്ടികൾ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ആയിട്ട് എ ആയിട്ട് തന്നിരുന്ന ഓപ്ഷൻ നോ എന്നുള്ള ആൻസറിൽ വരും. ആൻഡ് ഓപ്ഷൻ ബി ആയിട്ട് തന്നിരുന്നത് കറക്റ്റ് ആയിട്ടുള്ള യെസ് എന്ന് പറഞ്ഞൊരു രീതിയിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. കാരണം രണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സും ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, രണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സും പോസിബിൾ ആയതുകൊണ്ട് യെസ് വരുന്നത് ബിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെയിം എ ഡിസോർഡർ human suffers from as a result of monosomy of the sex chromosome. Monosomy എന്ന് വെച്ചാൽ എന്താ? ഒറ്റ സെക്സ് ക്രോമോസോമേ ഉണ്ടാവുള്ളൂ. ഗിവ് ദ കാരിയോടൈപ്പ് ആൻഡ് റൈറ്റ് ദ സിംറ്റംസ്. കാരിയോടൈപ്പ് പറയണം, സിംറ്റംസ് എഴുതണം. ആദ്യം പറയൂ ഏതാണ് അസുഖം എന്ന് പറയും. മിസ് ഒന്ന് കേൾക്കട്ടെ, ഏതാണ് അസുഖം എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയും. മോണോസോമി ഓഫ് സെക്സ് ക്രോമോസോം വരുന്ന അസുഖം ഏതാണ്? അറിയാമോ? അസുഖം അറിയാമോ? അസുഖം മറന്നുപോയാ നിങ്ങൾ? അസുഖം അറിയാമോ? അസുഖം വരുന്നത് മോണോസോമിയോ സെക്സ് ക്രോമോസോം എന്ന് പറഞ്ഞ അസുഖം വരുന്നത് ദാറ്റ് ഈസ് ടേണർ സിൻഡ്രോം. അതിന്റെ കാരിയോടൈപ്പ് എന്ന് പറയുന്നത് 44 + XO. XX അല്ലെങ്കിൽ XY വരേണ്ടടുത്ത് ഒരെണ്ണം ഇല്ല, ദാറ്റ് മീൻസ് O അല്ലെ, XO വരും. അപ്പോൾ ടോട്ടൽ 45 ക്രോമോസോംസ് മാത്രമേ ഉള്ളൂ. സിംറ്റംസ് എന്ന് പറയുന്നത് എഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് സ്റ്റെറൈൽ ആയിരിക്കും, കാരണം അവരുടെ ഓവറീസ് റുഡിമെന്ററി ആണ്. മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു സ്റ്റേച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ കുറച്ച് സിംറ്റംസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2-3 സിംറ്റംസ് എഴുതുക കേട്ടോ. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ഒരു ഡിസോർഡർ ഐഡന്റിഫൈ ചെയ്ത 1 മാർക്ക്, കാരിയോടൈപ്പ് എഴുതിയ 1 മാർക്ക്, സിംറ്റം എഴുതിയ 1 മാർക്ക്, അങ്ങനെ മൊത്തം 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്രോസ് ബിറ്റ്വീൻ എ നോർമൽ കപ്പിൾ റിസൾട്ടഡ് ഇൻ എ സൺ ഹു ഹാസ് ഹീമോഫിലിക് ആൻഡ് എ നോർമൽ ഡോട്ടർ. ഒരു നോർമൽ കപ്പിൾ ആയിരുന്നു, പക്ഷെ അവർക്കുണ്ടായ മകൻ ഹീമോഫിലിക് ആണ്. കുട്ടി, പെൺകുട്ടി നോർമൽ ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ഇൻ കോഴ്സ് ഓഫ് ടൈം when the daughter was married to a normal man, to their surprise the grandson was also hemophilic. ആ നോർമൽ ആയിട്ടുള്ള പെൺകുട്ടി കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്കുണ്ടായ കുട്ടി ഹീമോഫിലിക് ആയിരുന്നു. Question number 1. Represent this cross in the form of a pedigree chart. Give the genotypes of the daughter and her husband. ഹസ്ബൻഡിൻ്റെയും ഡോട്ടറിൻ്റെയും ജീനോടൈപ്പ് വെച്ചിട്ട് പെഡിഗ്രി ചാർട്ട് വരയ്ക്കുക. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റൻ ഇസ് ലൈക്ക് റൈറ്റ് ദ കൺക്ലൂഷൻ യു ഡ്രോ ഫ്രം ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് ദ ഡിസീസ്. ഈ ഇൻഹെറിറ്റൻസ് പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആ പെഡിഗ്രി ചാർട്ട്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. യെസ് പവിത്ര, അടിപൊളി, കറക്റ്റ് ആൻസർ. കാരണം ഫീമെയിൽ നോർമലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഷീസ് എ കാരിയർ അല്ലേ, അവർ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം. അതുകൊണ്ടാണ് അവരുടെ കുട്ടിക്ക് എന്ത് വന്നത്? ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നത്. ഓക്കെ, ജീനോടൈപ്സ് ഓഫ് ദ ഡോട്ടറും അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് XX+X എന്നുള്ളതാണ്. XH എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അവർ കാരിയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് XH ഉദ്ദേശിക്കുന്നത് ഹീമോഫിലിക് ഉള്ള ഒരു X ക്രോമസോം, പിന്നെ ഒരു നോർമൽ ക്രോമസോം, നോർമൽ X ക്രോമസോം. ആൻഡ് XY എന്ന് പറയുന്നത് ആ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഈസ് ആക്ച്വലി നോർമൽ, അദ്ദേഹത്തിന് യാതൊരു സിംറ്റംസോ കാരിയറോ അങ്ങനെയൊന്നും അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് XY നോർമൽ, അങ്ങനെയാണ് ജീനോടൈപ്സ് വരുന്നുണ്ടായിരിക്കുക. കാരിയർ ഫീമെയിലിൻ്റെ ഒരു സിമ്പിളും നോർമൽ മെയിലിൻ്റെ ഒരു സിമ്പിളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വരച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പെഡിഗ്രി ചാർട്ടാണ് മിസ് വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ഡോട്ടർ കാരിയർ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു ആളെ അവർ കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഗ്രാൻഡ്സൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുടെ ഗ്രാൻഡ്സൺ അല്ലെങ്കിൽ ഡോട്ടറിൻ്റെ കുട്ടി എന്ന് പറയുന്നത് എഫക്റ്റഡ് ആയിട്ട് കിട്ടി. അപ്പുറത്ത് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? എഫക്റ്റഡ് ആയിട്ടുള്ള സണ്ണിനെയും കാണാൻ പറ്റും. ഇങ്ങനെ പെഡിഗ്രി ചാർട്ട് വരയ്ക്കുക എന്നുള്ളത് ഇതിലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് പെഡിഗ്രി ചാർട്ട് വരയ്ക്കാൻ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഹീമോഫീലിയ. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പാർട്ട് ബി ഉണ്ടല്ലോ അല്ലേ, ക്വസ്റ്റ്യൻ ഒരു പാർട്ട് ബി ഉണ്ടായിരുന്നു. പാർട്ട് ബി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പാർട്ട് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്ത് കൺക്ലൂഷൻ ആണ് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഫീലിയ ഒരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസസീവ് ഡിസീസ് ആണ്.
അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരിയറിൽ നിന്ന് കാരിയർ ആയിട്ടുള്ള ഫീമെയിലിൽ നിന്ന് അവരുടെ മകനിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെഡിഗ്രി ചാർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഡോട്ടറിൽ നിന്ന്, ഡോട്ടർ ഒരു കാരിയർ ആയിരുന്നു, അവരിൽ നിന്ന് അവരുടെ കുട്ടിയിലേക്ക്, ആൺകുട്ടിയിലേക്ക്, അവർക്കുണ്ടായ ആൺകുഞ്ഞിലേക്ക് അത് കിട്ടി. സോ ഹി ഈസ് എഫക്റ്റഡ് അല്ലേ. അപ്പോൾ ഡോട്ടർ കാരിയർ ആയിരുന്നതുകൊണ്ട് ഡോട്ടർ എന്ത് ചെയ്തു, അതിനെ ക്യാരി ചെയ്ത് ഗ്രാൻഡ് സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഉള്ളൊരു പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുക, വിച്ച് ഇസ് കോൾഡ് എസ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ആ ഒരു വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a color blind child is born to a normal couple, work out a cross to show how it is possible, mention the sex of the child. കളർ ബ്ലൈൻഡ് ചൈൽഡ് സാധാരണ ഒരു കപ്പിളിൽ ഉണ്ടായെങ്കിൽ ആ ക്രോസ് കാണിക്കുക, സെക്സ് ഓഫ് ദ ചൈൽഡ് എന്നാന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. ആൻസർ നോക്കാം. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസ് ആണ്. അത് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റില്ല, റെഡ് ഓർ ഗ്രീൻ പോലെയുള്ള കളേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മുടെ കോൺ സെൽസ് കടിച്ചു വരിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. യൂഷ്വലി ഫീമെയിൽസ് ആണ് അത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീമെയിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു നോർമൽ കപ്പിളിൽ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം ആ കുട്ടിയുടെ മദർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ജീനിനെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ക്രോസ് നമുക്ക് നോക്കാം. അമ്മ എപ്പോഴും കാരിയർ ആയിരുന്നു, അതുകൊണ്ടാണ് XC എന്ന് ഇട്ടേക്കുന്നത്. XC എന്ന് ഉദ്ദേശിക്കുന്നത് കളർ ബ്ലൈൻഡ്നെസ് ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഒരു ക്രോമസോം ക്യാരി ചെയ്യുന്നുണ്ട്, ഒരെണ്ണം നോർമൽ. പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഗാമേറ്റ്സ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ ലൈക്ക് പ്രോജനി F1 ജനറേഷൻ ഉണ്ടാക്കുമ്പോൾ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലും കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെയിലും കിട്ടാനുള്ള ഒരു ചാൻസ് നമുക്കുണ്ട് അല്ലേ. ബാക്കി 2 എണ്ണം നോർമൽ ആയിട്ടുള്ള കുട്ടികളും 2 എണ്ണം കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്രോസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ ക്രോസ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്രോസ് ചെയ്ത് വരച്ച് കാണിക്കാൻ ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടിട്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ചിട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസ് ഇൻ ദ ഫോളോയിങ് ക്രോസസ് ഷോൺ, ഗിവ് an example of each. ഫീമെയിൽ വിത്ത് XS ആൻഡ് മെയിൽ വിത്ത് XO. ഫീമെയിൽ XXും മെയിൽ XOയും ഉള്ള ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനെ നമ്മൾ എന്ത് വിളിക്കും? ഫീമെയിൽ ZW, മെയിൽ ZZുമായിട്ടുള്ള ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനെ എന്ത് വിളിക്കും എന്നുള്ളതാണ്. അപ്പോൾ XX XO ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനെ നമ്മൾ മെയിൽ ഹെട്രോഗാമേറ്റി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. മെയിൽ ഹെട്രോഗാമേറ്റിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് മെയിൽ ഹെട്രോഗാമേറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെയിലായിരിക്കും അവിടുത്തെ കുട്ടിയുടെ സെക്സ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസെക്ട് എഴുതാം, ഗ്രാസ് ഹോപ്പർ അങ്ങനെയുള്ളതൊക്കെ എഴുതാം. ആരെങ്കിലും പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്. ഫീമെയിൽ ZW ZZ ആയിട്ടുള്ള മെയിലും ഫീമെയിൽ ZWയും ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫീമെയിൽ ഹെട്രോഗാമേറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാരണം ഫീമെയിൽ ആണ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ZW കൈൻഡ് ഓഫ് ഒരു മെത്തേഡ് കാണുന്നത് എപ്പോഴും ആരിലാണ്? ബേർഡ്സിലാണ് കാണുന്നത് കേട്ടോ, ബേർഡ്സിലാണ് കാണുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ജനറ്റിക് ഡിസോർഡർ കോസ്ഡ് ബൈ ട്രൈസോമി ഓഫ് 21st chromosome in human. Write the diagnostic feature of the disorder. 21st chromosome trisomy. Trisomy എന്ന് പറഞ്ഞാൽ 3 എണ്ണം വന്നിട്ടുണ്ട്. ആര്? 21st chromosome. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് അസുഖം, ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫീച്ചർ എന്താണെന്നുള്ളതാണ് എഴുതേണ്ടതായിട്ടുള്ളത്. എന്തായിരിക്കും അസുഖം? ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ, എന്താണ് അസുഖം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. 21st chromosome ട്രൈസോമി വരുന്ന അസുഖം ഏതാ? ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം അല്ലേ. ഡൗൺ സിൻഡ്രോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് യെസ്, വെരി ഗുഡ്. അരോമൽ ഷോർട്ട് സ്റ്റേച്ചർ വിത്ത് സ്മോൾ റൗണ്ട് ആയിട്ടുള്ള ഹെഡ് ഉണ്ടായിരിക്കും, ഫറോ ടങ് ഉണ്ടായിരിക്കും, ബ്രോഡ് പാം. അതുപോലെ തന്നെ നമ്മൾക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പൂവർ ആയിട്ടുള്ള ഫിസിക്കൽ സൈക്കോമോട്ടർ ഡെവലപ്മെന്റ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതിയായിരിക്കും കേട്ടോ. ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എഴുതിയാലും മതിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Pratik was rushed to a nearby hospital after an accident which has caused too much blood loss. The hospital failed to supply O negative blood for transfusion. Asif, who was attending a patient there, heard about the situation and agreed to donate the blood as he had same blood group. Pratik's mother initially refused but was later convinced by her daughter's view. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കേസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1 is like, why cannot O positive blood be transfused into Pratik's body? O negative ആണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ O പോസിറ്റീവിനെ നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് O പോസിറ്റീവിനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും O പോസിറ്റീവ് കൊടുക്കാൻ പറ്റാത്തത്?
എന്നുള്ളതാണ് ചോദ്യം. കാരണം O പോസിറ്റീവ് എന്ന് പറയുന്നതിനകത്ത് അവർക്ക് ആൻറ്റിജൻ ആയിട്ടുള്ള ആൻറ്റിജൻ ഡി എന്ന് പറഞ്ഞ ആൻറ്റിജൻ അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ശരിക്കും പ്രതീകിന്റെ O നെഗറ്റീവ് ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് RH പോസിറ്റീവ് ആണോ? അല്ല, RH നെഗറ്റീവ് ആണ്. അവർക്ക് ആ ആൻറ്റിജൻ ഡി എന്ന് പറഞ്ഞ ആൻറ്റിജൻ ഇല്ല, RH നെഗറ്റിവിറ്റി ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് സംഭവിച്ച് ആ പേഷ്യന്റ് മരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് O പോസിറ്റീവ് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ കൈൻഡ് ഓഫ് ഡിസീസ് ഓർ ഡിസോർഡേഴ്സ് ദാറ്റ് ആർ ലൈക്ലി ടു ഒക്കർ ഇൻ ഹ്യൂമൻസ് ഇഫ് ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഏത് ഡിസീസാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് നോക്കണം. ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്ന A ഓപ്ഷൻ നോക്കുക. മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ ദാറ്റ് കോഡ്സ് ഫോർ എൻ എൻസൈം. ഓക്കെ, ഒരു എൻസൈമിന് കോഡ് ചെയ്യുന്ന ഒരു ജീനിന്റെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ആ എൻസൈം എന്ന് പറയുന്നത് ഫീനൈൽ അലാനിൻ ഹൈഡ്രോലേസ് ആണ്. ഓക്കെ, B ആയിട്ടുള്ള തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. എക്സ്ട്രാ ഒരു 21st ക്രോമസോമിന്റെ ഒരു കോപ്പി ഉണ്ട്. കാരിയോടൈപ്പ് വരുന്നത് XXY ആണ്. ആൻഡ് ഈ ഒരു ഡിസോർഡറിന്റെ സിംറ്റം ഏതെങ്കിലും ഒരെണ്ണം മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കണേ. ഏറ്റവും ആദ്യം അതിന്റെ ഈ പറഞ്ഞ അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തണം. അസുഖം ഏതാണെന്ന് പറയാൻ സാധിക്കുമോ? അസുഖം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വരുന്നത് ദാറ്റ് ഈസ് ഫീനൈൽ കീറ്റോണ്യൂറിയ അല്ലേ. ഫീനൽ അലാനിൻ എന്നുള്ള ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ 21st ക്രോമസോമിന് ട്രൈസോമി എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത് അല്ലേ. എക്സ്ട്രാ കോപ്പി എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 21 എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓടിപ്പോയിട്ട് എന്ത് എഴുതണം? ഡൗൺ സിൻഡ്രോം എന്ന് എഴുതണം. പിന്നെ XXY എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു കാരിയോടൈപ്പ് കാണുമ്പോൾ ക്ലൈൻഫെൽട്ടേഴ്സ് എന്ന് എഴുതണം. ഫീനൈൽ കീറ്റോണ്യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫീനൈൽ കീറ്റോണ്യൂറിയ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. അങ്ങനെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഇന്നത് തന്നെ വേണമെന്നില്ല. മിസ് എളുപ്പം ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നതിനകത്ത് അവർക്ക് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും, ചെറിയ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഹെഡ് കൂടി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോമിലുള്ള ആളുകൾ എപ്പോഴും സ്റ്റെറൈൽ ആയിട്ടുള്ളവരായിരിക്കും എന്നാണ് കൊടുത്തത്. അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ എഴുതാൻ മതി കേട്ടോ. ഇത് തന്നെ എഴുതണമെന്നില്ല, ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. ഗിവൺ ബിലോ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് അമിനോ ആസിഡ് കോമ്പോസിഷൻ ഓഫ് ദ റെലവന്റ് ട്രാൻസ്ലേറ്റഡ് പോർഷൻ ഓഫ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ, റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസ്. ഈ ഒരു ബീറ്റ ചെയിൻ, ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിന്റെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, ഒന്ന് നോക്കി വെച്ചിരിക്കുക. എപ്പോഴും സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. Okay, question 1. Is this presentation indicating a normal human or a sufferer from certain related genetic disease? Give reason to support your answer. Normal human ആണോ അതോ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉള്ള ഒരു ഹ്യൂമൻ ആണോ? എന്തായാലും നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് പറയുക, റീസൺസ് സഹിതം പറയുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് what difference would be noticed in the phenotype of the normal and the sufferer related to the gene? എന്ത് വ്യത്യാസമാണ് നോർമൽ പേഴ്സണും ആ ഒരു അസുഖമുള്ള ആളും തമ്മിലുള്ള അവരുടെ ഫീനോടൈപ്പിൽ എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും? തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഹു ആർ ലൈക്ലി ടു സഫർ മോർ ഫ്രം ദ ഡിഫക്റ്റ് റിലേറ്റഡ് ടു ദ ജീൻ റെപ്രസെന്റഡ് ഇൻ ദ മെയിൽസ്, ദ ഫീമെയിൽസ് ഓർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഈക്വലി? ആരാണ് കൂടുതൽ ഇതുമായിട്ട് സഫർ ചെയ്യാൻ ചാൻസ് ഉള്ളത്? മെയിൽസ് ആണോ ഫീമെയിൽസ് ആണോ അതോ രണ്ടുപേരും ഈക്വലി സഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കത് നോർമൽ ആയിട്ടുള്ളതാണോ അതോ ഡിഫക്റ്റീവ് ആയിട്ടുള്ളതാണോ സഫറർ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ നോക്കുമ്പോൾ ദ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നോർമൽ ഹ്യൂമൻ്റെ ഒരു നോർമൽ ഹീമോഗ്ലോബിൻ എ പെപ്റ്റൈഡ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് 6th പൊസിഷനിൽ എന്ത് വരും? ഗ്ലൂട്ടാമിക് ആസിഡ് മോളിക്യൂൾ. ആ ഒരു ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അമിനോ ആസിഡ് ആണ് ആ ഒരു പൊസിഷനിൽ വരുന്നുണ്ടായിരിക്കുക. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു മെൻഡിലിയൻ ഡിസോർഡർ ആണ്. അവിടെ രണ്ട് പാരൻസും കൂടെ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലീൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ആർക്ക്? കുട്ടിക്ക്. സോ ദാറ്റ് ഒരു റെസസീവ് ആയിട്ടുള്ള ഒരു സിക്കിൾ ട്രേറ്റ് ഹോമോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ട്രേറ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നോർമൽ ഇൻഡിവിജ്വൽസിനകത്ത് പൊതുവേ നമ്മളുടെ ഈ RBCs എന്ന് പറയുന്നത് അവിടെയാണല്ലോ ഹീമോഗ്ലോബിൻ കാണുന്നത്, ബൈകോൺകേവ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആയിരിക്കും. പക്ഷെ സഫർ ചെയ്യുന്ന ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം സഫർ ചെയ്യുന്ന ആളുകളിൽ അത് സിക്കിൾ ഷേപ്പിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇത് ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആയതുകൊണ്ടിട്ട് ഫീമെയിൽസിനും മെയിൽസിനും ഈക്വൽ ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? വരുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല, രണ്ടുപേർക്കും ഈക്വലി ആയിരിക്കും ഇത് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
മൂന്നാമത്തെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് മിസ് പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഡിസീസസും നമ്മൾ ആദ്യം പഠിക്കുന്ന ടൈഫോയിഡ്, മലേറിയ, ന്യൂമോണിയ, കോമൺ കോൾഡ്, അമീബിയാസിസ്, ഡിസെൻട്രി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ആ എല്ലാ ഡിസീസസും പഠിക്കണം. അതിൻ്റെ പാത്തജൻ ആരാണ്, എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ടായിരിക്കും, എന്താണ് സിംറ്റംസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്തൊക്കെയാണ്, ഡയഗ്നോസ് ചെയ്യാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്സിനേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഡിസീസുകളെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ ഇമ്മ്യൂണിറ്റി, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ബാരിയേഴ്സ്, 4 തരം ബാരിയേഴ്സ് ഉണ്ടല്ലേ, നമ്മുടെ ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ, സൈറ്റോകൈൻ, അങ്ങനെ 4 തരം ബാരിയേഴ്സും. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സ് ഇന്നേറ്റ്, അക്വയർഡ്, ആക്റ്റീവ്, പാസീവ്, ഹ്യൂമറൽ, സെൽ മീഡിയേറ്റഡ്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് പഠിക്കണം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ക്യാൻസറും അതുപോലെ തന്നെ എയ്ഡ്സും. ക്യാൻസർ പഠിക്കണം, എയ്ഡ്സ് പഠിക്കണം. ക്യാൻസർ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക, കോസ് ഓഫ് ദ ക്യാൻസർ എന്തൊക്കെയാണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതൊക്കെ പഠിക്കണം. എയ്ഡ്സിൻ്റെ കേസിലേക്ക് വരുമ്പം എയ്ഡ്സിൻ്റെ ഫുൾ ഫോം, അത് ഉണ്ടാക്കുന്ന വൈറസിൻ്റെ ഫുൾ ഫോം, ടെസ്റ്റ് ചെയ്യുന്ന എലൈസ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫുൾ ഫോം, എവിടെയാണ് അത് ഇഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എയ്ഡ്സ് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടിനെ അത് ഇഫക്ട് ചെയ്യും, ഇമ്മ്യൂണിറ്റിയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിലേക്ക് വരുമ്പം പലതരത്തിലുള്ള ഡ്രഗ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒപ്പിയോയിഡ്സ്, കാനബിനോയിഡ്സ്, കോക്ക ആൽക്കലോയിഡ്സ് അല്ലേ. അപ്പോൾ ആ ഡ്രഗ്സിനെ പറ്റിയിട്ടും അതിൻ്റെ പേരും അത് എവിടെ നിന്നാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്, ഏത് ബോഡി പാർട്ടിനെയാണ് അത് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. അലർജീസിനെ പറ്റിയിട്ട് പഠിക്കണം. ഓക്കെ, അലർജീസ്, അലർജൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ്, സിംറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്മാക്ക് ഈസ് എ ഡ്രഗ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡാഷ്. Latex of Papaver somniferum, leaves of Cannabis sativa, flowers of Datura and fruits of Erythroxylum coca. ആരിൽ നിന്നിട്ടാണ് നമുക്ക് സ്മാക്ക് കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആരിൽ നിന്നിട്ടാണ് നമുക്ക് സ്മാക്ക് കിട്ടുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, ആരിൽ നിന്നിട്ടാണ് സ്മാക്ക് കിട്ടുന്നത്, ആരിൽ നിന്നിട്ടാണ്? ഓപ്ഷൻ എ ബി സി ഡിയിൽ നിന്ന് ഏത് ഓപ്ഷനിൽ നിന്നിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക? പറയൂ. പാപ്പവർ സോംനിഫറത്തിന് ലാക്ടെക്സ്, അതിൻ്റെ പശയിൽ നിന്നിട്ടാണ് നമുക്കത് കിട്ടുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദേവിക, പവിത്രയുടെ ഒക്കെ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ആൻറ്റിബോഡീസ് present in colostrum which protects the newborn baby from certain diseases of dash. ഏത് ടൈപ്പ് ആൻറ്റിബോഡിയാണ്? IgG, IgA, IgD, IgE. ഇതിൽ ഏത് IG ആണ്? IG എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് IgG-ADE. ഇതിലേതാ? എ ആണെന്നാണ് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് IgA ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് ആൻസർ പവിത്ര അത്തുൽ, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹീമോസോയിൻ ഈസ് എ ഡാഷ്, precursor of hemoglobin, toxin released from Streptococcus infected cell, toxin released from Plasmodium infected cells, toxin released from Haemophilus infected cells. എന്താണ് ഹീമോസോയിൻ? വാട്ട് ഈസ് ഹീമോസോയിൻ? ഹീമോസോയിൻ ഓർക്കുന്നുണ്ടോ? ഹീമോസോയിൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിൽ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ നമ്മളിവിടെ ഹീമോസോയിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ആൻറ്റിബോഡി വിച്ച് ക്യാൻ ക്രോസ് പ്ലാസെൻഡൽ ബാരിയർ. പ്ലാസെൻഡൽ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബോഡി ഏതാണ്? IgA, IgE, IgM, IgG. ഏതാണ് പ്ലാസെൻഡൽ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബോഡി? IgG ആണെന്നാണ് എല്ലാവരും ആൻസർ പറയുന്നത്. സോ IgG ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്, ഓപ്ഷൻ ഡി. അസേഷൻ റീസൺ നോക്കാം. അസേഷൻ തന്നിരിക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആർ റെസ്പോൺസിബിൾ ഫോർ കോസിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. റീസൺ തന്നിരിക്കുന്നത് a healthy person acquires the infection by inhaling the droplets or aerosols released by an infected person. പറയൂ, അസേഷനും റീസണിനും ഏതായിരിക്കും പോസിബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ? പോസിബിൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണോ? ഓക്കെ, ഓപ്ഷൻ ബി ആണോ എന്നുള്ളത് നമുക്ക് നോക്കിക്കളയാം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. കാരണം അസേഷനും റീസണും ട്രൂ ആണ്. പക്ഷേ റീസൺ എന്ത് ചെയ്യുന്നില്ല? കറക്റ്റായിട്ട് അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ശരി, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് അസേഷനും റീസൺ തന്നെയാണ്. അസേഷൻ ഇസ് ലൈക്ക് ഇന്റർഫെറോൺസ് ഹെൽപ്പ് ഇൻ ദ എലിമിനേഷൻ ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ്. Reason is like interferons released by infected cells reach nearby uninfected cells and make them resistant to viral infections. ഏതാണ് ആൻസർ ആയിട്ട് വരാന്നുള്ളത് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ? ഉറപ്പാണോ?
നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണെന്ന്. ഓപ്ഷൻ എ ആണ് അല്ലേ. അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. കാരണം ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ട്രൂ. അങ്ങനെ നമ്മുടെ അസേഷൻ റീസൺ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെട്രോവൈറസസ് ഹാവ് നോ DNA ഇല്ല. പക്ഷേ ഹവർ ദ DNA ഓഫ് ദ ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് സെൽ ഡസ് പൊസസ് വൈറൽ DNA. ഹോസ്റ്റ് സെല്ലിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ എന്നുള്ളതാണ് ചോദ്യം. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? റെട്രോവൈറസിൽ DNA ഇല്ല, പക്ഷേ ഇതിന് ഇൻഫെക്റ്റഡ് ആവുന്ന ഹോസ്റ്റ് സെല്ലിനകത്ത് എന്തുണ്ട്? വൈറൽ DNA ഉണ്ട്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നോക്കാം നമുക്ക്. റെട്രോവൈറസസ് ഹാവ് RNA ആസ് ദർ ജനറ്റിക് മെറ്റീരിയൽ. പക്ഷേ ഒരു പേഴ്സൻ്റെ ബോഡിയിലേക്ക് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? RNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? വൈറൽ DNA ഫോം ചെയ്യും. അങ്ങനെ വൈറൽ DNA ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. RNAയിൽ നിന്ന് DNA ആണ് ഉണ്ടാകുന്നത്. സോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചുണ്ടാകുന്നു വൈറൽ DNA. ഇനി ഹോസ്റ്റിൻ്റെ സെല്ലുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? അവർ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിൽ കൂടുതൽ വൈറസസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് വൈറസിൽ ഇല്ലാതിരുന്ന ഒരു DNA പിന്നീട് ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ വൈറൽ DNA ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, suggest a method to ensure an anamnestic response in humans. ഒരു അനംനെസ്റ്റിക് റെസ്പോൺസ് ഹ്യൂമൻസിൽ ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ആ മെത്തേഡ്? മെത്തേഡ് എന്ന് പറയുന്നത് അനംനെസ്റ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ആയിട്ടൊരു ഇൻറ്റൻസ് റെസ്പോൺസ് ആണ്. എപ്പോഴാണ് ഇത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനെ സെക്കൻഡ് ടൈം എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അനംനെസ്റ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ സംഭവം എങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസ് ഏറ്റവും ആദ്യം ഉണ്ടായ റെസ്പോൺസിനെയാണ് നമ്മൾ പ്രൈമറി റെസ്പോൺസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആൻഡ് ആ പ്രൈമറി റെസ്പോൺസ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ നിന്ന് അത് ആക്ച്വലി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബീറ്റാ സെൽസ് അല്ലെങ്കിൽ ബി സെൽസിൽ. നമ്മുടെ ബി ലിംഫോസൈറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബി ലിംഫോസൈറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഓർമ്മയിൽ നിന്നിട്ടാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു ഡെഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു അറ്റൻവേറ്റഡ് ആയിട്ടുള്ള പാത്തജൻ, ദാറ്റ് മീൻസ് വാക്സിൻസിന്റെ രൂപത്തിൽ നമ്മളത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എൻഷുർ ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ആദ്യത്തെ ഇതിനൊരു മെമ്മറി ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു റെസ്പോൺസ് നമുക്ക് അതിൽ നിന്ന് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡു പോളൻ ഗ്രെയിൻസ് ഓഫ് സൺഫ്ലവർ ട്രിഗർ സ്നീസിങ് ഇൻ സം പീപ്പിൾ? ചില ആളുകളിൽ ചില പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കുന്നുണ്ട്? സ്നീസിങ് ഉണ്ടാക്കുന്നുണ്ട്, തുമ്മൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കാം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? അലർജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് അലർജൻസ് ആണ്, വിച്ച് മേ കോസ് അലർജി ഇൻ സം പീപ്പിൾ അല്ലെ. കാരണം എന്താണ്? അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ആണ്, ലൈക്ക് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ഫ്രം ദ മാസ്റ്റർ സെൽസ്. ആ മാസ്റ്റർ സെൽസ് ഈ പറഞ്ഞ കെമിക്കൽസിനെ റിലീസ് ചെയ്യുമ്പോഴാണ് അലർജിക് റിയാക്ഷൻസ് പൊതുവെ സംഭവിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി കോസിങ് സോ മെനി സിംറ്റംസ് ലൈക്ക് സ്നീസിങ്, വീസിങ്, അല്ലെങ്കിൽ കണ്ണീന്ന് വരിക, റണ്ണി നോസ് വരിക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ അത് ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് പ്രിവെൻറ്റ്സ് എ ചൈൽഡ് ടു സഫർ ഫ്രം എ ഡിസീസ് if he or she is vaccinated against? give one reason. എന്താണ് ഒരു കുട്ടിയെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഡിസീസിൽ നിന്ന് ആ കുട്ടിയെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് പ്രിവെൻറ്റ്സ് എ ചൈൽഡ് ടു സഫർ ഫ്രം എ ഡിസീസ് ഇഫ് ഹി ഓർ ഷീ ഈസ് വാക്സിനേറ്റഡ് അഗേൻസ്റ്റ്? വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ഗിവ് വൺ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ കൊടുത്തു കഴിയുമ്പം ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരുപാട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഒരുപാട് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ കുട്ടിയെ ആക്ച്വലി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അത് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്ന പാത്തോജനിക് ആയിട്ടുള്ള കണ്ടന്റിനെ, ആ ഇൻഫെക്ഷൻ്റെ സമയത്ത് എത്തിപ്പെടുന്ന പാത്തോജനിക് ആയിട്ടുള്ള എല്ലാ കണ്ടന്റിനെ ന്യൂട്രലൈസ് ചെയ്ത് കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ വാക്സിൻ എന്ന് പറയുന്നത് മെമ്മറി കീപ്പ് ചെയ്യുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ മെമ്മറി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബി ലിംഫോസൈറ്റ്സ് എന്താ, ടി ലിംഫോസൈറ്റ്സ് എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ.
അപ്പോൾ ആ ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അത് പിന്നീട് എപ്പോഴെങ്കിലും ഇതേ സെയിം പാറ്റേൺ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ അതിനെ ഓർത്ത് വെച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ ഇൻറ്റൻസ് ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വാക്സിനേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അഗെയിൻ ഈ ഒരു അസുഖത്തിൽ നിന്ന് നമ്മളെ അത് എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നീട് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ ആ അസുഖം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വാക്സിനേഷൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ADEF in the diagram of an antibody molecule given below. ചിലപ്പോൾ ഉണ്ടല്ലോ ഐഡന്റിഫൈ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ADEF എന്നുള്ള രീതിയിൽ ചോദിക്കൂട്ടോ. ഇത് എന്ത് ഡയഗ്രാം ആണ്? വൈ ഷേപ്ഡ് ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ദാറ്റ് ഈസ് എൻ ആന്റിബോഡി മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ടാസ്ക് ഈസ് ലൈക്ക് ADEF എന്ന് എഴുതിയിരിക്കുന്ന ലേബൽ ചെയ്തിരിക്കുന്ന പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ട ആവശ്യകതയുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ADEF ആയിട്ട് വരുന്നത്? പറയൂ. ADEF ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. A എന്ന് പറയുന്നത് ആ ടോപ്പിൽ കിടക്കുന്ന ആ ഒരു ഭാഗമാണ്, ആ ഒരു ടോപ്പിൽ കിടക്കുന്ന ഭാഗം, ദാറ്റ് ഈസ് ആൻറ്റിജൻ ബൈൻഡിങ് റീജിയൻ അല്ലേ. ആൻഡ് D എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു ചെയിനാണ് അല്ലേ, കുഞ്ഞു അധികം നീളമില്ലാത്ത ഈ ഒരു ചെയിനാണ്. സോ ദാറ്റ് ഈസ് ലൈറ്റ് ചെയിൻ. ആൻഡ് E എന്ന് പറയുന്നത് ഭയങ്കര നീളമുള്ളതാ ഈ ഒരു ചെയിനാണ് അല്ലേ, ഭയങ്കര നീളമുള്ള വൈ ഷേപ്പിലിരിക്കുന്ന ആ ഒരു ചെയിനാണ്. സോ ദാറ്റ് ഇസ് എ ഹെവി ചെയിൻ. ആൻഡ് F എന്ന് പറയുന്നത് രണ്ടിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജ് പോലെയുള്ള ഒരു ഭാഗം അല്ലേ, ഈ ഒരു ബ്രിഡ്ജ് പോലെയുള്ള ഒരു ഭാഗമാണ്. സോ ദാറ്റ് ഇസ് ഡൈസൾഫൈഡ് ബോണ്ട് അല്ലേ, ഡൈസൾഫൈഡ് ബോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആൻറ്റിബോഡി മോളിക്യൂൾ തന്നിച്ച് ലേബൽ ചെയ്യാനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേബലിങ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്, അത് ഫിൽ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് ഫിൽ ചെയ്യുക. നെയിം ഓഫ് ഹ്യൂമൻ ഡിസീസസ് എന്താ തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ടൈഫോയിഡ്, കോമൺ കോൾഡ് ആൻഡ് ന്യൂമോണിയ. ബാക്ടീരിയൽ വൈറസ് ഏതാണുള്ളത്? സാൽമണല്ല ടൈഫി, ഒരെണ്ണം സാൽമണല്ല ടൈഫി ആണ്. പിന്നെ ഒരു ബ്ലാങ്ക് സ്പേസ്, പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. കോമൺ കോൾഡിന്റെ അവിടെ എന്ത് വരും? ബാക്ടീരിയ ഓർ വൈറസ് എന്തായിരിക്കും വരുന്നതായിരിക്കും എന്നുള്ളത് എഴുതണം. പിന്നെ ആ അപ്പുറത്തെ സൈഡിലുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള ഏത് ഓർഗൻ ആണ് എഫക്റ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതുന്നത്. സോ ABCD എന്താണ് വരിക എന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. ABCD എന്താ വരിക? ABCDയിൽ A വരുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ, കാരണം ടൈഫോയിഡ് എഫക്ട് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനെയാണ്. കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയ അല്ല വൈറസ് ആണ് അല്ലേ. സോ റൈനോ വൈറസ് എന്നുള്ള ആൻസർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. C എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ കോമൺ കോൾഡ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ നോസിനെയും റെസ്പിറേറ്ററി പാസേജിനും ഒക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട് എഴുതുക. ന്യൂമോണിയയിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ആൽവിയോളൈനെയൊക്കെയാണ്. ആൽവിയോളൈ ലങ്സ് പോലെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് D ആയിട്ട് വരുന്നത് ഇവരായിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യാത്തതെന്നാണ് മിസ് വിചാരിക്കുന്നത്. എന്തായാലും കറക്റ്റ് ആൻസർ ആണ് എന്ന് നോക്കാം കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റഡി എ പാർട്ട് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയൽ പാരസൈറ്റ് ഗിവൺ ബിലോ. ഇത് ഫുൾ സൈക്കിൾ ഇല്ല, കുറച്ച് ഭാഗമേ തന്നിട്ടുള്ളൂ. മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കാം. മെൻഷൻ ദ റോൾ ഓഫ് A. ഏത് ലേബിൾ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അതായത് കണ്ടോ, A എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നതാണ്. മെൻഷൻ ദ റോൾ ഓഫ് A ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയൽ പാരസൈറ്റ്. മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫിൽ Aയുടെ റോൾ എന്താണ്? A എന്താണെന്ന് മനസ്സിലാവേണ്ടത് ഒരു മനുഷ്യന്റെ കൈയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ ഇവന്റ് C ആൻഡ് ദ ഓർഗൻ വേർ ദിസ് ഇവന്റ് ഒക്കേഴ്സ്. C എന്താണെന്ന് കാണുന്നുണ്ടല്ലോ, ഈ ഒരു കുഞ്ഞു ഭാഗമാണ് C. ആ ഓർഗൻ എന്താണെന്നുള്ളതും ആ ഇവന്റിന്റെ പേരും എഴുതുക. Third question is like identify the organ B and name the cell being released from it. B എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗന്റെ പേരും അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സെൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. റോൾ ഓഫ് A എന്താണെന്ന് നോക്കാം. എയുടെ റോൾ എന്നാ? A എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്നിട്ട് മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഇൻഫെക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് അല്ലേ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് ഈ ഒരു അസുഖത്തിന് വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം ആണ്, പ്ലാസ്മോഡിയം സ്പീഷീസിൽ പെടുന്ന പ്രോട്ടോസോവൻസ് ആണ് ഇതിൻ്റെ എന്താ പാത്തജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാരിയേഴ്സ് വരുന്നതാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുന്നത്. അവർ കുത്തുമ്പോഴാണ്, അവർ കടിക്കുമ്പോഴാണ്, കൊതു കടിക്കുമ്പോഴാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിലേക്ക് ആ ഒരു അസുഖം വരുന്നുണ്ടായിരിക്കാം. ഇനി C എന്ന് പറഞ്ഞ ഇവന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. അത് നടക്കുന്നത് പൊതുവെ മോസ്കിറ്റോന്റെ ഇൻഡസ്റ്റൈനൽ വോളിനകത്താണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. B എന്ന് പറയുന്നത് ആക്ച്വലി മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡ് ആണ്. ആൻഡ് അത് ബേസ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നത് സ്പോറോസോയിഡ്സ് ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ബേസ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നത് സ്പോറോസോയിഡ്സ് ആണ് എന്നുകൂടെ ഓർത്ത് വെച്ചിരിക്കാം. Next question. A person in your colony has been recently diagnosed with AIDS.
People or residents in the colony want him to leave the colony for the fear of spread of AIDS. അല്ലേ, ഒരാൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചു, നിങ്ങളുടെ കോളനിയിലുള്ള ഒരാൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചു, ആളുകൾ പറയുന്നത് he should leave the colony. ഒന്നാമത്തെ question is like write your views on the situation giving reasons. Second question is like list the possible preventive measures that you would suggest to the residents of your locality in a meeting organized by you so that they can understand the situation. And third question is like symptoms of the causative agent of AIDS. എയ്ഡ്സിൻ്റെ കോസറ്റീവ് ഏജൻറ്റിൻ്റെ സിംറ്റംസ് എഴുതാനാണ് പറഞ്ഞേക്കണേ. നിങ്ങളുടെ ഒരു വ്യൂ എന്താണ്? അയാൾ അവിടെ നിന്ന് മാറിപ്പോവേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടോ? മാറിപ്പോവേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. എന്നിട്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ പറ്റിയിട്ട് കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുകയാണ്, യു ആർ സ്പീക്കിംഗ് ഇത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ സാധ്യതയുള്ള കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെ എഴുതുക. അതിനുശേഷം സിംറ്റംസ് എഴുതുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. എയ്ഡ്സ് ഒരു കോണ്ടേജിയസ് ഡിസീസ് അല്ല. കോണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസസ് ആണ് കണ്ടേജിയസ് ഡിസീസസ്. പക്ഷേ എയ്ഡ്സ് അങ്ങനെ കണ്ടേജിയസ് അല്ല, അല്ലേ? ഇറ്റ് ഈസ് നോൺ ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ നോൺ കണ്ടേജിയസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ അടുത്ത് ജീവിച്ചത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ടിട്ടോ സംസാരിച്ചത് കൊണ്ടിട്ടോ അങ്ങനെ സ്പ്രെഡ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ മാറിപ്പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. പക്ഷേ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ ബോഡി ഫ്ലൂയിഡും അവരുടെ ബോഡി ഫ്ലൂയിഡും തമ്മിൽ എന്താവുന്നില്ല, ഒരു കാരണവശാലും മിക്സ് ആവുന്നില്ല, നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പോലെ നീഡിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡിസ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്ത നീഡിൽസ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ സർജിക്കൽ എക്യുപ്മെൻസിൻ്റെ കാര്യം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോണ്ടംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, സോ ദാറ്റ് സേഫ് സെക്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ റെഗുലർ ആയിട്ടുള്ള എന്ത് ചെയ്യാം, ചെക്കപ്സ്, HIV-ക്ക് വേണ്ടിയിട്ടുള്ള ചെക്കപ്സ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീക്വൻ്റ്ലി നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? ഇനി എയ്ഡ്സിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പം എയ്ഡ്സ് പൊതുവെ ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു എ വൈറസ് കോൾഡ് HIV, ദാറ്റ് ഈസ് നെയിംഡ് ആസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഒരു റെട്രോ വൈറസ് ആണത്. ഈ വൈറസ് നമ്മളുടെ T ഹെൽപ്പർ സെൽസിനെയാണ്, T ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ T ഹെൽപ്പർ സെൽസിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നിറയെ അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് വീക്ക്നെസ് ഉണ്ടാവുന്നു, ഫീവർ ഉണ്ടാവുന്നു, വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ആൻഡ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാലും പ്യോറായിട്ടുള്ള ഒരു പെർമനൻറ്റ് ക്യൂർ അതിന് പോസിബിൾ അല്ല. പെർമനൻറ്റ് ക്യൂർ ഇല്ലാത്തതിന് കാരണം ഇതുവരെ അതിനൊരു മരുന്നോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. സോ അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് സംഭവിക്കും, ഡെഡ് ആവും, അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രയർ എ സ്പോർട്സ് ഇവന്റ്, ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾസ് ഓഫ് ദ സ്പോർട് പേഴ്സൺസ് ആർ കളക്ടഡ് ഫോർ ഡ്രഗ് ടെസ്റ്റ്. Question 1 is like, why is there a need for conducting such tests? സ്പോർട്സ് ഇവന്റിന് മുൻപ് ബ്ലഡ് ആൻഡ് യൂറിനൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? യൂഷ്വലി സെക്കൻഡ് ക്വസ്റ്റനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡ്രഗ്സിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. തേർഡ് ക്വസ്റ്റൻ ഈസ് ലൈക്ക് റൈറ്റ് ദ ജനറിക് നെയിം ഓഫ് ദ 2 plants ഫ്രം വിച്ച് ദീസ് ഡ്രഗ്സ് ആർ ഒബ്റ്റെയിൻഡ്. ഈ ഡ്രഗ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്ലാന്റിൻ്റെ ജനറിക് നെയിം എഴുതാനാണ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏത് നെയിം വേണമെന്ന് അവിടെ കറക്റ്റായിട്ട് സ്പെസിഫൈ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ആയിരിക്കും അതിന് ആൻസർ ആയിട്ട് വരിക? അങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തേണ്ട ആവശ്യകതയുണ്ടോ? ഒരു സ്പോർട്സ് മീറ്റിന് മുന്നേ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടോ? ഉണ്ട്, അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ ആ സ്പോർട്ട് പേഴ്സൺ എന്തെങ്കിലും ഒരു ഡ്രഗ് എടുത്തിട്ടുണ്ടോ, ഡോപ്പിംഗ് പോലെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഡ്രഗ് എടുത്തിട്ടുണ്ടോ, ആൻഡ് അവർ ഇപ്പോൾ ഈ പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും കുറേ നേരം സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള ഡ്രഗുകൾ എടുക്കാം, അല്ലേ? അങ്ങനെ ഡ്രഗ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്, ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ആൻഡ് പൊതുവെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ കൊക്കെയിൻ, മോർഫിൻ പോലുള്ള ഡ്രഗിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. മോർഫിൻ ആക്ച്വലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് പോപ്പി പ്ലാന്റിന്റെ ലാറ്റക്സിൽ നിന്നിട്ടാണ്, പോപ്പി പ്ലാന്റിന്റെ പശയിൽ നിന്നിട്ടാണ്. ദാറ്റ് ഈസ് പാപ്പവർ സോംനിഫറം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് പോപ്പി പ്ലാന്റ് എന്ന് പറയുന്നത്. കൊക്കെയിൻ നമ്മൾ കിട്ടുന്നത് കോക്ക പ്ലാന്റിൽ നിന്നിട്ടാണ്. കോക്ക പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എറിത്രോസൈലം കോക്കയാണ്. ഈ പേരൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഏത് ബോഡി പാർട്ടിനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്, ഇതുകൊണ്ടുണ്ടാകുന്ന നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വൺ, നെയിം ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് ദ ഡിസീസ് അമീബിയാസിസ്, ലിസ്റ്റ് 3 symptoms ഓഫ് ദ ഡിസീസ്. അമീബിയാസിന്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാണെന്നും അതിന്റെ സിംറ്റംസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അമീബിയാസിന്റെ കോസറ്റീവ് ഓർഗാനിസം ആരാണ്? എന്താണ് കോസറ്റീവ് ഓർഗാനിസം? പറയൂ, എന്താണ് കോസറ്റീവ് ഓർഗാനിസം ആയിട്ട് വരുന്നത്? എന്തായിരിക്കും കോസറ്റീവ് ഓർഗാനിസം ആയിട്ട് വരിക? അറിയാമോ?
അമീബിയാസിസിൽ തന്നെയുണ്ട് അല്ലേ. ഡിസീസ് എന്ന് പറയുന്നത് അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ആണ്, നമ്മളുടെ ഇൻഡസ്റ്റൈനിലുള്ള ഇഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് അല്ലേ. എൻറ്റാമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസറ്റീവ് ഓർഗാനിസം ആണ് അതിനുള്ളത് അല്ലേ. അതിൻ്റെ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പാരസൈറ്റ് ആണത്. ആൻഡ് ഇതിൻ്റെ മേജർലി ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈ ആണ്. ആ ഹൗസ് ഫ്ലൈ ആണ് ഇതിനെ ക്യാരി ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, മറ്റ് പേഴ്സൺസിലേക്കൊക്കെ എത്തിക്കുന്നുണ്ടായിരിക്കുക. യൂഷ്വലി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൗസ് ഫ്ലൈ എന്തെങ്കിലും ഒരു ഫീക്കസിലോ എക്സ്ക്രീറ്റയിലോ, ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ എക്സ്ക്രീറ്റയിൽ പോയിട്ട് ഈ ഹൗസ് ഫ്ലൈ ഇരിക്കുന്നു, അവിടെ നിന്ന് എന്നിട്ട് നമ്മളുടെ ഫുഡിലോ നമ്മളുടെ എന്തെങ്കിലും ഒരു സാധനത്തിൽ വന്നിരുന്നു, നമ്മളത് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആ ഒരു പാത്തജൻ എത്തുന്നു ആൻഡ് വി ആർ ഇൻഫെക്റ്റഡ്. ഇങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. ഓക്കെ. ആൻഡ് സിംറ്റംസിലേക്ക് വരുമ്പം സിംറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിൻ, ക്രാംസ്, സ്റ്റൂള്, അതിനകത്ത് കൂടുതലായിട്ടുള്ള ബ്ലഡും എക്സസ് ഒക്കെ മ്യൂക്കസ് ഒക്കെ കാണുന്ന രീതിയിലുള്ള സ്റ്റൂളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് കരുതുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്ററിൽ നിന്നിട്ടുള്ളതാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തുകയാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിനകത്ത് മേജർലി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ, ജീൻ തെറാപ്പി വരാറുണ്ട്. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്ജനിക് ആനിമൽസിനെ പറ്റിയിട്ട് വരാറുണ്ട്, അതിൻ്റെ യൂസസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് വരാറുണ്ട്. ബയോഎത്തിക്സ്, ബയോപൈറസി, പേറ്റന്റിന്റെ ഒക്കെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അതുപോലെ ബയോപൈറസിയുടെ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ, നെയിം, ബസ്മതി റൈസിന്റെ ഒക്കെ കോൺട്രവേഴ്സീസ് പഠിച്ചു വെക്കണം. എലൈസ PCR-ന്റെ ഒക്കെ കുറച്ചൊരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ പറ്റിയിട്ടും ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. GEAC സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ജീനോം എഞ്ചിനീയറിംഗ് ആക്ഷൻ കമ്മിറ്റി, ഗ്രൗണ്ട് എൻവയോൺമെന്റ് ആക്ഷൻ കമ്മിറ്റി, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റ് അപ്രൂവൽ കമ്മിറ്റി. എന്താണ് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അല്ലേ. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഗോൾഡൻ റൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് റൈസ് ഗ്രോൺ along with the yellow river in China, or long stone rice having yellow color tinge, a transgenic rice having gene for beta carotene, wild variety of rice with yellow colored grains. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ. ട്രാൻസ്ജനിക് ആയിട്ടുള്ള റൈസ് ആണ്, ബീറ്റ കാരോട്ടിന്റെ ഒരു ജീൻ അതിനകത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദാറ്റ് കളർ, ഗോൾഡൻ കളർ കിട്ടുന്നതിനുള്ള റീസൺ അതാണ്. നെക്സ്റ്റ് question, assertion reason ആണ്. Tobacco plant yield is highly reduced because of the damage to the roots. Reason is like nematode, melodiga and incognita infect the root എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസണും അസേഷനും വായിച്ചു നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക്? ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ എ ആണ് അല്ലേ. കാരണം ടൊബാക്കോ പ്ലാന്റിന് ഈൽഡ് കുറയാനുള്ള കാരണം റൂട്ടിലുണ്ടാകുന്ന ഡാമേജ് ആണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു നെമറ്റോഡ് ഇൻഫെക്ട് ചെയ്തതുകൊണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അസേഷനും റീസണും ട്രൂ ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ കൂടെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അസേഷൻ റീസൺ നോക്കുക. ക്രൈ ജീൻ എക്സ്പ്രസിംഗ് ക്രോപ്പ് ഈസ് റെസിസ്റ്റന്റ് ടു എ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്. Reason is like cry proteins produced from Bacillus thuringiensis are toxic to larvae of certain insect എന്നാണ് പറഞ്ഞേക്കുന്നത്. അസേഷൻ റീസൺ വായിച്ചു നോക്കിയിട്ട് ഏതാണ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്? അസേഷൻ ശരിയാണ്, റീസണും ശരിയാണ് അല്ലേ. പക്ഷേ കറക്റ്റായിട്ട് അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. കറക്റ്റായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ റീസൺ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഈ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈ ഡസ് BT toxin do not kill the bacterium that it produces it but kills the insect that ingests it? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? BT ടോക്സിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ അത് കൊല്ലുന്നില്ല, പക്ഷേ ഇൻസെക്റ്റിനെ കൊല്ലുന്നുണ്ട്. എന്തുകൊണ്ട്? BT ടോക്സിൻ അങ്ങനെ കൊല്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിലായിരിക്കും അതൊരു ഇനാക്റ്റീവ് സ്റ്റേജിലാണ്. ഈ പറഞ്ഞ ടോക്സിൻ എപ്പോഴെങ്കിലും ഒരു ഇൻസെക്റ്റ് കഴിക്കുന്ന സമയത്ത്, ഇൻജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ആയിട്ട് മാറാണ്. കാരണം എന്താണ്? അതിൻ്റെ ഗട്ടിലെ pH, ആൽക്കലൈൻ pH ആണ് അതിനെ ആക്ടിവേറ്റഡ് ആക്കുന്നത്. ആ ആക്ടിവേറ്റഡ് ആയിട്ട് ടോക്സിൻ ഈ പറഞ്ഞ ഗട്ടിനകത്തുള്ള എപ്പിത്തീലിയൽ സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുന്നുണ്ടായിരിക്കുക? അവിടെ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ടാവുകയും നമ്മുടെ സെല്ലൊക്കെ സ്വെല്ല് ചെയ്ത് ലൈസിസ് സംഭവിച്ച് ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ട് ആ ഇൻസെക്ട് ചത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ബാക്ടീരിയ അത് കില്ല് ചെയ്യുന്നില്ല, ആക്റ്റീവ് ആയതുകൊണ്ടിട്ട് ഇൻസെക്ട് എന്ത് ചെയ്യുന്നു? ചത്തു പോകുന്നു.
Next question, what is GMO? List any 5 possible advantages of a GMO to a farmer. GMO എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? GMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ്. അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ആദ്യം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിന്റെ ഡെഫിനിഷൻ ആണ് മിസ് കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഓർഗാനിസം അതിന്റെ ജീൻസ് ഓൾട്ടേർഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആ മോഡിഫിക്കേഷൻ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫാർമേഴ്സിന്റെ യൂസ് മാത്രം നമുക്കിവിടെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഫാർമേഴ്സിനുള്ള എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് മാത്രം നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. മെറിറ്റ്സ് ടു ദ ഫാർമേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫാർമേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ക്രോപ്പിനെ കുറച്ചും കൂടെ ഏബിയോട്ടിക് ആയിട്ടുള്ള സ്ട്രെസ്സിനോട് ടോളറൻ്റ് ആക്കുന്നു. കോൾഡ്, ഡ്രോട്ട്, സോൾട്ട്, ഹീറ്റ് അങ്ങനെയുള്ള ഏബിയോട്ടിക് സ്ട്രെസ്സിനോട് ടോളറൻ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കെമിക്കൽ പെസ്റ്റിസൈഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ആ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കുന്നുണ്ട്. പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സിലോസിലൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കും അല്ലേ? അപ്പോൾ പെസ്റ്റ് ഇൻഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മിനറൽ യൂസേജിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും ന്യൂട്രീഷൻ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മെറിറ്റ്സ് ആണ് ലൈക്ക് കമ്പാരിറ്റീവ് ടു എ ഫാർമർ അല്ലെങ്കിൽ ആ ഒരു ഫാർമറിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെറിറ്റ്സ് ഒക്കെയാണ് ഒരു GMOയിൽ നിന്നിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, നെയിം ദ സോഴ്സ് ഫ്രം വിച്ച് ഇൻസുലിൻ വാസ് എക്സ്ട്രാക്റ്റഡ് ഏർലിയർ. വൈ ഇസ് ദിസ് ഇൻസുലിൻ നോ more used by diabetic people? പണ്ട് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്, ഇപ്പോൾ അത് യൂസ് ചെയ്യാത്തതിന് കാരണം എന്താണ്? Then second question is like explain the process of synthesis of insulin by Eli Lilly company and name the technique used by the company. Company യൂസ് ചെയ്യുന്ന ടെക്നിക്കിൻ്റെ പേര് എഴുതുക. Third one is like how is the insulin produced by human body different from the insulin produced by the above mentioned company? എങ്ങനെയാണ് മനുഷ്യരിലുള്ള ഒരു ഇൻസുലിൻ ആ ഒരു കമ്പനി ഉണ്ടാക്കിയ ഇൻസുലിൻ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പണ്ട് എന്തിൽ നിന്നിട്ടാണ് ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നത്? മറ്റ് ഓർഗാനിസംസിൽ നിന്നിട്ടാണ് അല്ലേ? സ്ലോട്ടഡ് ആയിട്ടുള്ള പിഗ്, മറ്റ് അനിമൽസിൽ നിന്നൊക്കെയാണ് നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നത്. പക്ഷേ അത് ആളുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ടിട്ടാണ് നമ്മളതിനെ ഇപ്പോൾ യൂസ് ചെയ്യാത്തത് അല്ലേ? ഇനി എലി ലില്ലി കമ്പനി എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾക്ക് 2 പോളിപെപ്റ്റൈഡ് ചെയിൻ വേണം, A and B ചെയിൻ വേണം. അത് ഇൻവിട്രോ ആയിട്ട് അവർ സിന്തസൈസ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ ഒരു പ്ലാസ്മിഡ് വഴിയായിട്ട് ഈക്കോളൈ എന്ന് പറഞ്ഞ വെക്ടറിലേക്ക് വെച്ച്, ഈക്കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയത്തിനകത്തേക്ക് വെച്ച് കൊടുത്തു. ആ ബാക്ടീരിയ ക്ലോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പോളിപെപ്റ്റൈഡ് A and B ആയിട്ട് നമുക്ക് കിട്ടി. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച്, നമ്മളല്ല എലി ലില്ലി കമ്പനി ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് കമ്പൈൻ ചെയ്തു ടു ഫോം ഹ്യൂമൻ ഇൻസുലിൻ. അങ്ങനെയാണ് അവരതിനെ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഈ ഇൻസുലിനും നമ്മളുടെ ബോഡിയിൽ കാണുന്ന ഹ്യൂമൻ ഇൻസുലിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ ബോഡിയിലുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ എലി ലില്ലി കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഇൻസുലിനുള്ള വ്യത്യാസം. എലി ലില്ലി കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഇൻസുലിനിൽ 2 പോളിപെപ്റ്റൈഡ് ചെയിനേ ഉണ്ടായിട്ടുള്ളൂ. ഡയറക്റ്റ് ആയിട്ടൊരു മെച്യൂർ ഹോർമോണിനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഹ്യൂമൻ ബോഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, A, B ഉണ്ട്, എക്സ്ട്രാ ഒരു C ചെയിൻ ഉണ്ട്. പക്ഷേ അത് പ്രോ ഇൻസുലിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ C ചെയിൻ അല്ലേ? മെച്യൂർ ആയി കഴിഞ്ഞാൽ ആ C ചെയിൻ നഷ്ടപ്പെട്ടു പോയിട്ട് ഫങ്ഷണൽ ഹോർമോണിലേക്ക് എത്തുമ്പോൾ A and B ചെയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള മെച്യൂർ ഹോർമോണിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു എക്സ്ട്രാ സ്റ്റേജും കൂടെ ഉള്ള ഒരു ഇൻസുലിനാണ് മനുഷ്യൻ്റെ ബോഡിയിലുള്ളത്. പക്ഷേ എലി ലില്ലി കമ്പനിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. Next one, name the disease that was first to get the gene therapy treatment. Write the cause of the disease and the effect it has on the patient. ഏറ്റവും ആദ്യം ജീൻ തെറാപ്പി നടത്തിയത് ഏത് ഡിസീസിനാണ്, ആ ഡിസീസിൻ്റെ കോസും ആ ഡിസീസ് കൊണ്ട് ആ പേഷ്യൻറ്റിൽ ഉണ്ടാകുന്ന ഇഫക്റ്റും എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിസീസ് ഏതാണ്? ജീൻ തെറാപ്പി കിട്ടിയ ഏറ്റവും ആദ്യത്തെ ഡിസീസ് എന്ന് പറയുന്നത് ഏതാണ് അറിയാമോ? ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി നമ്മളുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള നോൺ ഫങ്ഷൻ ആയിട്ടുള്ള ഒരു ജീൻ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ വെച്ച് കൊടുക്കുന്ന പരിപാടിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അല്ലേ? ഈ ജീൻ തെറാപ്പി ഏറ്റവും ആദ്യം നടന്നത് ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയിലാണ്. അഡിനോസിൻ ഡിഎംനേസിന്റെ ഡെഫിഷ്യൻസിയുള്ള ഒരു കുട്ടിയിലാണ് അത് നടന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അഡിനോസിൻ ഡിഎംനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ കോഡ് ചെയ്തൊരു ജീൻ ഉണ്ടാവില്ല, അത് ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയിലായിരുന്നു ഏറ്റവും ആദ്യം എന്ത് നടന്നത്? ഈ പറഞ്ഞ നമ്മളുടെ ജീൻ തെറാപ്പി ഏറ്റവും ആദ്യം നടന്നിട്ടുണ്ടായത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സോയിൽ ബാക്ടീരിയം ദാറ്റ് പ്രൊഡ്യൂസസ് എ പ്രോട്ടീൻ ഓർ കെമിക്കൽ ദാറ്റ് ഈസ് ടോക്സിക് ടു ദ ഇൻസെക്ട് പെസ്റ്റ്. ഷോ വിത്ത് എക്സാമ്പിൾ ദാറ്റ് ദീസ് ആർ എൻകോഡഡ് ബൈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ ജീൻസ്. ഒരു സോയിൽ ബാക്ടീരിയത്തിൻ്റെ പേര് എഴുതുക. എന്തെങ്കിലും ഒരു ഇൻസെക്ട് പെസ്റ്റിനെതിരെ ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീനോ കെമിക്കലോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയത്തിൻ്റെ പേര് എഴുതണം. പിന്നെ എഴുതേണ്ടത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എൻകോഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീനിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ പറയൂ, ഏതാണ് ആ ബാക്ടീരിയ? ഏതാണ് അറിയാമായിരിക്കും, ആകെ ഒരു ബാക്ടീരിയത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ലേ. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാക്കുന്ന ക്രൈജീൻസ് ആണ്. അത് ആക്ച്വലി കോഡ് ചെയ്തത് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസിന് വേണ്ടിയിട്ടാണ്, വിച്ച് ഇസ് കോൾഡ് എസ് ക്രൈ പ്രോട്ടീൻസ് അല്ലേ. അപ്പോൾ അതിന് പല ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, ആ ജീനിന് പല ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് എസ് ക്രൈ ജീൻ. എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ക്രൈ 1AC ആൻഡ് ക്രൈ 2AB. അത് കോട്ടൺ ബോൾ വർംസ് കൺട്രോൾ ചെയ്യുന്നതാണ്. പക്ഷേ ക്രൈ 1AB എന്ന് പറയുന്നത് കോൺ ബോറർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീനാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഏത് ജീൻ ഏതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഏത് ബാക്ടീരിയ ആണ് ഈ ജീൻസ് എല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ ക്രൈ പ്രോട്ടീൻസിൻ്റെ കാര്യം തന്നെയാണ്. കോട്ടൺ ക്രോപ്സിലേക്ക് വരുമ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയായിട്ട് അവർ കോട്ടൺ ക്രോപ്സിൽ ലൈക്ക് എക്സ്പ്രസ്ഡ് ആവുന്ന സമയത്ത് പെസ്റ്റ് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാമേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ ലാർവ എപ്പോഴെങ്കിലും ഈ കോട്ടൺ പ്ലാന്റിൻ്റെ പാർട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ടോക്സിൻ അവരുടെ ഗട്ടിൽ ചെന്നിട്ട് ആക്ടിവേറ്റഡ് ആവുന്നു, സെൽസ് നശിക്കുന്നു, അവസാനം ആ ഒരു ഇൻസെക്ട് ചാവുന്നു. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. How does recombinant DNA technology help in detecting the presence of mutant gene in cancer patients? എങ്ങനെയാണ് റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ പേഷ്യൻസിൽ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ജീനിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കാം നമുക്ക് ആൻസർ. അപ്പോൾ നമ്മൾക്ക് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ ഒരു RNA ഉണ്ടായിരിക്കും. അതൊരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ വെച്ചിട്ട് ടാഗ് ചെയ്തിട്ടുള്ളതായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ എസ് പ്രോബ് അല്ലേ. എന്നിട്ട് നമ്മൾ അതിനെ ഒരു കോംപ്ലിമെൻ്ററി DNA cDNA-ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ അലൗ ചെയ്യുന്നു. ഒരു ക്ലോണിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഓട്ടോ റേഡിയോഗ്രാഫി വെച്ച് ഡിറ്റക്ട് ചെയ്യും അല്ലേ. ക്ലോണിൽ എന്തുണ്ടായിരിക്കും? മ്യൂട്ടേറ്റഡ് ജീൻ ഉണ്ടായിരിക്കും. അത് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ വരത്തില്ല, കാരണം പ്രോബ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ നോട്ട് ബി കോംപ്ലിമെൻ്ററി ടു ദ മ്യൂട്ടേറ്റഡ് ജീൻ. പ്രോബ് എന്തുമായിട്ട് കോംപ്ലിമെൻ്ററി അല്ല? മ്യൂട്ടേറ്റഡ് ജീനുമായിട്ട് കോംപ്ലിമെൻ്ററി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ പേഷ്യൻസിലെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനുകളെ ഇത്തരത്തിലുള്ളൊരു ഓട്ടോ റേഡിയോഗ്രാഫി മെത്തേഡ് വഴിയായിട്ട്, ആ ഒരു മെഷർ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. How has the use of agrobacterium as vector helped in controlling Melodigan incognita infestation in tobacco plants? Explain in correct sequence. എങ്ങനെയാണ് അഗ്രോബാക്ടീരിയം യൂസ് ചെയ്തിട്ട് ആ ഒരു ഇൻഫെസ്റ്റേഷൻ നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, ആ ഒരു സീക്വൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് നെമറ്റോഡ്സ്, വൈഡ് വെറൈറ്റി ഓഫ് നെമറ്റോഡ്സ് നമ്മളുടെ ചുറ്റുപാടുള്ള ഒരുപാട് പ്ലാന്റ്സിനെയും അനിമൽസിനെയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത്തരത്തിലുള്ള നെമറ്റോഡാണ് മെലോഡിഗൈൻ ഇൻകോഗ്നിറ്റ എന്ന് പറയുന്നത്. പൊതുവെ ടൊബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിനെയാണ് അത് ഇൻഫെക്ട് ചെയ്യുന്നത്. എന്നിട്ട് ടൊബാക്കോൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പോൾ ദ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ദിസ് ഇൻഫെക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് വാട്ട് വി കോൾ എസ് RNA ഇൻറ്റർഫറൻസ്, RNAi അല്ലെങ്കിൽ RNA സൈലൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഇസ് എ സൈലൻസിങ് ഓഫ് എ സ്പെസിഫിക് mRNA ഡ്യൂ ടു ദ കോംപ്ലിമെൻ്ററി dsRNA മോളിക്യൂൾ ദാറ്റ് ബൈൻഡ് ആൻഡ് പ്രിവെൻറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് mRNA. ഏറ്റവും ആദ്യം നമ്മൾ ആ സ്പെസിഫിക് mRNAയുടെ സൈലൻസിങ് ആണ് നടത്തുന്നത്. ആൻഡ് അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ദ നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് ഇൻ ദ ഹോസ്റ്റ് പ്ലാന്റ്. ഇറ്റ് പ്രൊഡ്യൂസസ് ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNA ഇൻ ദ ഹോസ്റ്റ് സെൽ. അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ആ നെമറ്റോഡിനെ, ആ ഒരു സ്പെസിഫിക് ജീൻസ് നമ്മൾ ആ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNAs ആ ഹോസ്റ്റ് സെൽസിൽ ഉണ്ടാകുന്നു. ഈ രണ്ട് RNAസും എങ്ങനെയുള്ളതാണ്? കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ് അല്ലേ. അപ്പോൾ അവരെന്ത് സംഭവിക്കും? അവർ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള dsRNA ഉണ്ടാകും. ആൻഡ് RNA ലൈക്ക് ഇൻ്റർഫറൻസ് അവർ ഇനീഷ്യേറ്റ് ചെയ്യും. അതുകൊണ്ട് and hence the silence of specific mRNA of the nematode happens. പാരസൈറ്റ് പിന്നീട് ആ ട്രാൻസ്ജനിക് ആയിട്ടുള്ള ഹോസ്റ്റിൽ ജീവിക്കാനോ സർവൈവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയാണ് ആ പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? ആ ഒരു പാത്തജൻ്റെ അല്ലെങ്കിൽ ആ പാരസൈറ്റിനെ ഇൻഫെസ്റ്റേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വലിയൊരു പ്രോസസ്സാണ്. ഇത് വളരെ ചുരുക്കിയാണ് മിസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഏജ് പിരമിഡ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ പൊതുവെ ആ 4 കാര്യങ്ങളും അതുപോലെ തന്നെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പോപ്പുലേഷൻ ഗ്രോത്ത്, അതിൻ്റെ മോഡൽസ്, ലോജിസ്റ്റിക്, അതുപോലെ തന്നെ
എക്സ്പോണൻഷ്യൽ മോഡൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ, മ്യൂച്വലിസം, പാരസിറ്റിസം, പ്രിഡേഷൻ, കമൻസലിസം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ആ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കേട്ടോ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പോപ്പുലേഷൻ ഓഫ് 50 paramecium present in a pool increases to 150 after an hour, what will be the growth rate of the population? 50 per hour, 200 per hour, 5 per hour, 100 per hour. എന്തായിരിക്കും ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്? പറയൂ, ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും? 50 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും 150 ആയിട്ട് അത് കൂടിപ്പോയി അല്ലേ? എന്തായിരിക്കും കാണാൻ പറ്റുക? ഗ്രോത്ത് റേറ്റ് എത്രയായിരിക്കും? ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 per hour. ഇനീഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50 ആണ്. ഒരു മണിക്കൂറിന് ശേഷം എത്രയായിട്ട് അത് കൂടും? 150 ആയിട്ട് കൂടും അല്ലേ? അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 അല്ലേ? ഒരു മണിക്കൂർ കൊണ്ട് 100 ആണ് കൂടിയത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാമല്ലോ അത് അല്ലേ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോപ്പുലേഷൻ ഹാസ് മോർ യങ് ഇൻഡിവിജ്വൽസ് കമ്പയർഡ് ടു ദ ഓൾഡർ ഇൻഡിവിജ്വൽസ്. വാട്ട് വുഡ് ബി ദ സ്റ്റാറ്റസ് ഓഫ് ദ പോപ്പുലേഷൻ ആഫ്റ്റർ സം ഇയേഴ്സ്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പോപ്പുലേഷൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ഡിക്ലൈൻ, ഇറ്റ് വിൽ സ്റ്റെബിലൈസ്, ഇറ്റ് വിൽ ഇൻക്രീസ്, ഇറ്റ് വിൽ ഫസ്റ്റ് ഡിക്ലൈൻ ആൻഡ് ദെൻ സ്റ്റെബിലൈസ്. ഇപ്പോൾ ഉള്ളത് വളരെ യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി അത് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ അല്ലേ? യങ് ഇൻഡിവിജ്വൽസ് അല്ലേ? ഓൾഡറിനേക്കാൾ കൂടുതൽ യങ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ഏജ് പിരമിഡ് നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എക്സ്പാൻഡിങ് പിരമിഡ്, എക്സ്പാൻഡ് ചെയ്യും കുറച്ച് നാളുകൾക്ക് ശേഷം വന്നാൽ. അപ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ്, അതിനോട് സിമിലർ ആയിട്ടുള്ള ആൻസർ ഇവിടെ വരുന്നത് ഇറ്റ് വിൽ ഇൻക്രീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം? അവരുടെ ലൈഫിൽ ഒരു തവണ മാത്രം സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ബനാന പ്ലാന്റ്, മാംഗോ, ടൊമാറ്റോ, യൂക്കലിപ്റ്റസ്. ഏതാണ് ഒരിക്കൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ബനാന. ഓക്കെ, സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബനാന. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. എസ്സെൻഷ്യൽ റീസൺ ക്വസ്റ്റ്യൻ നോക്കുക. സ്പീഷീസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് പൊട്ടൻഷ്യലി ഇന്റർപ്രറ്റിംഗ് നാച്ചുറൽ പോപ്പുലേഷൻസ് വിച്ച് ആർ ഐസൊലേറ്റഡ് ഫ്രം അതർ ഗ്രൂപ്പ്സ്. ഓക്കെ, റീസൺ തന്നിരിക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റീവ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആർ ഡിസ്പ്ലേഡ് ഡ്യൂ ടു റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. റീസണും അസേഷനും വായിച്ചു നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ? പറയൂ. ഓപ്ഷൻ ബി ആണ് അല്ലേ? കാരണം സ്പീഷീസ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ അസേഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് വെരി ട്രൂ. പക്ഷെ റീസൺ എന്ത് ചെയ്യുന്നില്ല? റീസണും കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, പക്ഷെ റീസൺ അസേഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അസേഷൻ റീസൺ നോക്കാം. അസേഷൻ ഇസ് ലൈക്ക് ദ prickly pear cactus introduced into Australia in early 1920s caused havoc by spreading rapidly into millions of hectares of land range. Reason is like when certain exotic species are introduced into a geographical area, they become invasive and start spreading fast because the invaded land does not have the natural predators. ഈ ഒരു കഥ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പ്രിക്ലി പെയർ കാക്ടസിൻ്റെ കഥ ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രിക്ലി പെയർ കാക്ടസ് വന്നു, ഒരുപാട് ഏരിയയിൽ സ്പ്രെഡായി. കാരണം അവർക്ക് ഒരു നാച്ചുറൽ പ്രെഡേറ്റർ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ടിട്ടാണ് അവർ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തത് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു കഥയെല്ലാം, ഈ പ്രിക്ലി പെയർ കാക്ടസിൻ്റെ കഥയെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് അതിനെ കളയാൻ വേണ്ടി ആരെയൊക്കെ കൊണ്ടുവന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു ആനിമൽസ് ലൈക്ക് ഫിഷസ് ആൻഡ് സ്നെയിൽസ് അവോയ്ഡ് സമ്മർ റിലേറ്റഡ് അൺഫേവറബിൾ കണ്ടീഷൻസ്? എങ്ങനെയാണ് അവർ അവോയ്ഡ് ചെയ്യുന്നത്? അറിയാം. സമ്മർ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ആയിക്കൂടെ ഉള്ള മെത്തേഡ് എന്താ? ഫിഷസിനെ സംബന്ധിച്ചിടത്തോളം അവർ മൈഗ്രേറ്റ് ചെയ്യും. ആൻഡ് സ്നെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈസ്റ്റിവേഷനോ അല്ലെങ്കിൽ സമ്മറിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സമ്മർ സ്ലീപ്പിന് വേണ്ടിയിട്ടൊക്കെ അവർ പോകും അല്ലേ? ഈസ്റ്റിവേഷൻ അല്ലെങ്കിൽ സമ്മർ സ്ലീപ്പിന് വേണ്ടിയിട്ട് പോകും. പിന്നെ ഒരെണ്ണുണ്ടല്ലേ വിന്റർ സ്ലീപ്പ് വിച്ച് ഇസ് കോൾഡ് ആസ് ഹൈബർനേഷൻ. അതിൻ്റെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പോളാർ ബെയറിൻ്റെ കാര്യമൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. Next one, how do prickles help cactus to survive in desert? Give 2 methods. എങ്ങനെയാണ് കാക്ടസിലുള്ള പ്രിക്കിൾസ് അവരെ ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഏതെങ്കിലും 2 മെത്തേഡ്സ് പറയാനാണ് പറഞ്ഞേക്കണത്. മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ റെഡ്യൂസിങ് ദ ഓൾട്ടറിങ് ഔട്ടർ സർഫസ്. അതുകൊണ്ട് ഇവാപ്പറേഷൻ, ട്രാൻസ്പിറേഷൻ പോലെയുള്ള വാട്ടർ ലൂസ് ചെയ്യുന്ന പരിപാടികളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഗ്രേസ് ചെയ്യുന്ന ആനിമൽസിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ആ പ്രിക്കിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ തോൺസിൻ്റെ കേസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 ലൈക്ക് അഡ്വാൻറ്റേജസ് ആണ് ആ തോൺസ് ഉള്ളത് കൊണ്ടിട്ട് ഡെസേർട്ടിലെ പ്ലാന്റ്സിന് ഉള്ളത്, ബേസിക്കലി കാക്ടസിനൊക്കെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്യൂറിങ് എ സ്കൂൾ ട്രിപ്പ് to Rohtang Pass, one of your classmates suddenly developed an altitude sickness, but he or she recovered after some time. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് മെൻഷൻ 1 സിംറ്റം. ഈ പറഞ്ഞ സിക്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംറ്റം പറയുക.
സെക്കൻഡ് വൺ എന്താണ് ഈ സിക്നസ്സിനുള്ള കോസ്, തേർഡ് വൺ നമ്മൾക്ക് അറിയാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ റീകവർ ചെയ്യുന്നുണ്ട് അല്ലെ, എങ്ങനെയാണ് അവർ റീകവർ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. എന്താണ് സിംറ്റം, ഈ പറഞ്ഞൊരു ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടെന്നുള്ളതിന്റെ സിംറ്റം എന്താണ് പറയൂ. സിംറ്റം എന്ന് പറയുന്നത് ഹെഡേക്ക് വരും, നോസിയ, ഫെറ്റിഗ്, ചിലർക്ക് വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും, അതെല്ലാമാണ് എൻ്റെ സിംറ്റംസ്. ഈ സിക്നസ്സിന് കാരണം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആവുന്നതുകൊണ്ടിട്ടാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴാണ് എപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആവുന്നത്. ആൻഡ് ബോഡിയിലേക്ക് ഇനഫ് എമൗണ്ടിൽ എന്ത് കിട്ടത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ല, സഫീഷ്യന്റ് എമൗണ്ടിൽ ഓക്സിജൻ കിട്ടാതെ വരെ കൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ റീകവർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും, നമ്മൾ താഴേക്ക് കുറച്ചൊന്ന് ഇറങ്ങിയാൽ മതിയായിരിക്കും അല്ലെ. അസെൻഡിങ് സ്ലോലി ഇസ് ദ ബെസ്റ്റ് വേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ലോ ഓക്സിജൻ അവൈലബിലിറ്റി ഒക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനും കൂടുതൽ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും കൂടുതൽ ഹീമോഗ്ലോബിൻ ഒക്കെ വന്ന് ബ്രീത്തിങ് റേറ്റ് കൂടി ഓക്സിജൻ ഒക്കെ ആവശ്യത്തിന് ഓരോ സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ പറ്റും. അങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടിക്സ് ആൻഡ് ഡോഗ്, കസ്ക്യൂട്ട് ആൻഡ് ഷൂ ഫ്ലവർ പ്ലാന്റ്, ഫിഗ് ആൻഡ് വാസ്പ്, ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമൽ. 4 ഇൻട്രാക്ഷൻ, 4 ഓപ്ഷൻസ് ആയിട്ട് ഓരോരോ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഇൻട്രാക്ഷൻ ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. ടിക്സ് ആൻഡ് ഡോഗ്, കസ്ക്യൂട്ട് ആൻഡ് ഷൂ ഫ്ലവർ, ഫിഗ് ആൻഡ് വാസ്പ്, ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമൽ. ഏതാണ് ടിക്ക് ആൻഡ് ഡോഗിൽ വരുന്നത്? ടിക്ക് ആൻഡ് ഡോഗിൽ വരുന്നത് എപ്പോഴും പാരസിറ്റിസം ആണ്. ടിക്സ് എന്ന് പറയുന്നത് എക്ടോ പാരസൈറ്റ്സ് ആണ് അല്ലെ. കസ്ക്യൂട്ടാന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കസ്ക്യൂട്ട് ഒരു പാരസൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കസ്ക്യൂട്ടയും ഷൂ ഫ്ലവറിലുള്ളതും പാരസിറ്റിസം ആണ്. ഫിഗ് ആൻഡ് വാസ്പിലുള്ളത് മ്യൂച്വലിസം ആണ്. നിങ്ങൾക്ക് അറിയാം ഫിഗും വാസ്പിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മളുടെ അവരുടെ പോളിനേഷന് വേണ്ടിയിട്ടും ഫിഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീപ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ, വാസ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീപ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ദെൻ ക്ലൗൺ ഫിഷും സീ ആനിമോൾസിനെ സംബന്ധിച്ചിടത്തോളം ദറ്റ് ഇസ് കമൻസലിസം. അതിൽ ഒരാൾ ബെനിഫിറ്റഡ് ആണ്, ഒരാൾക്ക് ബെനിഫിറ്റും ഇല്ല, ഹാംനെസ്സും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ റിസോഴ്സ് പാർട്ടീഷനിങ് കൂടെ പഠിക്കാം. റിസോഴ്സ് പാർട്ടീഷനും കൂടെ പ്രോട്ടോ കോപ്പറേഷനും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ആ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ റിസോഴ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന 2 സ്പീഷീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോ എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്ത് സംഭവിക്കും? അവരിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രെങ്ത് കുറവുള്ള ആളിനെ നമ്മൾ എന്ത് ചെയ്ത് കളയും? റിമൂവ് ചെയ്ത് കളയുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, വൈ ഡു പ്രിഡേറ്റേഴ്സ് അവോയ്ഡ് ഈറ്റിംഗ് മൊണാർക്ക് ബട്ടർഫ്ലൈ? ഹൗ ഡസ് ദിസ് ബട്ടർഫ്ലൈ ഡെവലപ്പ് ദ പ്രൊട്ടക്റ്റീവ് ഫീച്ചർ? എങ്ങനെയാണ് ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്? മൊണാർക്ക് ബട്ടർഫ്ലൈനെ എന്തുകൊണ്ടാണ് പ്രിഡേറ്റേഴ്സ് ഈറ്റ് ചെയ്യാത്തത്, കഴിക്കാത്തത് എന്തുകൊണ്ടിട്ടാണ്? കാരണം അതിന് അത്ര ടേസ്റ്റ് ഇല്ല അല്ലെ. പ്രിഡേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് ഇല്ല, കാരണം അവരുടെ ബോഡിയിൽ ഒരു കെമിക്കൽ പ്രസന്റ് ആണ്. ആ കെമിക്കൽ എന്ന് പറയുന്നത് അവരുടെ കാറ്റർപില്ലർ ആയിരുന്ന സ്റ്റേജിനകത്ത് അവർ കഴിച്ച ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കെമിക്കൽ അവരുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത്ര ടേസ്റ്റ് ഇല്ലാത്തത്. അതുകൊണ്ടിട്ടാണ് പ്രിഡേറ്റേഴ്സ് ആരും അവരെ കഴിക്കാത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോയിൽ is clever enough to lay egg in a crow's nest. Write the reason for this peculiar behavior. Name the type of interaction. നമ്മുടെ കോയിൽ വന്നിട്ട് ക്രൗവിൻ്റെ നെസ്റ്റിൽ വന്നിട്ടാണ് എഗ്ഗ് ലേ ചെയ്യുന്നത് അല്ലേ. ഇതിനുള്ള റീസൺ എന്താണ്? റീസൺ എന്താണെന്നും ഇൻട്രാക്ഷൻ്റെ പേരും വ്യക്തമായിട്ട് എഴുതേണ്ട ആവശ്യകതയുണ്ട്. റീസൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബ്രൂഡ് പാരസിറ്റിസം. ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറയുന്നത് നമ്മളുടെ പാരസിറ്റിക് ആയിട്ടുള്ള ബേർഡ് വന്നിട്ട് മറ്റൊരു ഹോസ്റ്റ് ആയിട്ടുള്ള ബേർഡിൻ്റെ നെസ്റ്റിൽ വന്നിട്ട് എഗ്സ് ലേ ചെയ്ത് ആ ഹോസ്റ്റ് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറയുന്നത്. കോയലിൻ്റെയും ക്രൗവിൻ്റെ കേസിൽ നടക്കുന്നത് ഒരു ബ്രൂഡ് പാരസിറ്റിസത്തിന് എക്സാമ്പിളാണ് അല്ലേ. നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. Comment the phenomenon that operates in the relationship. This is very important. കേട്ടോ, എന്ത് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് ഫിഗ് ട്രീയും വാസ്പും തമ്മിൽ നടക്കുന്നത്? ആ ഒരു ഫിനോമിനൻ ഏത് റിലേഷൻഷിപ്പ് ആണെന്ന് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മ്യൂച്വലിസം ആണ്. വാസ്പ് എന്ന് പറയുന്നത് അതിന് എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് തപ്പി നടക്കുമായിരിക്കും. ആൻഡ് ഫിഗിനെ സംബന്ധിച്ചിടത്തോളം അത് പോളിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട് അല്ലേ. അപ്പോൾ ഫിഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാസ്പിനെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് അതിൻ്റെ എഗ്ഗ് ലേ ചെയ്യാനുള്ള ഒരു പൊസിഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ വാസ്പിനെ സംബന്ധിച്ചിടത്തോളം വാസ്പ് ഇതെല്ലാം അവിടെ ചെയ്യുമ്പോൾ വാസ്പിൻ്റെ ബോഡിയിൽ ഈ പറഞ്ഞ ഫിഗിൻ്റെ പോളൻ ഗ്രെയിൻസ് എല്ലാം ഒട്ടിപ്പിടിക്കുന്നു. പോളിനേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടത് പോളിനേഷൻ അതുവഴിയായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്. രണ്ടുപേരും ബെനിഫിറ്റ് ആവുന്ന ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്. നെക്സ്റ്റ് വൺ, അപ്പാർട്ട് ഫ്രം ബീങ് എ പാർട്ട് ഓഫ് ഫുഡ് ചെയിൻ പ്രിഡേറ്റേഴ്സ് മേ ഓൾസോ ഹാവ് അതർ റോൾസ്. എന്തൊക്കെയാണ് പ്രിഡേറ്റേഴ്സിന്റെ മറ്റ് റോൾസ് എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് പറയുക എന്നുള്ളതാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
എക്സാമ്പിൾ വെച്ച് പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഓരോന്ന് മിസ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ചെയിൻ അല്ലാതെയുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേയിൻ്റെ പോപ്പുലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞ പ്രെഡേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ടൈഗറും ഡിയറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈഗർ ഡിയറിനെ കഴിച്ചില്ലെങ്കിൽ ഡിയറിൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ പ്രേ പ്രെഡേറ്റർ പോപ്പുലേഷൻ ആ ഒരു ഇൻട്രാക്ഷൻ നോട്ട് പോപ്പുലേഷൻ പ്രേ പ്രെഡേറ്റർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രേയുടെ പോപ്പുലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ indicating ecological disturbances as predators are small in number and highly sensitive to ecological changes owing to their excessive adaptation. അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റോ 2 പോയിന്റോ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, മാക്സിമം 2 പോയിന്റൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഈ ഒരു പ്രിഡേറ്ററിൻ്റെ റോൾ എപ്പോഴും ചോദിക്കാറുണ്ട്. 2 റോളുകൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് മിസ് 2 റോളുകൾ എഴുതിയതാണ്. 2 റോളുകളേക്കാൾ കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചിട്ട് പോകാം കേട്ടോ. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതണ്ടേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ ഡു പ്ലാന്റ്സ് ബെനിഫിറ്റ് ഫ്രം മൈക്രോറൈസൽ സിംബയോട്ടിക് അസോസിയേഷൻ. മൈക്രോറൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ പ്ലാന്റിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ബെനിഫിറ്റഡ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോറൈസ എന്ന് പറയുന്നത് ഫംഗസും ഈ പറഞ്ഞ പ്ലാന്റുമായിട്ടുള്ള ഒരു അസോസിയേഷനാണ് അല്ലേ. ഫംഗസ് ആക്ച്വലി എന്ത് ചെയ്യും, ഫംഗസ് സോയിലിൽ നിന്നിട്ടുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും എന്നിട്ട് ഇത് പ്ലാന്റ്സിലേക്ക് കൊടുക്കും. ആൻഡ് മൈക്രോറൈസ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റൂട്ട് ബോൺ ആയിട്ടുള്ള പാത്തോജൻസിൽ നിന്ന് ആ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാന്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സലിനിറ്റി, ഡ്രോട്ട് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് കൂടുതൽ ടോളറൻസ് കൊടുക്കുന്നു. പ്ലാന്റ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഫംഗസ് അവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് പ്ലാന്റിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒരു 4 മിസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. Next one, study the graph given below and answer the question that follows. Write the status of the food space in the write the status of food and space in the curves A and B. And the second question is like, in the absence of predators, which one of the 2 curves would appropriately depict the prey population? Third question is like, time has been shown on the x-axis and there is a parallel dotted line above it. Give the significance of this dotted line. മിസ് എന്തായാലും ആ ഒരു ഗ്രാഫ് കാണിച്ചു തരാം. എ ബി എന്ന് പറഞ്ഞിട്ട് 2 ഗ്രാഫ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സ്റ്റേറ്റസ് എന്താണ് ആ ഒരു കാര്യമാണ് എഴുതേണ്ടത്. പിന്നീട് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 2 കർവും ആബ്സെൻസ് ഓഫ് പ്രിഡേറ്റേഴ്സിലെ എന്തായിരിക്കും അവരുടെ ആ ഒരു പ്രേ പോപ്പുലേഷനിലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും, ആബ്സെൻസ് ഓഫ് പ്രിഡേറ്റേഴ്സിൽ അവരുടെ ഒരു ഇഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എക്സ് ആക്സിസിലെ ടൈമും അതിനോട് പാരലായിട്ടൊരു ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ എന്താ വിളിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ ബി ആയിട്ടുള്ള ആ ഒരു കർവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കാണിക്കുന്ന ഒരു കർവാണ്, ജെ ഷേപ്ഡ് ഒരു കർവാണ്. ബി എന്ന് പറയുന്നത് ഫുഡും സ്പേസും ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളപ്പോൾ ഉള്ളൊരു കർവാണ്, എസ് ഷേപ്ഡ് ആയിട്ടുള്ള സിഗ്മോയിഡ് കർവാണ് അല്ലേ. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഡേറ്റേഴ്സിൻ്റെ ആബ്സെൻസ് ആയിരിക്കുന്ന സമയത്ത് കർവ് ബി എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ്ലി ഡെപിക്ട് ദ കോമ്പറ്റീഷൻ ഫോർ ലിമിറ്റഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ റിസോഴ്സസ് വിത്തിൻ ദ പ്രേ പോപ്പുലേഷൻ അല്ലേ. ഒരു കോമ്പറ്റീഷൻ കാണിക്കും ഓർഗാനിസംസ് തമ്മിൽ, കാരണം റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ബിയുടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എയുടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എയുടെ നമ്മൾ പറയേണ്ട ആവശ്യകതയില്ല. അവിടെ പ്രിഡേറ്റേഴ്സ് ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് ലിമിറ്റഡ് അല്ല, അതുകൊണ്ട് വലിയ തോതിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കില്ല. അതാണ് എയിൽ വരുന്നത്. ഇനി ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ക്യാരിങ് കപ്പാസിറ്റി ആണ്. ദാറ്റ് ഈസ് ഒരു ഹാബിറ്റാറ്റിന് അല്ലെങ്കിൽ ഒരു ഏരിയക്ക് എത്രത്തോളം ഓർഗാനിസംസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ലെവലുണ്ട്, അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ. ആ ഒരു മാക്സിമം ലെവലിനെയാണ് വാട്ട് വി കോൾ എസ് ക്യാരിങ് കപ്പാസിറ്റി. അതാണ് ആ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. Next question, explain with the help of a graph the population growth curve when resources are limiting and not limiting. With the help of a curve അല്ലെങ്കിൽ ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ ഗ്രാഫ് വെച്ചിട്ട് കാണിക്കാനുള്ളത് കൊണ്ടിട്ട് മിസ് ഒന്നും കൂടെ ആ ഒരു ഇതിട്ടതാണ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇട്ടതാണ്. റിസോഴ്സസ് ലിമിറ്റിംഗ് ആയിരിക്കുന്ന അവസ്ഥയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് എസ് ഷേപ്പ് ആയിട്ടുള്ള ഒരു സിഗ്മോയിഡ് കർവ് ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, dn/dt = Rn × k - n/k. n എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്, ടി എന്ന് പറയുന്നത് അറ്റ് ദ ടൈം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം ആണ്. R is the intrinsic rate of natural increase and K is the carrying capacity. And resources അൺലിമിറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോപ്പുലേഷൻ കർവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജെ ഷേപ്ഡ് ആണ്. അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് dn/dt = Rn
ഓർ NT is equal to NO e raised to n എന്നുള്ളതാണ്. അതിനകത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. N0 എന്ന് പറയുന്നത് ടൈം 0 ആയിരിക്കുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ഫാക്ടറുമാണ്. ആൻഡ് ഗ്രാഫ് വെച്ച് വരയ്ക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടിട്ട് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഗ്രാഫില്ലേ, ഈ ഒരു ഗ്രാഫ് തന്നെ എന്ത് ചെയ്യുക, വീണ്ടും വരച്ചു വെക്കുക. ഗ്രാഫ് ഇത് തന്നെയാണ്, J ഷേപ്പ് കർവും S ഷേപ്ഡ് കർവും. അവിടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻസ് ആണ് മിസ് അവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇക്വേഷനും കൂടി ഒന്ന് കൊടുക്കുക, കഴിഞ്ഞു. ഓക്കെ, അത്രയും എഴുതേണ്ട ആവശ്യകതയെ ആ ഒരു ക്വസ്റ്റ്യനിലും ഉള്ളൂ. ഇനി അടുത്തത് നേച്ചർ ഹാസ് എ ക്യാരിങ് കപ്പാസിറ്റി ഫോർ എ സ്പീഷീസ് എക്സ്പ്ലെയിൻ. അത് ക്യാരിങ് കപ്പാസിറ്റി മാത്രമായിട്ടൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് മിസ് വീണ്ടും എടുത്തതാണ് കേട്ടോ. ക്യാരിങ് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പം ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സർട്ടൺ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ അപ്പോൾ ഒരിക്കലും പറ്റത്തില്ല. ആ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് മാക്സിമം ലിമിറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ക്യാരിയിങ് കപ്പാസിറ്റി. അത് ഓർത്ത് വെച്ചിരിക്കുക, സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിലുള്ള മേജർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പ്രൊഡക്ടിവിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ്, എന്താണ് പ്രൊഡക്ടിവിറ്റി, പ്രൈമറി, സെക്കൻഡറി, NPP, GPP അങ്ങനെയൊക്കെ ഉണ്ട്. ഡീകമ്പോസിഷൻ എന്താണെന്ന് വേണ്ട 5 സ്റ്റെപ്സ് ഉണ്ടല്ലേ, 5 പ്രോസസ്സസ് ഉണ്ട്. ലൈക്ക് ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, ഹ്യൂമിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോസസ്സുകളൊക്കെ ഉണ്ട്, അത് പഠിക്കണം. ട്രോഫിക് ലെവൽ എന്താണെന്ന് പഠിക്കണം. 10% ലോ, ലിൻമെനിൻ്റെ 10% ലോ പഠിക്കണം. ഫുഡ് ചെയിൻ, ഫുഡ് വെബ് പഠിക്കണം. ഇക്കോളജിക്കൽ പിരമിഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ് ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് ബയോമാസ്. അതിൽ അപ്രൈറ്റ് ആയിട്ടുള്ള ചിലതുണ്ട്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ചിലതുണ്ട്. ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ഓഫ് ദ സോളാർ എനർജി ദാറ്റ് ഫോൾ ഓൺ ദ ലീഫ് ഓഫ് എ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ബൈ ഫോട്ടോസിന്തസിസ്. എത്രയാണ് ഒരു ലീഫിൽ വന്ന് വീഴുന്നതിന് എത്രയാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നത്? ലെസ് ദാൻ 1%, 2 to 10%, 30%, 50%. എത്രയാണെന്ന് ആർക്ക് പറയാൻ സാധിക്കും? 2 to 10% അല്ലേ. 2 to 10% ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇഫ് ദ കാർബൺ ആറ്റംസ് ഫിക്സഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ഓൾറെഡി ഹാവ് പാസ്ഡ് ത്രൂ 3 സ്പീഷീസ്, കാർബൺ ആറ്റംസ് പ്രൊഡ്യൂസറെ ഫിക്സ് ചെയ്തത് 3 സ്പീഷീസ് കടന്നുവെങ്കിൽ ദ ട്രോഫിക് ലെവൽ ഓഫ് ദ ലാസ്റ്റ് സ്പീഷീസ് ഏതാണ്? സ്കാവെഞ്ചർ, ടെറിഷറി പ്രൊഡ്യൂസർ, ടെറിഷറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ. പ്രൊഡ്യൂസറിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് വൺ വാസ് ദ പ്രൊഡ്യൂസർ. ഇനി 3 സ്പീഷീസ് പാസ് ചെയ്തു. സോ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിഷറി കൺസ്യൂമർ. ലാസ്റ്റ് സ്പീഷീസിന്റെ ട്രോഫിക് ലെവൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദാറ്റ് ഈസ് ടെറിഷറി കൺസ്യൂമർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ടെറിഷറി കൺസ്യൂമർ. നെക്സ്റ്റ് വൺ, which of the following is an ecosystem service provided by the natural ecosystem? Cycling of nutrients, prevention of soil erosion, pollutant absorption and reduction of the threat of global warming. All of the above. സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇക്കോസിസ്റ്റം സർവീസസ് ഏതാണ് എന്നുള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. ഏതായിരിക്കും? ഓൾ ഓഫ് ദ എബവ്. എല്ലാം സൈക്ലിംഗ് നടക്കുന്നുണ്ട്, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ അബ്സോർപ്ഷൻ ഒക്കെ കാര്യമായിട്ട് നടക്കുന്നത് കൊണ്ടിട്ട് എല്ലാം എന്താണ് ഈ പറഞ്ഞ പോലെ ഇക്കോസിസ്റ്റം സർവീസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് എ ഡെട്രൈറ്റിവോർ ഡിഫർ ഫ്രം എ ഡീകമ്പോസർ? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഡെട്രൈറ്റിവോറും ഡീകമ്പോസറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഡിട്രൈറ്റിവോസ് എന്ന് പറയുന്നത് യൂഷ്വലി സോയിലിൽ കാണപ്പെടുന്ന സ്മോൾ വേം ലൈക്ക് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അവർ എന്ത് ചെയ്യും? അവർ കുഞ്ഞു കുഞ്ഞു ആനിമൽസിനെയൊക്കെ ആയിരിക്കും, ഈ ആനിമൽസ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എർത്ത്വം പോലെയുള്ള ജീവികളെ പറയാൻ പറ്റും. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്ററിനെ അവർ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അതിനകത്ത് നമുക്ക് ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള ഓർഗാനിസംസിനെ ആയിരിക്കും പെടുത്താൻ പറ്റുന്നതായിരിക്കാം. സോ ഈ ഒരു ടേബിൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഡെട്രൈറ്റിവോറും ഡീകമ്പോസറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളുടെ ഒരു കൺസിഡറേഷനിലിരിക്കുന്ന അവസ്ഥ ഏതാണോ ആ ഒരു ഏരിയ, അവിടെയുള്ള ബയോമാസിൻ്റെ പ്രൊഡക്ഷൻ റേറ്റിനെയാണ് വാട്ട് വി കോൾ ആസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓർ എ പീരീഡ് ഓഫ് ടൈം ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ അളവിനെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും അതുപോലെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രത്തോളം ഓർഗാനിക് മാറ്റർ ആണ് ഫോട്ടോസിന്തസിന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എന്ത് ഈ പറഞ്ഞ GPP എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. ആ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് GPP എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് റെസ്പിറേറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ GPPയിൽ നിന്ന് റെസ്പിറേറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മാറ്റി നിർത്തി കഴിയുമ്പോൾ മിച്ചം വരുന്നത് എന്താണോ ദാറ്റ് ഈസ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതുകൊണ്ട് നമ്മൾ അതിനെ GPP മൈനസ് R ഈക്വൽസ് NPP എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എനർജി റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ എനർജീസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ലെഫ്റ്റ് ഉണ്ടോ, എത്രത്തോളം മിച്ചമുണ്ടോ, ദാറ്റ് ഇസ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPP മൈനസ് റെസ്പിറേറ്ററി ലോസ് ഇസ് ഈക്വൽ ടു NPP. GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. ഓക്കെ, അതാണ് അവർ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് detritus decomposed step by different agents and made available as nutrients to the plants? എക്സ്പ്ലെയിൻ. എൻറ്റയർ ഡീകമ്പോസിഷൻ്റെ പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 5 പ്രോസസ്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞതിന് ഓരോ സെൻറ്റൻസും ഓരോരോ ഡെഫിനിഷൻ മാതിരി, ഓരോരോ പ്രോസസ്സിന് ഓരോരോ ഡെഫിനിഷൻ മാതിരി കൊടുത്താൽ മതിയായിരിക്കും. ഡിട്രൈറ്റസ് എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയലാണ് ഡീകമ്പോസിഷന് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സുകൾ വഴിയായിട്ടാണ് ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ടായിരിക്കുക. അതൊരു എയറോബിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇനഫ് എമൗണ്ടിൽ ഓക്സിജൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫ്രാഗ്മെന്റേഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിട്രൈറ്റസിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കി ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സോൾയുബിൾ ആയിട്ടുള്ള ഇൻഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് സോയിലിലേക്ക് പോയി പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അൺഅവൈലബിൾ സോൾട്ട് ആയിട്ട് മാറുന്നതിനെയാണ് ലീച്ചിങ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരിക്കുക. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിട്രൈറ്റസിനെ ഡിഗ്രേഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ഓർഗാനിക് മെറ്റീരിയൽ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അവിടെ നമ്മൾക്ക് ബാക്ടീരിയൽ എൻസൈംസും ഫംഗൽ എൻസൈംസും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഇസ് കാറ്റബോളിസം. നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമോർഫസ് ആയിട്ട് ഒരു ഡാർക്ക് കളർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വിച്ച് ഇസ് കോൾഡ് ആസ് ഹ്യൂമസ് അല്ലേ. ഹ്യൂമസിന്റെ ഫോർമേഷനെയാണ് വാട്ട് വി കോൾ ആസ് ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമസ് മൈക്രോബിനെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. മൈക്രോബ്സ് ഒന്നും അതിനെ ആക്ട് ചെയ്യത്തില്ല, മൈക്രോബ്സിനൊന്നും അതിനെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് ഡീകമ്പോസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. മിനറലൈസേഷൻ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മിനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മൈക്രോബിയൽ ആക്ഷൻ വഴിയായിട്ട് ഈ പറഞ്ഞ ഹ്യൂമസ് പയ്യെ ഈ പറഞ്ഞ രീതിയിൽ ഡിഗ്രേഡ് ചെയ്ത് പോകുന്ന, ഡികമ്പോസ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ്. ആൻഡ് അതെന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഇൻഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ കൂടെ അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഡീകമ്പോസിഷൻ്റെ പ്രോസസ്സാണ്, വലിയൊരു പ്രോസസ്സാണ്. പക്ഷേ വൺ സെൻറ്റൻസസിൽ അതിൻ്റെ ഓരോരോ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എ സ്പീഷീസ് മേ ഓക്യുപ്പൈ മോർ ദാൻ വൺ ട്രോഫിക് ലെവൽ ഇൻ ദ സെയിം ഇക്കോസിസ്റ്റം അറ്റ് ദ സെയിം ടൈം. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ സഹിതം സെയിം ഇക്കോസിസ്റ്റത്തിലെ സെയിം ടൈമിൽ ഒരു സ്പീഷീസിന് ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിനെ അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ മിസ് കൊടുത്തിരിക്കുന്നത് സ്ക്വിറലിൻ്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. സ്പാരോവിൻ്റെ എക്സാമ്പിൾ ആണ് മിസ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻസിൻ്റെ എക്സാമ്പിൾ കൊടുക്കാം, ആരുടെ വേണമെങ്കിലും എക്സാമ്പിൾ കൊടുക്കാം. ഒരു സ്പീഷീസിന് ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവൽ അറ്റ് ദ സെയിം ടൈം ഒരു ഇക്കോസിസ്റ്റത്തിൽ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഒക്യുപ്പൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്, ട്രോഫിക് ലെവൽ ഒരു സ്പീഷീസിന് എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ലെവലാണ് അല്ലേ. ആ ഒരു എനർജി ഫ്ലോയും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഫങ്ഷണൽ ലെവലാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്പാരോയെ പറ്റി പറയുമ്പം സ്പാരോ ഒരു പ്രൈമറി കൺസ്യൂമറാണ്. എപ്പോൾ സീഡ് കഴിക്കുന്ന സമയത്ത് ഒരു പ്രൈമറി കൺസ്യൂമറാണ്. പക്ഷേ വേംസോ ഇൻസെക്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ അത് സെക്കൻഡറി കൺസ്യൂമറായിട്ട് മാറുകയാണ്. അപ്പോൾ സെയിം ട്രോഫിക് ലെവൽ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി, പക്ഷെ പല ട്രോഫിക് ലെവൽ. ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞ ട്രോഫിക് ലെവലിൽ വരും. അടുത്തത് സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറഞ്ഞ ട്രോഫിക് ലെവൽ വരും. അപ്പോൾ അങ്ങനെ ട്രോഫിക് ലെവൽ മാറാനായിട്ട് പറ്റും. പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരേ ഇക്കോസിസ്റ്റത്തിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. സെയിം ടൈമിൽ സ്പാരോയ്ക്ക് പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടിട്ട് ഏതൊരു സ്പീഷീസിനും ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവൽസിനെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സെയിം മനുഷ്യൻ്റെ കേസിലും വരും. മനുഷ്യൻ പ്ലാന്റ് കഴിക്കുന്ന സമയത്ത്, പ്രൊഡ്യൂസറിനെ കഴിക്കുന്ന സമയത്ത് പ്രൈമറി കൺസ്യൂമർ ആവുന്നു. അല്ലാതെ അനിമൽസോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് സെക്കൻഡറി കൺസ്യൂമർ ആവുന്നു. അപ്പോൾ സ്പാരോൻ്റെ സ്ഥാനത്ത് ഹ്യൂമൻസ് എഴുതി കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വൈ ദ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. എന്തുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് അല്ലേ. കാരണം എനർജി എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിട്ടുണ്ടാവുക പ്രൊഡ്യൂസറിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത വലിയ ട്രോഫിക് ലെവലിലേക്ക് അത് പാസ് ചെയ്ത് പോവാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് കുറേ എനർജി ഹീറ്റിന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രോഫിക് ലെവലിൽ ഉണ്ടായിരുന്ന കുറേ എനർജിയിൽ നിന്ന്
കുറേ നഷ്ടപ്പെട്ടിട്ടായിരിക്കും ഏറ്റവും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞാണ് എനർജി വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ എനർജിയുടെ പിരമിഡ് എപ്പോഴും എന്തായിട്ടിരിക്കുന്നത്, അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലോ ഓഫ് ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഇൻ an aquatic and terrestrial ecosystem respectively. Mention one difference between the two types of food chains. Okay, രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ ഈ പറഞ്ഞ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലും അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലും ഉള്ള രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിനിൻ്റെ പേര് എഴുതാനും ഡിഫറൻസസ് എഴുതാനുമാണ് പറഞ്ഞത്. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് that is responsible for larger fraction of flow of energy aquatic ecosystem ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is grazing food chain. in terrestrial ecosystem കൂടുതൽ ഈ പറഞ്ഞ എനർജി ഫ്ലോ ചെയ്യുന്ന എനർജി ഫ്രാക്ഷൻ കൂടുതലായിട്ട് ഫ്ലോ ചെയ്യുന്നത് that is detritus food chain. ഇപ്പോൾ detritus food chain ഗ്രേസിംഗ് ഫുഡ് ചെയിനും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ എനർജി ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസറിൽ നിന്നാണ്. ഗ്രീൻ പ്ലാന്റ് ഏതും ആയിക്കോട്ടെ പ്രൊഡ്യൂസറിൽ നിന്നിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. detritus ഫുഡ് ചെയിനിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിട്രൈറ്റസിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിൽ നിന്നിട്ടോ ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ട്രോഫിക് ലെവൽ ഇൻ ആൻ ഇക്കോസിസ്റ്റം? വാട്ട് ഈസ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് വിത്ത് റെഫറൻസ് ടു ഇറ്റ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇൻ ആൻ ഇക്കോസിസ്റ്റം. ട്രോഫിക് ലെവൽ എന്താണ്, സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്താണ്, ഫസ്റ്റ് ട്രോഫിക് ലെവലിൻ്റെ റോൾ എന്താണ്? ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണുള്ളത്. ട്രോഫിക് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളുടെ ഒരു ഈ പറഞ്ഞ നമ്മുടെ ഫുഡ് ചെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോരോ ലെവൽസ് ഉണ്ട് അല്ല. ആ പെർട്ടിക്കുലർ ലെവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറഞ്ഞ ട്രോഫിക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് അതിലൊരു സ്പെസിഫിക് ആയിട്ടൊരു പ്ലേസ് കാണാൻ പറ്റും. ഇപ്പോൾ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ലെവലിൽ തന്നെ ഇരിക്കും അല്ലേ, മാറത്തില്ല. അപ്പോൾ ഹ്യൂമൻസിലേക്ക് അല്ലെങ്കിൽ ലയൺ പോലെയുള്ള വലിയ പ്രിഡേറ്ററിലേക്ക് എത്തുമ്പോൾ അത് ഫുഡ് ചെയിനിൻ്റെ ഏറ്റവും അങ്ങറ്റത്തായിരിക്കും പോയിരിക്കുന്നുണ്ടായിരിക്കും. ദാറ്റ് ഇസ് എ ലാസ്റ്റ് ട്രോഫിക് ലെവൽ അല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ ലെവലുണ്ട്. ആ സർട്ടൻ ലെവൽ അക്കോർഡിംഗ് ടു ദർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡിനനുസരിച്ച് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ലെവലിനെയാണ് വാട്ട് വി കോൾ ആസ് ട്രോഫിക് ലെവൽ. ആൻഡ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റെഫേഴ്സ് ടു ദ മാസ് ഓഫ് എ ലിവിംഗ് മെറ്റീരിയൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈമിന് ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവലിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ലിവിംഗ് മെറ്റീരിയലിന് മാസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ സ്റ്റാൻഡിംഗ് ക്രോപ്പ്. ആ ഒരു ടേം ആ ഒരു ഡെഫിനിഷനും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ആൻഡ് ഒരു കാര്യം കൂടെ, ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രോഫിക് ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ദേ ആർ കോൾഡ് ആസ് ഓട്ടോട്രോഫ്സ് അല്ലേ. അവർ ലൈറ്റ് എനർജി ഒക്കെ ട്രാപ്പ് ചെയ്തിട്ട് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവരായിരിക്കും എപ്പോഴും ഏത് നമ്മൾ ഫുഡ് ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ ഒഴിച്ച് ബാക്കി അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലായിക്കോട്ടെ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലായിക്കോട്ടെ ഏത് ഫുഡ് ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ആളെന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും അല്ലേ. ആൻഡ് ബാക്കി അതിന് ശേഷം വരുന്ന എല്ലാ കൺസ്യൂമേഴ്സ്, പ്രൈമറി സെക്കൻഡറി ടെറിഷ്യറി കൺസ്യൂമേഴ്സ് എല്ലാം ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ടതായിട്ടുള്ള എനർജിയും ഫുഡും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കുക. സോ എൻറ്റയർ ഇക്കോസിസ്റ്റം, എൻറ്റയർ ഫുഡ് ചെയിൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, ഈ ആദ്യത്തെ ട്രോഫിക് ലെവലിലുള്ള പ്രൊഡ്യൂസേഴ്സിനെയാണ്. സോ അത്രമാത്രം ഒരു വലിയ റോളാണ് ആർക്കുള്ളത്, ആ പ്രൊഡ്യൂസേഴ്സിന് ഉള്ളത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബേസിക്കലി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏത് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മിസ് റഷ് ചെയ്തിട്ടാണ് പോയെന്നുള്ളതൊക്കെ മിസ്സിന് അറിയാം. പക്ഷേ എന്നാലും നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടിട്ട് നമുക്ക് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്നുള്ളത് അതിനകത്തുനിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈവ് സെഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ഫർദർ എൻട്രൻസ് പരിപാടികളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രാഷും എൻട്രൻസ് സെഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. വിന്നേഴ്സിൽ 7034112200 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, നല്ലപോലെ പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഗോഡ് ബ്ലെസ് യു, ഓൾ ദ ബെസ്റ്റ്, ടാറ്റാ, ബൈ ബൈ.